എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ലൈറ്റ് മോട്ടോർ കാറ്റഗറി, അതായത് കാറ്റഗറി നമ്പർ 3 പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് മൊത്തം 300 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നിങ്ങൾ കോമൺ ക്വസ്റ്റ്യൻസ് കാണുമോ, അതിനുശേഷം മാത്രമേ ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കാണാവൂ. എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. 2 വീഡിയോയും കാണണം, എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തുടങ്ങാം. One of the difficulties of driving is letting other driver know when they are driving dangerously, predicting what other driver will do, checking your engine on driving. പറഞ്ഞ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് ബുദ്ധി? ഈ ഒരു വേർഡ് അവിടെ കണ്ടാൽ ഈ പ്രഡിക്ഷൻ, ജഡ്ജ്മെന്റ്, അത് എവിടെ കണ്ടാലും നിങ്ങൾ ആൻസർ കൊടുക്കും. പ്രിഡിക്റ്റ് ചെയ്യുക, മുൻകൂട്ടി പറയാൻ സാധിക്കാത്തതാണ് ഡിഫിക്കൽട്ടി തോന്നുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ്? ലുക്കിംഗ് ahead for hazards, അപകടങ്ങളെ മുൻകൂട്ടി കാണുക. കൺട്രോളിംഗ് യുവർ വെഹിക്കിൾ ആൻഡ് സ്കേഡ്, കീപ്പിംഗ് യുവർ വെഹിക്കിൾ ആൻഡ് ടേഡി. ലുക്കിംഗ് ahead for hazard, ഹസാർഡിനെ മുൻകൂട്ടി കാണാവുന്നതാണ്. ഡ്രൈവിംഗ് കണ്ടീഷൻ ഓഫ് റോഡ് വില്ലർ, റോഡിൽ ഡ്രൈവിംഗ് കണ്ടീഷൻ എങ്ങനെ വേണമെന്ന അല്ലെങ്കിൽ എങ്ങനെ വേണ്ടെന്ന് നോക്കുന്നത്. വേർഡ്സ് ഇൻ ഡ്രൈ വെതർ പറഞ്ഞ ഉണങ്ങിയ കാലാവസ്ഥയിൽ വേർഡ്സ് ആണ്. വേർഡ്സ് ഇൻ വെറ്റ് വെതർ നനഞ്ഞ കാലാവസ്ഥയിൽ വേർഡ്സ് ആണ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ പന്നലാണ് അല്ലെങ്കിൽ ഓടിക്കാൻ പ്രയാസമാണ്, അങ്ങനെ. സെയിം ഇൻ ഡ്രൈ ഓർ ഡ്രൈ അല്ലെങ്കിൽ ഉണങ്ങിയതും അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥയും സെയിം. വേർഡ്സ് ഇൻ വെറ്റ് വെതർ പറഞ്ഞാൽ നനവുള്ള കാലാവസ്ഥയിൽ വണ്ടി ഓടിക്കുന്നത് വേർഡ്സ് ആണ്. പീപ്പിൾ വാക്കിംഗ് സ്ട്രെയിറ്റ്, വാക്കിംഗ് അലോങ് ഓർ ക്രോസിംഗ് ദ റോഡ് പറഞ്ഞ ആളുകൾ നടന്നു പോകും, നിങ്ങൾ എന്ത് ചെയ്യണം? ഹോൺ അടിക്കണം. പോലീസിന്റെ അടുത്ത് പറഞ്ഞ അവരെ മാറ്റി നിർത്താൻ പറയണം. ഷുഡ് ബി കൺസിഡേർഡ് ആസ് അമംഗ് ദ മെനി ഹസാർഡ്സ്, മറ്റ് അപകടത്തിനെ പോലെ അവരെയും കാണണം. ഇൻഎക്സ്പീരിയൻസ് ഡ്രൈവർ ഹാവ് ഇൻക്രീസ് ചാൻസ് ഓഫ് ക്രാഷ് റിസ്ക് ബിക്കോസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർ ആക്സിഡന്റ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ദേ ഹാവ് ഇംപ്രൂവ്ഡ് ഡ്രൈവിംഗ് സ്കിൽ, അവർക്ക് നല്ല സ്കിൽ ഉണ്ടായതുകൊണ്ട്. ദേ ആർ ഓൾവേസ് ഹറി, അവർ ധൃതിപ്പെടുന്നുണ്ട്. ദേ ആർ ലെസ് ഏബിൾ ടു പ്രെഡിക്ട് പോസിബിൾ പ്രോബ്ലം പറഞ്ഞാൽ പ്രോബ്ലങ്ങൾ അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രെഡിക്റ്റ്, ഹസാർഡ്, ജഡ്ജ്മെന്റ്, പ്രാക്ടീസ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മുടെ ആൻസറിലേക്ക് പോകണം. ഹൗ ലോങ് ഇറ്റ് ഈസ് ടു ബി എ ഗുഡ് ഡ്രൈവർ, ഒരു നല്ല ഡ്രൈവർ ആവാൻ എത്ര സമയം വേണം? 15 മണിക്കൂർ, 6 മാസം, മെനി ഇയേഴ്സ് പറഞ്ഞാൽ അധികം വർഷം. വാട്ട് ഈസ് ദ മെയിൻ ഫാക്ടർ ദാറ്റ് ഹെൽപ്സ് യു ടു ബി ബെറ്റർ ഡ്രൈവർ? ഒരു നല്ല ഡ്രൈവർ ആവാൻ ഇതിൽ എന്താണെന്നാണ്? ബീങ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അത് ശരിയാണ് ആൻസർ. പക്ഷേ അണ്ടർടേക്കിംഗ് ആസ് മെനി ലെസൺസ് ആസ് പോസിബിൾ. നമ്മളിവിടെ എല്ലാം സ്റ്റുഡൻസ് ആണ്, നമ്മൾ ഡ്രൈവറായിട്ട് കൂട്ടില്ല, നമ്മൾ സ്റ്റുഡൻസ് ആണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ക്ലാസ് എടുക്കാൻ പറ്റുമോ അത്രയും ക്ലാസ്സുകൾ എടുക്കും. അതാണ് ആൻസർ. ന്യൂ ഡ്രൈവേഴ്സ് ഹാവ് എ ഹൈ ക്രാഷ് റേറ്റ് ബിക്കോസ് പുതിയ ഡ്രൈവർ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട്? ഹാവ് നോട്ട് ഡൺ മെനി അവേഴ്സ് ഓഫ് ഡ്രൈവിംഗ് പ്രാക്ടീസ് പറഞ്ഞാൽ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്, കൂടുതൽ മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്, ഡിസ്ട്രാക്ട് ആവുന്നതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ്, നമ്മളിവിടെ സ്റ്റുഡൻസ് ആണ്, സോ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. ന്യൂ ഡ്രൈവർ ടെൻഡ് ടു ഫോക്കസ് മോർ ഓൺ മെക്കാനിക്കൽ സൈഡ് പറഞ്ഞാൽ പുതിയ ഡ്രൈവർ എപ്പോഴും ഗിയർ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അതിന്റെ വൈപ്പർ ഇടാനും ഇൻഡിക്കേറ്റർ ഇടാനും കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു റിസ്കി ആവാം, ഒരു അപകടകാരിയാവാം. അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട്? ദേ ആർ നോട്ട് ഏബിൾ ടു സീ ദ ഹസാർഡ്, അവർ അപകടത്തിനെ കാണുന്നില്ല. ദിയർ റിയാക്ഷൻ മൈ ബി ഐദർ സ്ലോ ഓർ എക്സാഗ്രേറ്റ്, ഇത് ചെയ്യുന്നത് മൂലം അവർ റിയാക്ഷൻ സ്ലോ ആയേക്കാം. ദിയർ റിയാക്ഷൻ ആൾവേ ലേറ്റ് ആയേക്കാം, സ്ലോ ആയേക്കാം. ഇതിന്റെ ആൻസർ ആണ് ദിയർ റിയാക്ഷൻ ഐദർ സ്ലോ ഓർ എക്സാഗ്രേറ്റ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു സ്കാൻ ദ റോഡ് സീൻ വെൻ യു ഡ്രൈവ്? നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കണം. മിറർ വഴി, ഹെഡ് ചെക്ക് വഴി നോക്കണം. നമുക്ക് ഉറക്കം വരാതിരിക്കാൻ, കൂടുതൽ അപകടത്തിനെ കാണാൻ വേണ്ടി, വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ ആൻസർ യു ആർ മോർ ലൈക്ലി ടു ആന്റിസിപ്പേറ്റ് പൊട്ടൻഷ്യൽ ഹസാർഡ്. ഈ ഡയഗ്രാമിൽ നോക്കുമ്പോൾ 2 സൈഡിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ടിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ണാടിയിൽ കാണാത്ത കാര്യത്തിനെയാണ്. ഇപ്പൊ ഇത്രയും അടുത്ത് വണ്ടികൾ വരുമ്പോൾ നമ്മൾ കണ്ണാടി കാണത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഹെഡ് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്, നീ ഡ്രൈവർ 2 സൈഡിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, നിങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സെറ്റ് അപ്പ് ദ റിയർ വ്യൂ മിറർ, നടുക്കുലത്തെ മിറർ സെറ്റ് ചെയ്യണം. നോ വെയർ യുവർ ബ്ലൈൻഡ് സ്പോട്ട്സ് ആർ ആൻഡ് ഡു എ ഹെഡ് ചെക്ക് റെഗുലർലി. ഇപ്പൊ ഞാൻ ബ്ലൈൻഡ് സ്പോട്ടിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഹെഡ് ചെക്ക് ചെയ്യണം റെഗുലർ ആയിട്ട്. ഹാവ് യുവർ ഐ സൈറ്റ് ചെക്ക്, നിങ്ങൾ കണ്ണ് പരിശോധിക്കണം. അല്ല, നമ്മൾ ഹെഡ് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഹെഡ് ചെക്ക് എന്ന് പറയും, ഷോൾഡർ ചെക്ക് എന്നും പറയും. യു ആർ എ, നിങ്ങൾ ഇവിടാണ്, എ ആണ്. വിച്ച് വെഹിക്കിൾ ആർ ഇൻ ബ്ലൈൻഡ് സ്പോട്ട്? ഏത് വണ്ടികളാണ് ബ്ലൈൻഡ് സ്പോട്ടിലുള്ളത്? ബി, സി, രണ്ടും അടുത്താണ്. അപ്പൊ രണ്ടും ബ്ലൈൻഡ് സ്പോട്ടിലാണ്. വിച്ച് ഡ്രൈവർ നീഡ്സ് ടു ഡു എ ഹെഡ് ചെക്ക് ടു സീ അതർ വെഹിക്കിൾ? ഇതിൽ ഏത് ഡ്രൈവർ ഹെഡ് ചെക്ക് ചെയ്യണം? സ്വാഭാവികമായിട്ട് എ ആണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, അന്നേരം ബി പുറകെ വരുന്നു, അന്നേരം എ വണ്ടിക്കാണ് ഹെഡ് ചെക്ക് ചെയ്യേണ്ടത്. ലേൺ ഡ്രൈവർ വിൽ കോൺസ്റ്റന്റ്ലി മേക്ക് ഗുഡ് ഡ്രൈവിംഗ് ഡിസിഷൻ. പുതിയ ഡ്രൈവർ എപ്പോൾ കറക്റ്റ് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റും? ഒൺലി ആഫ്റ്റർ എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം. സ്ട്രൈറ്റ് അവേ, ഉടൻ തന്നെ, കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷം അല്ല, എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് ഉള്ളതിന് ശേഷം. വൺ ഓഫ് ദ മെനി ടെക്നിക്സ് ടു സേഫ് ഡ്രൈവിംഗ് ഈസ്, ഇതിൽ ഏത് ടെക്നിക്കാ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം?
ട്രൈ ടു ഫോക്കസ് ഓൺ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് ദ വെഹിക്കിൾ, പറഞ്ഞ ഓപ്പറേഷൻസ്, പറഞ്ഞ വൈപ്പർ ഇടാൻ, ഗിയർ ഇടാൻ, അതിൽ ഫോക്കസ് ചെയ്യണം. ട്രൈ ടു പ്രെഡിക്റ്റ് വാട്ട് അതർ ഡ്രൈവർ വിൻ, മറ്റു ഡ്രൈവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാവുന്നത്. ടു ട്രൈ ടു സ്റ്റേ അഹെഡ്, മറ്റുള്ള വണ്ടികളുടെ മുന്നിൽ നീങ്ങണം, അല്ല പ്രെഡിക്റ്റ് ചെയ്യാൻ. വാട്ട് ഇസ് ദ വൺ വേ ഓഫ് ടെല്ലിംഗ് ദാറ്റ് യു ആർ ബിക്കമിംഗ് മോർ സ്കിൽഡ് ആസ് എ ഡ്രൈവർ, നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആകുന്നു അല്ലെങ്കിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു, അങ്ങനെ തിരിച്ചറിയാം. യുവർ കാർ കൺട്രോൾ, സ്പീഡ് കൺട്രോൾ ഇസ് മച്ച് മോർ സ്മൂത്ത്, നിങ്ങൾ കാറും സ്പീഡും കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ യു ഡ്രൈവ് ഫാസ്റ്റ്, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലെസൺ വണ്ടി കൺട്രോൾ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുമ്പോൾ. ന്യൂ ഡ്രൈവേഴ്സ് ദാറ്റ് ആർ പ്ലെന്റി ഓഫ് പ്രാക്ടീസ്, പുതിയ ഡ്രൈവറിന് കൂടുതൽ പ്രാക്ടീസ് വേണം. നോട്ടീസ് മോർ ഡേഞ്ചേഴ്സ് ഓൺ ദ റോഡ് അഹെഡ്, കൂടുതൽ അപകടത്തിനെ നോക്കാൻ വേണ്ടി, ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ വേണ്ടി ബ്രേക്ക് കൂടുതൽ അടിക്കാതിരിക്കുക. നോട്ടീസ് മോർ ഡേഞ്ചേഴ്സ് ഓൺ ദ റോഡ് അഹെഡ്. വാട്ട് ഇസ് വൺ വേ ഓഫ് ടെല്ലിംഗ് ദാറ്റ് യു ആർ ബിക്കമിംഗ് മോർ സ്കിൽഡ് ആസ് എ ഡ്രൈവർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആകുന്നു? യു നീഡ് ലെസ് അഡ്വൈസ് ഫ്രം യുവർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ. നിങ്ങൾ ചീത്ത ഡ്രൈവർ, പന്ന ഡ്രൈവർ ആണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, അഡ്വൈസ് തന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ലെസ് അഡ്വൈസ് മതി, പറഞ്ഞാൽ കുറഞ്ഞ അഡ്വൈസ് മതി, പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്റെ അർത്ഥമാണ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ വലിയത് പഠിച്ചു എന്ന് മനസ്സിലാക്കും. വാട്ട് ഈസ് ദ വൺ വേ ഓഫ് ടെല്ലിംഗ് ദാറ്റ് യു ആർ ബിക്കമിംഗ് മോർ സ്കിൽഡ് ആസ് എ ഡ്രൈവർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആവും? സെയിം ക്വസ്റ്റ്യൻ, ആൻസറും മിക്കവാറും സെയിം ആയിരിക്കും. യു മേക്ക് കറക്റ്റ് ഡിസിഷൻ ബിഫോർ യുവർ ഡ്രൈവർ ഇൻസ്ട്രക്ടർ ടെൽസ് യു വാട്ട് ടു ഡു. ഡ്രൈവർ ഇൻസ്ട്രക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കുന്നില്ല, പക്ഷെ ആൻസർ സോറി. In driving, what is defined as anything that can cause the driver to change direction, position or speed of the vehicle? നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ പൊസിഷൻ മാറും, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറും, അല്ലെങ്കിൽ സ്പീഡിന് വ്യത്യാസം വരും. അപ്പോൾ എ ഹസാർഡ് മൂവിംഗ് ഓർ നോട്ട് മൂവ്, എ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അപകടം, എ ഹസാർഡ് ദാറ്റ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് യുവർ ഡയറക്ഷൻ, ഹസാർഡ് ദാറ്റ് ഈസ് മൂവിംഗ് അവേ ഫ്രം ദ ഡയറക്ഷൻ. പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് മാറാനും അല്ലെങ്കിൽ പൊസിഷൻ മാറാനും അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാനും എപ്പോഴാണ് നിങ്ങളുടെ മുൻപിൽ ഒരു ഹസാർഡ്, ഒരു അപകടം വരികയോ, അത് ചിലപ്പോൾ മൂവ് ചെയ്യുന്നതാവാം, മൂവ് എന്ന് പറഞ്ഞാൽ നീങ്ങുന്നതാകാം, നീങ്ങുന്നത് ഉദ്ദേശിക്കുന്നത് കാറാവാം, ബൈസൈക്കിൾ ആവാം, മോട്ടോർ സൈക്കിൾ ആവാം, പെഡസ്ട്രിയൻ, ഓർ നോട്ട് മൂവിങ് എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്ത വണ്ടിയും ഒരു ഹസാർഡാണ്, റൗണ്ട് ബോട്ട് ഒരു ഹസാർഡാണ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒരു ഹസാർഡ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആണ് ആൻസർ. അവോയ്ഡിങ് ഹസാർഡ് ആൻഡ് സ്റ്റേയിങ് സേഫ് റിക്വയർസ് സ്കിൽ ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് ഫോർകാസ്റ്റ് വാട്ട് മേ ഹാപ്പൻ ആൻഡ്, പറഞ്ഞ അപകടം ഉണ്ട്, നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ എന്ത് അവോയ്ഡ് ചെയ്യണം? അവോയ്ഡിങ് ഹസാർഡ് ആൻഡ് സ്റ്റേയിങ് സേഫ് റിക്വയർസ് സ്കിൽ ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് ഫോർകാസ്റ്റ് ദാറ്റ് മേ ഹാപ്പൻ. പറഞ്ഞാൽ അപകടത്തിനെ ഒഴിഞ്ഞു പോകുന്നതും സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് സ്കില്ലാണ് ഇതിൽ ആവശ്യം? ബി ഏബിൾ ടു ക്വിക്ലി റെക്കഗ്നൈസ് ദ ഡിസിഷൻ ഓഫ് അതർ ഡ്രൈവർ, മറ്റ് ഡ്രൈവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കണം. ബി ഏബിൾ ടു ക്വിക്ലി ഐഡന്റിഫൈ ദ ഡ്രൈവിംഗ് സ്കിൽസ് ഓഫ് ദ, മറ്റ് ഡ്രൈവറിന്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ പറ്റി അറിയാൻ സാധിക്കുന്നു. ബി ഏബിൾ ടു മേക്ക് ക്വിക്ക് ഡിസിഷൻ ഓൺ അപ്രോപ്രിയേറ്റ് ആക്ഷൻ റിയാക്ഷൻ, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു. ഫസ്റ്റ് ബി ഏബിൾ ടു മേക്ക് ക്വിക്ക് ഡിസിഷൻ ഓൺ ദ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, പറഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ബി ഏബിൾ ടു ക്വിക്ലി റെക്കഗ്നൈസ് ദ ഡിസിഷൻ, നിങ്ങൾ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യാൻ, പക്ഷെ അല്ല ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, വെൻ ഡ്രൈവിംഗ് ഹൗ ക്യാൻ യു അവോയ്ഡ് മെനി ഹസാർഡ്സ് ഓൺ ദ റോഡ് ആൻഡ് ബി സേഫ് ഡ്രൈവ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറെ അപകടങ്ങൾ വരും, അതിനെയൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്ത് സേഫ് ആയിട്ട് പോകണം? ബൈ ഓൾവേസ് ലുക്കിംഗ് ഇൻ ദ മിററിൽ എപ്പോഴും നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ബൈ ആന്റിസിപ്പേറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് വാട്ട് മേ ഹാപ്പൻ, പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നാണ്, പറഞ്ഞാൽ മുൻകൂട്ടി അറിയാൻ സാധിക്കണമല്ലേ, അപ്പൊ അത് തന്നെയാണ് ആൻസർ. ബൈ ആന്റിസിപ്പേറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് വാട്ട് മേ ഹാപ്പൻ. യു ആർ ഡ്രൈവിംഗ് ഓൺ എ ബിസി സ്ട്രീറ്റ് ആൻഡ് സംതിങ് കോസ്ഡ് യു ടു ബ്രേക്ക് ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ, പറഞ്ഞാൽ ഒരു ബിസി ആയിരിക്കുന്ന റോഡാണ്, പറഞ്ഞാൽ ഒരു സംഭവം മൂലം നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് അടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു കാണും എന്നാണ് ക്വസ്റ്റ്യൻ. യു ജസ്റ്റ് അവോയ്ഡഡ് ആൻ ആക്ച്വൽ ഹസാർഡ്, നിങ്ങൾ ഒരു അപകടത്തിനെ മറികടന്നിരിക്കുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിരിക്കുന്നു. യു ജസ്റ്റ് ഹാഡ് നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു. യു ആർ പ്രാക്ടീസിങ് ഹസാർഡ് പ്രിസിഷൻ എബിലിറ്റി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ല നിങ്ങൾ ഒരു ഹസാർഡിനെ മറികടന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തു. In driving, hazard is defined as anything that causes the driver to change of direction, position or speed of the vehicle. Which one is a hazard? ഹസാർഡ് എന്ന് പറഞ്ഞാൽ, അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് സ്പീഡ് ആവാം, പൊസിഷൻ ആവാം, ഡയറക്ഷൻ ആവാം, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ആവാം. ഇതിൽ ഏതാണ് ഹസാർഡ്? എ ഗിവ് വേ സൈൻ ഹെഡ്, മറ്റുള്ളവർക്ക് വഴി കൊടുക്കുന്ന സൈൻ. എ റൗണ്ട് അബൌട്ട് ഹെഡ്, റൗണ്ട് ബോട്ട് ആകാം. ചിൽഡ്രൻ പ്ലേയിങ്, പിള്ളേർ കളിക്കുന്നു. എ റൗണ്ട് ബോട്ട് ഹെഡ്, റൗണ്ട് ബോട്ട് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഹസാർഡ്. These are some of the important skills that will make you a safer driver. ഇതിൽ ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് ഒരു സേഫ് ഡ്രൈവർ ആയിരിക്കാൻ? നോയിങ് വെൻ ടു ടേൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അറ്റ് ദ ജംഗ്ഷൻ, എപ്പം ലെഫ്റ്റിലോ റൈറ്റിലോ തിരിയാം നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. നോയിങ് വാട്ട് ഹസാർഡ് ടു ലുക്ക് ഫോർ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷനിൽ എന്തെല്ലാം അപകടം വരാം എന്ന് നോക്കുന്നത്. നോയിങ് വെർ ടു ഫൈൻഡ്, എവിടെ ഹസാർഡ് ഉണ്ടെന്ന് നോക്കാൻ.
അപ്പൊ ആൻസർ നോയിങ് വാട്ട് ഹസാർഡ് ടു ലുക്ക് ഫോർ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ, എവിടൊക്കെ ഹസാർഡ് വരാം എന്ന് നോക്കാൻ വേണ്ടി. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഹസാർഡ്സ് ഓൺ ദ റോഡ് ഇറ്റ് ഈസ് റിക്വേർഡ് ഫോർ ദ ഡ്രൈവർ ടു, ഹസാർഡിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു മുൻകൂട്ടി കാണണം. അപ്പൊ ആൻസർ നോക്കാം. ഹാവ് എബിലിറ്റി ടു ഓപ്പറേറ്റ് ദ വെഹിക്കിൾ സ്കിൽ, ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ. ഹാവ് ദ പേഷ്യൻ ടു സ്റ്റേ ഇൻ ക്യൂയിൽ പേഷ്യൻസ് ആയിട്ട് നിൽക്കുമ്പോൾ. ഹാവ് ദ സ്കിൽ ടു ഫോർകാസ്റ്റ് വാട്ട് മേ ഹാപ്പൻ, എന്ത് മുൻകൂട്ടി നടക്കും എന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കണം. യു ആർ ഫീലിംഗ് സ്ലീപ്പി വെൻ യു ഡിസൈഡ് ടു ഡ്രൈവ് ഫോർ എൻ ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്, നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഉറക്കം വരും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിതനാണ്. അപ്പം യു ആർ നൗ എ ഹസാർഡ് ടു യുവർ സെൽഫ്, നിങ്ങളെ തന്നെ ഒരു അപകടമാണ്. യു ആർ നൗ എ ഹസാർഡ് ടു അതർ, നിങ്ങൾ മറ്റുള്ളവർക്ക് അപകടം. യു ആർ നൗ എ ഹസാർഡ് ടു യുവർ സെൽഫ് ആൻഡ് ടു അതർ, നിങ്ങൾക്കും മറ്റുള്ളവർക്കും അപകടകാരിയാണ്. അപ്പൊ അതാണ് ഓക്കെ രണ്ടുപേർക്കും. വെൻ ഡ്രൈവിംഗ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി അവെയർ ഓഫ് യുവർ സെൽഫ്, ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. വൈ, എന്തുകൊണ്ട്? ബിക്കോസ് യുവർ ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അഫക്ട്സ് യുവർ ഡ്രൈവർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഫിസിക്കലും മെന്റൽ കണ്ടീഷനും നിങ്ങളുടെ ഡ്രൈവിംഗ് കണ്ടീഷനെ ബാധിച്ചേക്കാം. അപ്പൊ അത് തന്നെയായിരിക്കും ആൻസർ, എങ്കിലും അടുത്ത് നോക്കാം. ബിക്കോസ് ഡ്രൈവിംഗ് മോസ്റ്റ്ലി ഇൻവോൾവ്സ് മെന്റൽ ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഡ്രൈവിംഗ് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, രണ്ടും മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ അഫക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. ഡ്രൈവിംഗ് ഓൺ എ കൺജസ്റ്റഡ് റോഡ്, ഹൗ ക്യാൻ യു റിഡ്യൂസ് യുവർ റിയാക്ഷൻ ടൈം വെൻ റെസ്പോണ്ടിങ് ടു ഹസാർഡ്, നിങ്ങൾ വളരെ ആളുള്ള സ്ഥലത്ത് വണ്ടി ഓടിക്കുന്നു, പെട്ടെന്നൊരു അപകടം വന്നു, അന്നേരം നിങ്ങൾക്ക് എങ്ങനെ റിയാക്ഷൻ ടൈം പറഞ്ഞ ഫ്രണ്ട് ഒരു അപകടം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തണം, അതിന് എന്ത് ചെയ്യും? സ്റ്റേ ഓൺ സ്ലോ ലെയിൻ ആൾവേസ്, എപ്പോഴും സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ സ്ലോ ലൈനിൽ വണ്ടി ഓടിക്കണം. കൺട്രോൾ യുവർ സ്പീഡ്, നിങ്ങളുടെ സ്പീഡിനെ കൺട്രോൾ ചെയ്യണം. പവർ ദ ബ്രേക്ക് പെഡലിന്റെ മേളിൽ കാല് വെച്ചുകൊണ്ട് ഓടിക്കണം. ഫോക്കസ് യുവർ വിഷൻ ടു ദ ഫ്രണ്ട്, മുന്നിൽ നോക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ ആണ് കൺജസ്റ്റഡ് ഏരിയ ആണ്, വണ്ടി മുമ്പോട്ട് പോകുന്നു, പെട്ടെന്ന് ഒരു അപകടം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? കൺട്രോൾ യുവർ സ്പീഡിനെ കൺട്രോൾ ചെയ്തിട്ട് ബ്രേക്ക് പെഡലിൽ കവർ ചെയ്തു. യു ആർ ഡ്രൈവിംഗ് ഇൻ എ കൺജസ്റ്റഡ് ബിസി ഏരിയ, പിന്നെയും അതേ ക്വസ്റ്റ്യൻ. ബിസി ഏരിയ അല്ലെങ്കിൽ ആളുകൾക്കുള്ളത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ വണ്ടി ഓടിക്കുന്നു. ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫോർ ഹസാർഡ്സ് ഇൻ എൻവയോൺമെന്റ്, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കും? സ്ലോ ഡൗൺ ആൻഡ് കവർ ദ പെഡൽ, സെയിം ക്വസ്റ്റ്യൻ സെയിം ആൻസർ എന്ന് വേണമെങ്കിൽ പറയാം. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു ആന്റിസിപ്പേറ്റ് ദ ആക്ഷൻ ഓഫ് അതർ ഡ്രൈവർ, നിങ്ങൾ മറ്റുള്ളവരുടെ ഡ്രൈവറിന്റെ എന്ത് ചെയ്യുന്നു എന്ന് മുൻകൂട്ടി കാണണം. എന്തുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. സോ യു ക്യാൻ ക്വിക്ലി ഡിസൈഡ് ഓൺ ഹൗ ടു അവോയ്ഡ് ഹസാർഡ്, സോ യു ക്യാൻ ബ്രേക്ക് സഡൻലി ആൻഡ് അവോയ്ഡ് എ ക്രാഷ്, സോ യു ക്യാൻ സ്പീഡ് അപ്പ് ആൻഡ് അവോയ്ഡ് ഹസാർഡ്. ആൻസർ ഇതാണ്. അവൻ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും, അതുമൂലം നമുക്ക് അപകടത്തിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവിംഗ് ഓൺ എ കൺജസ്റ്റഡ് റോഡ്, പിന്നെ ബിസി ആയിരിക്കുന്ന ഏരിയ. വിച്ച് സിനാരിയോ മേ ക്രിയേറ്റ് എ ഹസാർഡിയസ് സിറ്റുവേഷൻ ടു യു, ഇതിൽ ഏത് സിനാരിയോ ആണ് നിങ്ങൾക്ക് ഒരു അപകടമാവുക? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അപകടമാവാവുന്ന രീതിയിലുള്ള ഏത് സിനാരിയോയിലാണ് ഈ 3 ആൻസറിലുള്ളത്? ടാക്സി സഡൻലി സ്റ്റോപ്പിംഗ് ഫോർ പാസഞ്ചറിന് വേണ്ടി ഈ ടാക്സികൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിർത്തും, അതും ഒരു അപകടകരമാവാം. കാർ സിഗ്നലിംഗ് ടു ടേൺ, ലെഫ്റ്റിലോട്ട് തിരിയുന്ന വണ്ടികൾ. എ ടാക്സി ഡ്രോപ്പിംഗ് ഓഫ് പാസഞ്ചർ ഓൺ ദ സൈഡ്, റോഡിന്റെ സൈഡിൽ പാസഞ്ചറിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, അതെന്തായാലും ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത് തന്നെയാണ്, പെട്ടെന്ന് മറ്റ് പാസഞ്ചേഴ്സ് വേണ്ടി ടാക്സി പെട്ടെന്ന് നിർത്തുന്നത് നിങ്ങൾക്ക് ഒരു അപകടമാകും. യു ഒബ്സർവ് എ പെഡിസ്ട്രിയൻ റൈസിംഗ് ഇൻ ഹാൻഡ് ആൻഡ് ഇഫ് ദ കോളിംഗ് അറ്റൻഷൻ ഓഫ് സംബഡി, വാട്ട് മേ ഹാപ്പൻ നെക്സ്റ്റ്? ഒരു പെഡിസ്ട്രിയൻ, ഒരു കാൽനട യാത്രക്കാരൻ അവിടെ നിന്നുകൊണ്ട് കൈ കാണിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? ഈ ആൻസറുകളിൽ നമുക്ക് നോക്കാം. എ പോലീസ് കാർ സൗണ്ടിങ് ഇൻ സൈൻ, പോലീസ് വന്നേക്കാം, സൈറൺ കൊണ്ട്. ടാക്സി സഡൻലി സ്റ്റോപ്പിംഗ് ഇൻ മേ ബി ഒരു ടാക്സി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നേക്കാം. എ ടാക്സി ഡ്രോപ്പിംഗ് ഓഫ് പാസഞ്ചറിനെ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പൊ ഇതാണ് ആൻസർ. നിങ്ങളുടെ മുമ്പിൽ ഒരു ടാക്സി വന്ന് നിന്നേക്കാം, അവൻ ഒരു ടാക്സി ആയിരിക്കും വിളിക്കുന്നത്. ഹൗ ക്യാൻ സ്റ്റേയിങ് കാം ഹെൽപ്പ് യു വെൻ ഡ്രൈവിംഗ് ഇൻ എ കൺജസ്റ്റഡ്, നിങ്ങൾ വളരെ ബിസി ആയിരിക്കുന്ന ഏരിയയിൽ നിങ്ങൾ എന്തുകൊണ്ട് കാമായിട്ട് പോകണം, സൗമ്യമായിട്ട് പോകണം? ഇറ്റ് ഹെൽപ്സ് യു ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് അതർ, മറ്റ് ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ടച്ചിലായിരിക്കാൻ. ഇറ്റ് ഹെൽപ്സ് യു ടു ഡ്രൈവ് ഫാസ്റ്റ്, പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ. ഇറ്റ് ഹെൽപ്സ് യു ടു സ്റ്റേ ഇൻ കൺട്രോൾ ഓഫ് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് വണ്ടി ഓടിക്കാൻ. ഇതാണ് കറക്റ്റ് ഈസി ആൻസർ ആണ്. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു സ്റ്റേ കാം വെൻ ഡ്രൈവ്? അഗൈൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങൾ എന്തുകൊണ്ട് സമയമായിട്ട് വണ്ടി ഓടിക്കണം? ഇറ്റ് ഹെൽപ്സ് യു ടു സീ ഫാർ ആൻഡ് വൈഡ്, നിങ്ങൾക്ക് ദൂരെയും വിസ്താരത്തിലും കാണാൻ വേണ്ടി. It helps you to stay in control ആവാൻ വേണ്ടി. It allows you to stay on the driver's seat in case of പെട്ടെന്ന് വണ്ടി നിർത്താൻ അല്ല, കൺട്രോളിന് വേണ്ടി. ഡ്രൈവിംഗ് ഓൺ എ കൺജസ്റ്റഡ് റോഡ്, വിച്ച് സിനാരിയോ ക്യാൻ പൊട്ടൻഷ്യലി ഹസാർഡ് ടു യു? ഇതിൽ ഏത് സിനാരിയോ ആണ് ഒരു ബിസി റോഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴുള്ളത്? എ പാർക്ക് ടാക്സി വിത്ത് ഇറ്റ് ഹസാർഡ് ലൈറ്റ്സ് ഓൺ, പിന്നെ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്ത് പാർക്ക് ചെയ്ത വണ്ടി, എന്നാലും അത് ഹസാർഡ് ആവാത്തില്ല. എ കാർ സിഗ്നലിംഗ് ടു എൻ്റർ എ പാർക്കിംഗ് സ്പോട്ട് ഇൻ ദ റൈറ്റ്, പാർക്കിംഗ് സ്പോട്ടിൽ എൻ്റർ ആവുന്ന വണ്ടി. ഇനി സെക്കൻഡ് വായിച്ചു നോക്കാം. എ കാർ ഇൻ ദ ഫ്രണ്ട് റിവേഴ്സിംഗ് ഔട്ട് ഓഫ് എ പാർക്കിംഗ് ലോട്ട്, പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഒരു വണ്ടി റിവേഴ്സ് വരിക, അപ്പം അത് തന്നെയാണ് അപകടം.
ഓക്കെ. സെലക്ട് ടു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ടു അവോയ്ഡ് ഹസാർഡ്. ഇതിൽ ഏതാണ് ഒരു അപകടത്തിനെ ഒഴിവാക്കണമെങ്കിൽ ഇതിൽ ഏതാണ് ശരി? സ്കാനിങ് ആൻഡ് ആന്റിസിപ്പേഷൻ. സെയിം ആൻസർ. നമ്മൾ ആദ്യം മുതൽ പറയുന്ന സാധനം നമ്മൾ എപ്പോഴും സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ മുൻകൂട്ടി കാണണം. ആന്റിസിപ്പേറ്റിംഗ്. കൺട്രോൾ ഓഫ് സ്പീഡ്, ഗീവ് വെയിറ്റ് ജംഗ്ഷൻ, സ്റ്റേ കാം, ഡു നോട്ട് ഓവർടേക്ക്. അപ്പൊ അതാണ് സ്കാനിങ് ആൻഡ് ആന്റിസിപ്പേറ്റിംഗ്. സ്കാൻ ചെയ്യണം, ചുറ്റും നോക്കണം, മുൻകൂട്ടി കാണാൻ സാധിക്കണം. യു ഡു നോട്ട് ബിക്കം എ ഹസാർഡ് ടു യുവർ സെൽഫ് ഓർ ടു അതേഴ്സ് ബിക്കോസ് നിങ്ങൾ മറ്റുള്ളവർക്കോ നിങ്ങൾക്കോ ഹസാർഡ് ആവാൻ ചാൻസ് ഇല്ല. എങ്ങനെ? യു ആർ കാം ആൻഡ് കൺട്രോൾ യുവർ. നിങ്ങൾ സൗമ്യമായി കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കണം. വേറെ ആൻസേഴ്സ് വായിച്ചു നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ആൻസർ. വെൻ എ ട്രക്ക് ഇസ് ടേണിംഗ് ഇൻ ടു കൺജസ്റ്റഡ് റോഡ്, വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് ദ ടേൺ ഈസിയർ? ഒരു കൺജസ്റ്റഡ് റോഡാണ്, ട്രക്ക് അവിടെ വളയുന്നു. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ ഈസി ആവാൻ എന്ത് ചെയ്യണം? അലൗ ഫോർ മോർ സ്പേസ് ടു മനൂവർ. കൂടുതൽ സ്പേസ് കൊടുക്കണം. പൊസിഷൻ യുവർ കാർ ആസ് വുഡ് വിത്ത് സ്മാൾ കാർ. സ്മാൾ കാറിന്റെ കൂടെ നിങ്ങൾ പൊസിഷനിലായിരിക്കണം. ഗീവ് യുവർ സെൽഫ് പ്രയോറിറ്റി. നിങ്ങൾ ആ സ്പേസ് കൊടുക്കണം. ട്രക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്പേസ് കൊടുക്കണം. ഓക്കെ, അതാണ് ആൻസർ. ഈസി. വാട്ട് ഇസ് എ ഡേഞ്ചർ വെൻ യു പൊസിഷൻ യുവർ കാർ വെരി ക്ലോസ് ടു എ ഹെവി ട്രക്ക് ഓൺ ദ റോഡ്? ഒരു ട്രക്ക് പോകുന്നു, അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾ വണ്ടി ഓടിച്ചാൽ എന്താണ് അപകടം? ക്ലോസർ യു ആർ ബെറ്റർ. നല്ല ഒരു സംഭവമാണ്. ട്രക്ക് ഡ്രൈവർ മേ നോട്ട് സീ യു. ട്രക്ക് ഡ്രൈവർ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം. ട്രക്സ് നീഡ് മോർ സ്പേസ്. കൂടുതൽ സ്പേസ് വേണം. അല്ല, നിങ്ങൾ അടുത്ത് ഓടിച്ചാൽ ട്രക്ക് ഡ്രൈവർ നിങ്ങൾ കാണത്തില്ല. യു ആർ എൻറ്ററിംഗ് എ ടി ജംഗ്ഷൻ ആൻഡ് ട്രക്ക് ഇസ് ടേണിംഗ് യുവർ വേ. വാട്ട് ഷുഡ് യു ഡു? ഒരു ടി ജംഗ്ഷനിൽ നിങ്ങൾ എത്തി, ട്രക്ക് വളയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? സ്പീഡ് അപ്പ്, ടേൺ ഹെഡ് ഓഫ് ദ ട്രക്ക്. ട്രക്കിന് മുന്നിൽ നിങ്ങൾ വളഞ്ഞിരിക്കണം. സ്റ്റോപ്പ് ക്ലോസ് ടു സ്റ്റോപ്പ് ലൈൻ. സ്റ്റോപ്പ് ലൈനിന്റെ തൊട്ടടുത്ത് തന്നെ പോയി നിൽക്കണം. അലോ ഫോർ മോർ സ്പേസ് ടു ടേൺ. ട്രക്ക് വളയുമ്പോൾ നിങ്ങൾ എന്താണ്? കൂടുതൽ സ്പേസ് കൊടുക്കണം, അലോ ചെയ്യണം. ഇഫ് യു ആർ പാസിംഗ് എ ട്രക്ക് ഓൺ എ ഹൈവേ, വൈ ഷുഡ് യു ഹോൾഡ് ടു സ്റ്റിയറിംഗ് ഫേംലി? നിങ്ങളൊരു ഹൈവേയിൽ യാത്ര ചെയ്യുന്നു, ട്രക്ക് നിങ്ങളുടെ സൈഡിൽ പോകുന്നു, അപ്പൊ നിങ്ങളുടെ സ്റ്റിയറിംഗിനെ നിങ്ങൾ ഇച്ചിരി മുറുകെ പിടിക്കണം. എന്തുകൊണ്ട്? നമ്മൾ ഇത് ആദ്യം ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, കോമൺ ക്വസ്റ്റ്യനിൽ. നമുക്ക് അടിമുതൽ താഴെ വായിച്ചു നോക്കാം. സ്പേസ് അറൌണ്ട് ട്രക്ക് ഇസ് റെസ്ട്രിക്റ്റ് ആണ്. ട്രക്ക് മേ വോബിൾ. ട്രക്ക് മറിഞ്ഞേക്കാം. ദ ടർബുലൻസ് അറൌണ്ട് ദ വെഹിക്കിൾ മേ കോസ് വൈബ്രേഷൻ ഓൺ ദ സ്റ്റിയറിംഗ്. ഞാൻ പറഞ്ഞ പോലെ ട്രക്കിന് സൈഡിൽ പോകുമ്പോൾ എന്താണ്? ഒരു ടർബുലൻസ് ഉണ്ടാവും, ഒരു കാറ്റ് പോലെ വീശും. അപ്പം അതുമൂലം വൈബ്രേഷൻ ഉണ്ടാവും. അങ്ങനെ വണ്ടി അനങ്ങാതെയും കുലുങ്ങാതെ പോകണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചു പോകണം. അപ്പൊ അതാണ് ആൻസർ. ടർബുലൻസ് അറൌണ്ട് ദ വെഹിക്കിൾ മേ കോസ് വൈബ്രേഷൻ ഓൺ ദ സ്റ്റിയറിംഗ്. Okay. When driving close to the loaded truck, why should I avoid stopping suddenly in the front of it? നിങ്ങൾ ട്രക്കിന്റെ മുന്നിൽ പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ പോയി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ട്രക്ക് മേ നോട്ട് ഹാവ് ഇനഫ് ടൈം ടു സ്റ്റോപ്പ് ഫോർ യു. ട്രക്കിന് കൂടുതൽ സമയം കിട്ടത്തില്ല വണ്ടി നിർത്താൻ വേണ്ടി. ട്രക്ക് ഡ്രൈവർ കനോട്ട് സീ ഫ്രം ദ ഹൈ. പുറകിൽ നിന്ന് നിങ്ങളെ കാണാൻ സാധിക്കില്ല. ട്രക്ക് ഡ്രൈവർ നീഡ്സ് റെസ്റ്റ് ടൈം ടു ടൈം. ട്രക്ക് ഡ്രൈവറിന് റെസ്റ്റ് വേണം. അല്ല, ഇതാണ് ആൻസർ. പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റത്തില്ല. വൈ ഷുഡ് യു എക്സ്പീരിയൻസ് പേഷ്യൻസ് വെൻ ഫോളോയിങ് എ സ്ലോ മൂവിംഗ് ട്രക്ക്? ഒരു പെതുക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്കുക. അങ്ങനെ ചെയ്യല്. നിങ്ങൾ പേഷ്യൻസ് ആയിരിക്കണം. പേഷ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ സൗമ്യമായിട്ട് പോകണം. എന്തുകൊണ്ട്? ട്രക്സ് ആർ സപ്പോസ് ടു ബി സ്ലോ. അല്ലെങ്കിലും അങ്ങനെ സ്ലോ ആയിട്ടേ പോകും. ലോഡ് മേ ബി ടു ഹെവി ടു മൂവ് ഫാസ്റ്റർ. അതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് കൂടുതൽ ലോഡ് കാണും. അതുമൂലം അത് ഫാസ്റ്റ് ആയിട്ട് പോകാതിരുന്നത് കൊണ്ടായി. ഇറ്റ് ബെസ്റ്റ് ടു ഓവർടേക്ക് ക്വിക്ലി. പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം. അല്ല, നമ്മൾ എന്തുകൊണ്ട് പേഷ്യൻസ് ആയിട്ട് പോകണം? അതിനകത്ത് കൂടുതൽ സാധനങ്ങൾ കാണും, നല്ല ഹെവി ആയിട്ടുള്ള ഭാരമേറിയ സാധനം കാണും. അതുകൊണ്ടായിരിക്കും അത് ഫാസ്റ്റ് ആയിട്ട് പോകാത്തത്. ഓക്കെ. സേഫ്ലി ഡീൽ വിത്ത് ഹെവി ട്രക്സ് ഓൺ ദ റോഡ് ബൈ. എങ്ങനെ ഹെവി ട്രക്കുമായിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഡീൽ ചെയ്യാം? നോട്ട് ഡ്രൈവിംഗ് ഓൺ ഇറ്റ്സ് ഫ്രണ്ട് അറ്റ് ഓൾ. ഫ്രണ്ടിൽ എപ്പോഴും വണ്ടി ഓടിക്കരുത്. ഫ്ലോയിങ് ഇറ്റ് ആസ് ക്ലോസ് ആസ് പോസിബിൾ. എത്രയും അടുത്ത് ഓടിക്കാൻ പറ്റുമോ അത്രയും ഓടിക്കണം. നോട്ട് ഡ്രൈവിംഗ് ഓൺ ഇറ്റ്സ് ബ്ലൈൻഡ് സ്പോട്ട് കണ്ടിന്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ കാണാത്ത സ്ഥലമാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പൊ അത് തന്നെയാണ് ആൻസർ. നിങ്ങൾ എപ്പോഴും അവരുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഓടിക്കില്ല. ചിലപ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ വന്നേക്കാം, നിങ്ങളെ കാണത്തുമില്ല. ആസ് എ സേഫ് ഡ്രൈവർ ഡീലിംഗ് വിത്ത് ഹെവി ട്രക്സ് ഓൺ ദ റോഡ്, വാട്ട് ഷുഡ് ബി അവോയ്ഡിങ്? നിങ്ങളൊരു സേഫ് ഡ്രൈവർ ആണെങ്കിൽ, ഒരു ട്രക്ക് സൈഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യണം. എന്ത്? ആർഗ്യൂ വിത്ത് ട്രക്ക് ഡ്രൈവർ ഹൂ മേ ബി ടയർഡ് ഡ്യൂ ടു ലോങ് വർക്കിംഗ് അവർ. ചിലപ്പോൾ അവൻ ഭയങ്കര ക്ഷീണിതനാവാം, ആ ഡ്രൈവർ ട്രക്കിന്റെ. സോ അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കില്ല, പറഞ്ഞ അടി ഉണ്ടാക്കാൻ നിൽക്കില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. ഹലോ മോർ സ്പേസ് എസ്പെഷ്യലി വെൻ ട്രക്സ് ആർ ടേണിംഗ് ഇൻ ടു സ്പെഷ്യൽ ടി ജംഗ്ഷനിൽ സ്പേസ് കൊടുക്കണം. പൊസിഷൻ യുവർ സെൽഫ് ആൻഡ് ദ ട്രക്ക് ഡ്രൈവേഴ്സ് ക്യാൻ ഈസിലി സീ യു. പക്ഷേ ഇതിന്റെ ബെസ്റ്റ് ആൻസർ എന്താണ്? അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കില്ല. വെനെവർ പോസിബിൾ അവോയ്ഡ് ദിസ് ഡേഞ്ചറസ് ആക്ഷൻ ഓൺ ദ റോഡ്. പറഞ്ഞാൽ ഈ അപകടത്തെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഗീവ് വേ അറ്റ് ജംഗ്ഷൻ വിത്ത് സ്റ്റോപ്പ് സൈൻ. സ്റ്റോപ്പ് സൈനിൽ നിങ്ങൾ വഴി കൊടുക്കണം. ടു സഡൻലി സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രക്ക്. എത്രയും പെട്ടെന്ന് വണ്ടിയുടെ ട്രക്കിന്റെ മുന്നിൽ നിർത്തുന്നത്. ടു എക്സലേറ്റ് വെൽ ഹെഡ് ഓഫ് ദ ട്രക്ക്. ട്രക്കിൽ നിന്ന് കൂടുതൽ ദൂരം ആക്സിലേറ്റർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിർത്താൻ പാടില്ല. ഇതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായേക്കാം. ഇഫ് യു പാസ് എ ഹെവി ട്രക്ക് ഓൺ റൈറ്റ് സൈഡ്, ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ്. നിങ്ങളോട് ഹെവി ട്രക്ക് റൈറ്റ് സൈഡിൽ കൂടെ പോവാണ്. സ്റ്റിയറിംഗ് എവിടെ? ലെഫ്റ്റ് സൈഡ്. ഡ്രൈവറുടെ അവിടെ നിന്ന് ലെഫ്റ്റിൽ. അപ്പൊ നിങ്ങളുടെ അവരുടെ റൈറ്റ് സൈഡിൽ പോവാണെങ്കിൽ എന്താണ് ഒരു പോസിബിലിറ്റി? ദ ട്രക്ക് ഡ്രൈവർ മേ നോട്ട് ഗീവ് വേ. നിങ്ങൾക്ക് വഴി തരത്തില്ല ട്രക്ക് ഡ്രൈവർ. ട്രക്ക് ഡ്രൈവർ മേ സീ യു ഈസിലി. നിങ്ങൾ ഈസിലി ആയിട്ട് കാണാൻ പറ്റും. ട്രക്ക് ഡ്രൈവർ മേ നോട്ട് സീ യു. നിങ്ങളെ കണ്ട. ദ ട്രക്ക് ഡ്രൈവർ മേ നോട്ട് സീ യു.
ചിലപ്പോൾ നിങ്ങളെ കണ്ടേക്കില്ല. നിങ്ങളെ ട്രക്ക് ഡ്രൈവർ ലെഫ്റ്റിലായിരിക്കുന്നത്, അന്നേരം സ്വാഭാവികമായിട്ട് റൈറ്റിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ ട്രക്ക് ഡ്രൈവർ ചിലപ്പോൾ നിങ്ങളെ കാണത്തില്ല. ആസ് എ സെൻസിബിൾ റെസ്പോൺസിബിൾ ഡ്രൈവർ ഓൺ ദ റോഡ് അവോയ്ഡ് ഡൂയിങ് ദിസ് ടു ട്രക്ക് ഡ്രൈവർ. നിങ്ങളൊരു റെസ്പോൺസിബിൾ ഡ്രൈവറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിയുള്ള ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. എന്ത്? നമ്മൾ താഴെ മുതൽ വായിക്കാം. കീപ് എ ലോങ്ങർ ഫോളോയിങ് ഡിസ്റ്റൻസ് വെൻ ഡ്രോവിംഗ് യുവർ സ്റ്റോപ്പ് ബിഹൈൻഡ്. നല്ലൊരു ഡിസ്റ്റൻസ് കൊടുക്കണം. കൺസിഡർ ദ ഡ്രൈവേഴ്സ് കണ്ടീഷൻ ഹു കുഡ് ബി ടയർഡ് ഡ്യൂ ടു വരുമ്പോൾ നിങ്ങൾ അവരുടെ മേ ബി അവർ കൂടുതൽ വണ്ടി ഓടിച്ച് വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ അവരെ കൺസിഡർ ചെയ്യണം. ബ്ലാസ്റ്റിംഗ് യുവർ ഹോൺ വിത്ത് ഇന്റൻഷൻ ടു ഫോഴ്സ് ദ ഡ്രൈവർ ടു ഡ്രൈവ് ഫാസ്റ്റർ. നിങ്ങൾ അവന്റെ പുറകെ നിന്നുകൊണ്ട് ഹോൺ അടിക്കണം, എങ്കിൽ അവര് ഇന്ന് പോകാൻ വേണ്ടി. അപ്പം ഇതാണ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഹോൺ അടിക്കാൻ പാടില്ല. As a safe driver, how would you deal safely with other driver user, especially when turning at junction? ജംഗ്ഷനിൽ ഒരാൾ തിരിയുവാണെങ്കിൽ, നിങ്ങളൊരു സേഫ് ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം? ലുക്ക് ബോത്ത് വേസ് ആൻഡ് പ്രൊസീഡ് as quickly as possible. രണ്ട് വഴിയിലും നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. ലുക്ക് ഔട്ട് ഫോർ മോട്ടോർ സൈക്ലിസ്റ്റ്. ഇഫ് യു ഡു നോട്ട് യു മേ നോട്ട് സീ ദം. നിങ്ങൾ മോട്ടോർ സൈക്കിളിനെ നോക്കി കൊണ്ടുപോകണം. ടേൺ വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ് ആൻഡ് കൺഫേമിംഗ് ഇറ്റ് ഇസ് സേഫ് ഫോർ ഓൾ. ഇൻഡിക്കേറ്റ് ഇല്ലാതെ ടേൺ ചെയ്യണം. അല്ല, നിങ്ങൾ ചിലപ്പം അതുവഴി മോട്ടോർ സൈക്കിൾ വന്നേക്കാം, സോ അവരെ നോക്കണം, അവരെ നോക്കിക്കൊണ്ടു പോകണമെന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഡ്യൂ ടു ദ സൈസ് ദേ മേ ബി ഡിഫിക്കൽട്ട് ടു സീ, എസ്പെഷ്യലി അറ്റ് ഹയർ സ്പീഡ് ആൻഡ് ഇൻ ബാഡ് വെതർ കണ്ടീഷൻ. ഇവരുടെ സൈസ് തീരെ ചെറുതാണ്. അന്നേരം ഒരു കൂടുതൽ സ്പീഡുള്ള റോഡിലോ അല്ലെങ്കിൽ ബാഡ് വെതർ കണ്ടീഷൻ, ചിലപ്പോൾ മഴയാവാം, മഞ്ഞാവാം, കൊടുങ്കാറ്റാവാം, അവിടെ കാണാൻ സാധിക്കത്തില്ല, കാണാൻ പ്രയാസമായിരിക്കും. ആരൊക്കെ? മോട്ടോർ സൈക്ലിസ്റ്റ് ആൻഡ് സൈക്ലിസ്റ്റ്, ട്രക്ക് ആൻഡ് സൈക്ലിസ്റ്റ്. സൈക്ലിസ്റ്റ് ഓക്കെ, പക്ഷെ ട്രക്കിനെ അല്ല, കാർ ആൻഡ് പെഡിസ്ട്രിയൻ അല്ല. സോ ആൻസർ ആണ് മോട്ടോർ സൈക്കിൾ ആൻഡ് സൈക്ലിസ്റ്റിനെ കാണാൻ ഇച്ചിരി പ്രയാസമാണ്. When turning in a junction, what should you be careful of it? There is an approaching a toll way. നിങ്ങളും കൂടി ഒരു വണ്ടിയുണ്ട്, നിങ്ങൾ ജംഗ്ഷനിൽ ടേൺ ചെയ്യാൻ പോകുന്നു, എന്നാൽ നിങ്ങൾ എന്ത് കെയർഫുൾ ആയിരിക്കണം, അപ്പം എന്ത് ശ്രദ്ധിക്കണം? ദർ മേ ബി എ ലാർജർ ട്രക്ക് ഫോളോയിങ് ഇറ്റ്. അതിന്റെ പുറകിൽ വേറെ ട്രക്ക് വരുന്നത് ശ്രദ്ധിക്കണം. മോട്ടോർ സൈക്കിൾ മേ ബി ഫോളോയിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സീ. മോട്ടോർ സൈക്കിൾ വരുന്നത് കൊണ്ട് ചിലപ്പം കണ്ടെന്ന് വന്നേക്കില്ല, മോട്ടോർ സൈക്കിൾ ചിലപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ വരുന്നേക്കാം. ടാൾ വെഹിക്കിൾ ഈസ് ഗോയിങ് ലെഫ്റ്റിൽ പോകുന്ന നീളമുള്ള വണ്ടി അല്ല, മോട്ടോർ സൈക്കിൾ അതിന്റെ പുറകിലോ വന്നേക്കാം, നമുക്ക് കാണാൻ ഇടയാവില്ല, കാരണം ഒരു നീളമുള്ള വണ്ടി സൈഡിൽ കൂടെ പോവുകയാണ്. ഇഫ് യു ആർ ഫോളോയിങ് എ മോട്ടോർ സൈക്കിൾ, ബി അവെയർ. നിങ്ങൾ ഒരു മോട്ടോർ സൈക്കിളിന്റെ പുറകിൽ പോകുകയാണെങ്കിൽ മോട്ടോർ സൈക്കിൾ മേ ബി ഏബിൾ ടു എക്സലേറ്റ് ഓർ സ്റ്റോപ്പ് ഫാസ്റ്റർ ദാൻ എ കാർ. കാറിനേക്കാളും വേഗത്തിൽ അവർക്ക് പെട്ടെന്ന് എക്സലേറ്റ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് നിർത്താനും സാധിക്കും. അതുകൊണ്ട് അതിന്റെ പുറകിൽ പോകുമ്പോൾ വളരെ ജാഗ്രതയോടെ പോകണം. അപ്പൊ അതാണ് ആൻസർ. ഇഫ് യു ആർ ഫോളോയിങ് എ മോട്ടോർ സൈക്കിൾ, ദിസ് ഇസ് ഡേഞ്ചറസ് ആൻഡ് ഷുഡ് ബി അവോയ്ഡ്. നിങ്ങൾ മോട്ടോർ സൈക്കിളിന്റെ പുറകിൽ പോകുമ്പോൾ ഇതൊരു അപകടകാരിയാണ്, ഇത് അവോയ്ഡ് ചെയ്യണം. എന്ത് അവോയ്ഡ് ചെയ്യണം? ആന്റിസിപ്പേറ്റ് ദ മോട്ടോർ സൈക്കിൾ മാനുവർ. പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്നത് അവോയ്ഡ് ചെയ്യണം. അല്ല, അങ്ങനെ വരാൻ വഴിയില്ല. പ്രൊവൈഡിങ് ഇനഫ് സ്പേസ്, നല്ല സ്പേസ് കൊടുക്കും. സെക്കൻഡ് ആണ്, വേറെ ഒന്നും വായിച്ചു പോകുന്നുണ്ട്, ടെയിൽ ഗേറ്റിംഗ്. ടെയിൽ ഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു വണ്ടികൾ തൊട്ടടുത്ത് പോകുന്നതാണ് ടെയിൽ ഗേറ്റിംഗ്. വിത്തൗട്ട് 2 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കാതെ ടെയിൽ ഗേറ്റിംഗ് ചെയ്താണ് അപകടവും ഷുഡ് ബി അവോയ്ഡഡ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് എ ഗുഡ് ഡ്രൈവ് പ്രാക്ടീസ്, എസ്പെഷ്യലി വെൻ ഡീലിംഗ് വിത്ത് മോട്ടോർ സൈക്കിൾ. ഇത് നല്ലൊരു പ്രാക്ടീസ് ആണ്. നിങ്ങൾ മോട്ടോർ സൈക്കിളിന്റെ അടുത്തൂടെ പോകുമ്പോൾ എന്താണെന്ന് നോക്കാം. ടേൺ വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ്, ഇൻഡിക്കേറ്റർ ഇല്ലാതെ പോകണം. ഷെയർ ദ സ്പേസ് വിത്ത് മോട്ടോർ സൈക്കിൾ ഇൻ എ ലെയിൻ, സ്പേസ് ഷെയർ അല്ല. പ്രൊവൈഡിംഗ് സേഫ് ഡിസ്റ്റൻസ് ആൻഡ് അലൗ ദ റൈഡർ ടു മാനൂവർ സേഫ്ലി ഇൻ കേസ് ഓഫ് എമർജൻസി. പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഡിസ്റ്റൻസ് നൽകുകയും അവർക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ അലൗ ചെയ്യണം. വെൻ ഡീലിംഗ് വിത്ത് അതർ വെഹിക്കിൾസ് ഓൺ ദ റോഡ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റിമെമ്പർ ദാറ്റ്. മറ്റ് വണ്ടികൾ പോകുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മോട്ടോർ സൈക്കിൾ ഡ്രൈവേഴ്സ് ഹാവ് ഈക്വൽ പ്രൊട്ടക്ഷൻ ആസ് അതർ റോഡ് യൂസർ. അവർക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് ഹാവ് എ റൈറ്റ് വേ ഓഫ് പ്രയോറിറ്റി ഓവർ ദ അതർ റോഡേഴ്സ്. മറ്റു റോഡ് യൂസറിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. മോട്ടോർ സൈക്കിൾസ് ആർ എൻടൈറ്റിൽഡ് ടു യൂസ് ദ ഫുൾ സൈസ് ഓഫ് ദ ലെയിൻ ആസ് എ മോട്ടോർ സൈക്കിൾ. ഇപ്പം ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മോട്ടോർ സൈക്കിളിനും കാറിന് ഒരു ലെയിൻ യൂസ് ചെയ്യാനുള്ള ഫുൾ സംഭവം ഉണ്ട്. അതുപോലെ മോട്ടോർ സൈക്കിളിനും ഫുൾ ലെയിൻ യൂസ് ചെയ്യാനുള്ള റൂൾ ഉണ്ട്. സോ അവരെ യൂസ് ചെയ്യാൻ സമ്മതിക്കണം. Due to smaller sites, which of these may be difficult to see, especially at higher speed and bad weather conditions. പറഞ്ഞാൽ ഇവരുടെ സൈസ് മൂലം ഇവരെ കാണാൻ ഇച്ചിരി പ്രയാസമാണ്, അല്ലെങ്കിൽ ബാഡ് വെതറിൽ അല്ലെങ്കിൽ സ്പീഡിൽ. ആരെ? കാർ, മോട്ടോർ സൈക്കിൾ, ബസ്സസ്, മോട്ടോർ സൈക്കിൾ. ഇഫ് യു നീഡ് ടു, ഹൗ വുഡ് യു പാസ് എ മോട്ടോർ സൈക്കിൾ? നിങ്ങളൊരു മോട്ടോർ സൈക്കിളിനെ എങ്ങനെ പാസ് ചെയ്യും? അവരുടെ മുൻ സൈഡിൽ കൂടെ പോകുമ്പോൾ ഹോൺ അടിക്കണം, റൈറ്റ് സൈഡിൽ കൂടെ പോകണം, കൂടുതൽ സ്പേസ് കൊടുക്കണം. ആൻസർ സ്പേസ് കൊടുക്കും. കാറിനെ പോലെ തന്നെ അവർക്കും സ്പേസ് കൊടുക്കും. വെൻ ഫോളോയിങ് എ മോട്ടോർ സൈക്കിൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നോട്ട് ടു ടെയിൽ ഗേറ്റ്. ബിക്കോസ് നിങ്ങൾ മോട്ടോർ സൈക്കിൾ പുറകിൽ പോകുമ്പോൾ അവരെ ടെയിൽ ഗേറ്റ് ചെയ്യാൻ പാടില്ല. ടെയിൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ദിസ് മേ ബി ഇന്റിമേറ്റ് ദ റൈഡർ ആൻഡ് മേ റിസൾട്ട് ടു ലൂസ് ഓഫ് കൺട്രോൾ. അതുമൂലം കൺട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്.
മോട്ടോർ സൈക്കിളിന്റെ കെയർ ടു ഗീവ് വേ ടു പെഡിസ്ട്രിയന് വഴിയുള്ളൂ. മോട്ടോർ സൈക്കിൾ ഡ്രൈവർ മസ്റ്റ് ബി അതൊക്കെ ഓക്കെയാണ്, പക്ഷെ അവരുടെ കൺട്രോൾ പോകാൻ ചാൻസ്. ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് റോഡ് യൂസർ സേഫ്റ്റി. വൈൽ ഡ്രൈവിംഗ് ഹെഡ് ചെക്കിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും തല നേരെ വെക്കണം, സൈഡ് മിററിലൂടെ നോക്കണം, നിങ്ങളുടെ ഷോൾഡറിന്റെ മുകളിൽ കൂടെ സൈഡ് വിൻഡോ ത്രൂ നോക്കണം, പറഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ നോക്കണം. അപ്പൊ അതാണ് ആൻസർ. ഷോൾഡറിന്റെ മുകളിൽ കൂടെ സൈഡ് വിൻഡോ കൂടെ നോക്കണം. മോസ്റ്റ് ട്രാഫിക് വയലേഷൻ ലൈക്ക് ബീറ്റിംഗ് ദ റെഡ് ലൈറ്റ് ഈസ് യൂഷ്വലി കോസ് ബൈ, പറഞ്ഞ റെഡ് ലൈറ്റ് കടന്നു പോകുന്നത് എന്താണത്? ബാഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവർ, നല്ല സ്വഭാവമല്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. ലാക്ക് ഓഫ് ഡ്രൈവിംഗ് സ്കിൽ ഇല്ലാത്തതുകൊണ്ട്. അതർ ബാഡ് ഡ്രൈവർ, ബാഡ് ആറ്റിറ്റ്യൂഡ്, സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ട്. ഇസ് പാർട്ട് ഓഫ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്. ഹൗ ഷുഡ് വെഹിക്കിൾ ബി ഡീൽ വിത്ത് ദിസ് സിറ്റുവേഷൻ? പറഞ്ഞ ഇതൊരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് സിറ്റുവേഷൻ ആണെന്ന് വെച്ചു. അന്നേരം വെഹിക്കിൾ ബി എന്ത് വിചാരിക്കണം? അസ്യൂം എ മേ സ്റ്റോപ്പ് ഫോർ ദ ബൈക്ക് റൈഡർ. പറഞ്ഞ എ ചിലപ്പോൾ സൈക്കിളിന് വേണ്ടി വണ്ടി നിർത്തിയേക്കാം. അപ്പൊ അത് തന്നെയാണ് ശരി. ഇപ്പൊ നിർത്തിയേക്കാം, സൈക്കിൾ എടുത്ത് ചാടാം. യു ആർ ഡ്രൈവിംഗ് എ ആൻഡ് ബൈക്കർ ഇസ് അബൌട്ട് ടു ക്രോസ് യുവർ പാത്ത്. വാട്ട് ഷുഡ് ഡു? നിങ്ങൾ ഏ വണ്ടിയാണ്, നിങ്ങളുടെ ഫ്രണ്ട് സൈക്കിൾ ക്രോസ് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആൻസർ ആണ്, വഴി കൊടുക്കണം. ലുക്ക് ഔട്ട് ഫോർ ദ ബൈക്കർ ആൻഡ് റെഡി ടു സ്റ്റോപ്പ് നെസസറി. ഓക്കെ, ഡ്രൈവ് ചെയ്ത് പോകണം, ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം. അല്ല, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. യു ആർ ഡ്രൈവിംഗ് സി, നിങ്ങൾ സി ആണ്. വാട്ട് ഷുഡ് ബി ഡൂയിങ് ടു സ്റ്റേ സേഫ്? നിങ്ങൾ എന്ത് ചെയ്യണം? സി ഇവിടെ എന്തുണ്ട്? സ്റ്റോപ്പ് സൈൻ. അപ്പൊ ആൻസർ പോകാം സ്റ്റോപ്പ് ബിഫോർ എൻട്രിങ് ദ ഇന്റർസെക്ഷൻ. നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. എ നിർത്തുവാണെങ്കിൽ നിങ്ങൾ നിർത്തണം, എയുടെ പുറകിൽ പോകണം. ആൻസർ എന്താണ്? സ്റ്റോപ്പ് ചെയ്യണം. എ ഈസ് അബൌട്ട് ടു കൊളൈഡ് വിത്ത് ബൈക്കർ. വാട്ട് വാസ് ദ റീസൺ? എ ബൈക്കുമായിട്ട് ആക്സിഡന്റ്, ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്കിളുമായിട്ട് ആക്സിഡന്റ് പറ്റിയേക്കാം എന്നെങ്ങനെ. എ ഡിഡ് നോട്ട് ഒബേ ദ ട്രാഫിക് റൂൾ. അത് ശരിയാണ്, സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു, പക്ഷേ അത് ട്രാഫിക് റൂൾ ഒബേ ചെയ്തില്ല. ബൈക്കർ ഡിഡ് നോട്ട് ഒബേ ദ ട്രാഫിക്. എ വാസ് ഗോയിങ് ടു ഫാസ്റ്റ്. എ ട്രാഫിക് റൂൾ ഒബേ. യു ആർ ഡ്രൈവിംഗ് എ, നിങ്ങൾ എ വണ്ടിയാണ്, നണ്ടിങ്ങനെ പോകുന്നു, പെഡിസ്ട്രിയൻ പോകുന്നു. ഹൗ ഷുഡ് ബി ഡ്രൈവ്? നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം? സ്ലോവർ വിത്ത് വൺ ഹാൻഡ് ഓൺ ദ ഹോൺ അടിച്ചോണ്ട് പോകണം. സ്ലോവർ റെഡി ഫോർ ആൻ ഹിഡൻ ഹസാർഡ്. ഹിഡൻ ഹസാർഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ കാറിന്റെ നടുക്കൂടെ പെഡിസ്ട്രിയൻ വന്നേക്കാം, സോ അവർക്ക് വേണ്ടി സ്ലോ ചെയ്യണം. അപ്പൊ അതാണ് ആൻസർ. സ്ലോവർ വിത്ത് വൺ ഫുട്ട് ഓൺ ദ പാർക്കിംഗ് ബ്രേക്ക്. പാർക്കിംഗ് ബ്രേക്കിൽ ഒരു കാല് വെച്ചുകൊണ്ട് പോകണം. അല്ല, യു ആർ എ, നിങ്ങൾ എ വണ്ടി. ഹൗ ഷുഡ് യു മാനേജ് ദ ഡ്രൈവിംഗ് റിസ്ക്? ഈ റിസ്കിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? എന്ന് തിരിയണം. വെയിറ്റ് അണ്ടിൽ യു ക്യാൻ സീ ദ വേർ സൈക്കിൾ. സൈക്കിളിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എങ്ങോട്ടാ പോകുന്നത്, അതിനനുസരിച്ച് പോകണം. വെയിറ്റ് അണ്ടിൽ ദ കാർ ബിഹൈൻഡ് യു സൗണ്ട് ദർ. ഹോൺ അടിക്കുന്നവരെ നിങ്ങൾ പോകണം. സി വണ്ടി ഹോൺ അടിക്കും, അല്ല സൈക്കിളിനെ നോക്കും. നിങ്ങൾ എ വണ്ടിയാണ്, എങ്ങനെ ഈ റിസ്കിനെ മാനേജ് ചെയ്യും? റിസ്ക് എന്താണ്? പെഡിസ്ട്രിയൻ. സ്ലോ ഡൗൺ ആൻഡ് ബി റെഡി ടു സ്റ്റോപ്പ്. നിങ്ങൾ പതുക്കെ വേണ്ടി വന്നാൽ നിർത്താൻ വേണ്ടി മുമ്പോട്ട് പോകുക. സ്റ്റോപ്പ് ആൻഡ് വാൺ അതർ, നിർത്തണം വണ്ടി. സ്ലോ ഡൗൺ ആൻഡ് ചേഞ്ച് ലെയിൻ. യു ആർ ഡ്രൈവിംഗ് എ. എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ഈ ബൈസൈക്കിളുമായിട്ട് ക്രാഷ് അയക്കാം, ഇത് ഇറങ്ങി വരുമോ? ഈ ക്രാഷ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് ഡ്രൈവിംഗ് ബിസി ഏറിയയിൽ വണ്ടി ഓടിക്കുക, എന്നാലും പറ്റും. ലാസ്റ്റ് നോക്കും, സൗണ്ട് യുവർ ഹോൺ. വേറെ ഒന്നും വായിച്ചു നോക്കണ്ട, ഹോൺ അടിക്കാൻ അവിടെ പാടില്ല. സ്ലോ ഡൗൺ വെൻ അപ്രോച്ചിങ് എ പാർക്ക് കാർ സോ യു ക്യാൻ സീ ആൻഡ് റെസ്പോണ്ട് ടു ദ ഹാർ. നിങ്ങൾ പെയ്യെ പോകണം, മോട്ടോർ സൈക്കിൾ വെളിയിലോട്ട് വരുന്നുണ്ട്, അത് അപകടമായേക്കാം, അതുകൊണ്ട് നിങ്ങൾ സ്ലോ ആയിട്ട്. നിങ്ങളുടെ വണ്ടി എ, നിങ്ങൾ ട്രക്കിന്റെ ഫ്രണ്ടിൽ കട്ടടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ട്രക്ക് പെട്ടെന്ന് പോകുന്നതുകൊണ്ട്. ട്രക്ക് കറക്റ്റ് ആണ് പോകുന്നത്. ട്രക്ക് നീഡ് പ്ലെന്റി ഓഫ് സ്പേസ് ടു സ്റ്റോപ്പ്. വണ്ടി നിർത്താൻ അവർക്ക് കൂടുതൽ സ്ഥലം വേണം, അതുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ കട്ടടിക്കാൻ പാടില്ല. അതാണ് ആൻസർ. ഇഫ് യു ആർ ഡ്രൈവിംഗ് എ പിക്കപ്പ് ട്രക്ക് യു ഷുഡ്. നിങ്ങൾ ഒരു പിക്കപ്പ് ട്രക്ക് വണ്ടി ഓടിക്കുവാണെങ്കിൽ, പിക്കപ്പ് ട്രക്ക് എന്ന് പറഞ്ഞാൽ പുറയിൽ സാധനം വെച്ചുകൊണ്ട് പോകുന്ന ട്രക്ക് ഓടിക്കുവാണെങ്കിൽ എത്ര ലോഡ് കയറ്റാൻ പറ്റുമോ അത്രയും ലോഡ് കയറ്റണം. എല്ലാ ലോഡും ഫ്രണ്ടിൽ വെക്കണം. കവർ യുവർ ലോഡ് ടു സ്റ്റോപ്പ് ഇറ്റ് മൂവിങ് അറൗണ്ട്. പറഞ്ഞാൽ അത് സൈഡിലൂടെ പോവാതെയോ അനങ്ങാതെയോ പോവാതിരിക്കുക, അത് കവർ ചെയ്തുകൊണ്ട് ഓടിക്കണം. അപ്പൊ അത് തന്നെയാണ് ശരി. ഇഫ് എ ഡ്രൈവർ ഈസ് വീവിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ട്രാഫിക് വിത്തൗട്ട് ഇൻഡിക്കേറ്റർ ഇറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ഡ്യൂ ടു. പറഞ്ഞാൽ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇടാതെ ലെഫ്റ്റിൽ പോകുന്നു, റൈറ്റിൽ പോകുന്നു. വീവിംഗ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോ റൈറ്റിലോ പറഞ്ഞാൽ വിഷു പോകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ബാഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബിഹേവിയർ ഓഫ് ദ ഡ്രൈവർ. പറഞ്ഞാൽ അവരുടെ സ്വഭാവം ശരിയല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അത് തന്നെയാണ് ആൻസർ. എങ്കിലും അടുത്ത് നോക്കാം. ഫോൾട്ടി ആക്സിലേറ്റർ കേടായതുകൊണ്ട്, ബ്രേക്ക് റീപ്ലേസ് ചെയ്യാൻ സമയമായതുകൊണ്ട് അല്ല, ആറ്റിറ്റ്യൂഡ് ശരിയാവാതെ. അഗ്രസീവ് ഡ്രൈവിംഗ് ഇൻക്രീസസ് ഫ്യൂൽ കൺസപ്ഷൻ. പറഞ്ഞാൽ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡായിട്ട് പോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഡേഞ്ചേഴ്സ് ആൻഡ് ആഡ് ടു ട്രാഫിക് കൺജഷനും ഉണ്ടാവാനും ഒരു ഡേഞ്ചർ ആവാനും ചാൻസ് ഉണ്ട്. പറഞ്ഞ അപകടം ആവാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇതൊരു നല്ല സേഫ് ഡ്രൈവിംഗ് ആണ്, അല്ല നല്ല റൂളായിട്ട് പോകുന്നു, അല്ല ഡേഞ്ചറസ് ആൻഡ് ആഡ് കൺജഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവിംഗ് ബിക്കം സ്ട്രെസ്ഫുൾ ഇഫ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നല്ല റിലാക്സ്ഡ് ഓടിക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്രൈവിംഗ് ബിക്കം ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ സ്ട്രെസ് ആവുകയാണെങ്കിൽ ഇതിലേതാണ് ശരി? ഡ്രൈവേഴ്സ് ഡ്രൈവ് അക്കോർഡിംഗ് ടു റൂള് മൂലം റൂള് നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചാൽ സ്ട്രെസ് വരുന്നു. അല്ല, തെറ്റാണ്. ഡ്രൈവേഴ്സ് പോസ്റ്റേഡ് സ്പീഡ് ലിമിറ്റ് നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചാൽ സ്ട്രെസ് വരുന്നു. അല്ല. ഡ്രൈവേഴ്സ് ഡ്രൈവ് അഗ്രസീവ്ലി എന്ന് പറഞ്ഞാൽ വളരെ നന്നലായിട്ട് ഡ്രൈവ് ചെയ്താൽ നമുക്ക് സ്ട്രെസ് വരാൻ ചാൻസ്. വെഹിക്കിൾ എ ഈസ് ടെലിഗേറ്റിംഗ് ബി. ബിയുടെ തൊട്ട് പുറകിൽ എ പോവുകയാണ്.
അന്നേരം ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ദിസ് മേ ബി ഡ്യൂ ടു ബാഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവർ. കറക്റ്റ് ആണ്. അപ്പൊ അതാണ് ആൻസർ. വേറെ ആൻസർ നോക്കിക്കൊണ്ട് കാര്യമില്ല. അത് ഒരു നല്ല സ്വഭാവം. വെൻ യു ഫൈൻഡ് യുവർ സെൽഫ് ഓവർ സ്പീഡിങ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു. നിങ്ങൾ ഓവർ സ്പീഡായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ആൻഡ് ചെക്ക് ഓൺ യുവർ തിങ്കിങ്. അഡ്ജസ്റ്റ് യുവർ സീറ്റിംഗ് പ്രൊസീജിയർ. ജസ്റ്റ് നത്തിങ്, ജസ്റ്റ് കീപ് ഡ്രൈവിംഗ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ വണ്ടി ഓടിക്കണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. റിഫ്ലക്ട് ആൻഡ് ചെക്ക് ഓൺ യുവർ തിങ്കിങ്. പറയാം, നിങ്ങൾ എന്ത് ആലോചിക്കുന്നോ അതിനെ നിങ്ങൾ നോക്കിയും ശ്രദ്ധിച്ചു ഓടി. പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കണം. ഇഫ് യു ആർ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ, നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പെതുകി ഓടിക്കണം, പക്ഷെ ഭയങ്കര സ്പീഡിൽ. എന്താണത്? ഇറ്റ് ഗിവ് മോർ ടൈം ടു റിയാക്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും. ഇറ്റ് ഗിവ്സ് ലെസ് ടൈം ടു റിയാക്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ഇഫ് യു ഫൈൻഡ് ദാറ്റ് യു ഹാവ് എ ലെസ് ടൈം ടു റിയാക്ട്, ഇറ്റ് മീൻസ് നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ റിയാക്ട് ചെയ്യാൻ. റിയാക്ട് എന്ന് പറഞ്ഞാൽ അപകടം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ റിയാക്ട്. അത് അർത്ഥമാക്കുന്നത്, അത് മൂലം നിങ്ങൾ എന്ത് അർത്ഥമാക്കും? നീഡ് ടു റെഡ്യൂസ്, നിങ്ങൾ സ്പീഡ് കുറയും. നീഡ് ടു ഇൻക്രീസ്, സ്പീഡ് കൂട്ടണം. ഡ്രൈവ് ലെസ്, നിങ്ങൾ ഓടിക്കില്ല, സ്പീഡ് റെഡ്യൂസ് ചെയ്യണം. യു മേ കോസ് ടെൻഷൻസ് ഓർ causes other driver to be distracted by doing this. നിങ്ങൾ മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്ട്രാക്ട് ആവുക. ഡ്രൈവിംഗ് സ്ലോ ലൈനിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ നൈറ്റിൽ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മറ്റു ഡ്രൈവറിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ടെയിൽ ഗേറ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കുക. സിമ്പിൾ ആൻസർ. ടെയിൽ ഗേറ്റിംഗ് ഓൺ ഡ്രൈവിംഗ് ടു ക്ലോസ് ടു ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് മേ. നിങ്ങൾ മറ്റു വണ്ടിയുടെ തൊട്ടടുത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ടെയിൽ ഗേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കോസ് അതർ ഡ്രൈവർ ടു സ്കിഡ്. മറ്റു ഡ്രൈവർ സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. കോസ് അതർ ഡ്രൈവർ ടു സഡൻലി ചേഞ്ച് ലെയിൻ ചേഞ്ച് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കോസ് അതർ ഡ്രൈവർ ടു ലുക്ക് ഫാർദർ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ്. അപ്പോൾ എന്താണ്, നിങ്ങൾ മറ്റു ഡ്രൈവറിന്റെ തൊട്ട് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ടെയിൽ ഗേറ്റ് ചെയ്തുകൊണ്ട് പോവുക, മറ്റു ഡ്രൈവർ പെട്ടെന്ന് ലെയിൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവർക്ക് പേടിയായിരിക്കും നിങ്ങൾ ഇടിക്കുന്നു. മേക്ക് ഡ്രൈവിംഗ് സേഫ് ആൻഡ് റിലാക്സിംഗ് ഫോർ ഓൾ. അവോയ്ഡ് ഡൂയിങ്. നിങ്ങൾ സേഫ് ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കണം, പക്ഷെ ഇത് അവോയ്ഡ് ചെയ്യണം. സ്റ്റേയിങ് ഓഫ് ഫ്രം ദ ഫാസ്റ്റ് ലൈൻ അൺലെസ് ഓവർടേക്ക്. ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾ ഫാസ്റ്റ് ലൈനിൽ ഒരിക്കലും വണ്ടി ഓടിക്കല് അൺലെസ് ഓവർടേക്ക്. ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഓടിക്കും. ഡ്രൈവിംഗ് സ്മൂത്ത്ലി ആൻഡ് കോപ്പറേറ്റീവ്ലി. ഫ്ലാഷിംഗ് ഹെഡ്ലൈറ്റ്സ് ഓർ ഹോങ്കിങ് ദ ഹോൺ ടു ഇൻഡിമേറ്റ് അതർ. ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുക, പറഞ്ഞാൽ വേറൊരു വണ്ടിയുടെ പുറകിൽ പോയി അവർക്ക് ഹെഡ്ലൈറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഹോൺ അടിക്കുക, അത് ചെയ്യാൻ പാടില്ല. ഇവർ എന്ത് അവോയ്ഡ് ചെയ്യണമെന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫ്ലാഷ് ഹെഡ്ലൈറ്റ് ഓർ ഹോങ്ക്. ഡ്രൈവേഴ്സ് ഹു ജംപ് ദ ക്യൂ ജസ്റ്റ് ടു ഗെറ്റ് എ ഫ്യൂ മീറ്റർ. പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ക്യൂവിൽ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷെ ചില ഡ്രൈവർമാർ എന്ത് ചെയ്യും? അത് മറികടക്കും, ജമ്പ് ചെയ്യും. അതെന്താണ്? അത് ഡ്രൈവർ ടു ബി അനോയ്ഡ് ആൻഡ് ട്രാഫിക് സിറ്റുവേഷൻ അഗ്രിഗേറ്റഡ്. പറഞ്ഞാൽ മറ്റ് ഡ്രൈവർ അത് ഇഷ്ടമല്ലായിരിക്കത്തില്ല, ട്രാഫിക് കണ്ടീഷൻ വളരെ അപ്പൊ അതാണ്. യു റിസ്ക് ബീൻ ഫൈൻഡ്, ജയിൽഡ് ഓർ യുവർ ലൈസൻസ് കോൺഫിസ്കേറ്റഡ് ആൻഡ് യുവർ വെഹിക്കിൾ ഇംപൗണ്ട്. ഇഫ് നിങ്ങളുടെ നിങ്ങൾ ജയിലിൽ പോയേക്കാം, നിങ്ങൾക്ക് ഫൈൻ കിട്ടാം, നിങ്ങളുടെ ലൈസൻസ് കോൺഫിസ്കേറ്റ് അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കാം. എങ്ങനെ? യു ഡ്രൈവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ്. വേറെ ഒന്നും വായിച്ചു നോക്കണ്ട, നിങ്ങൾ ആൽക്കഹോൾ കുടിക്കുകയോ ഡ്രഗ്സ് കുടിക്കുകയോ ഇതെല്ലാം സംഭവിച്ചേക്കും. ഇഫ് യു ആർ ഫ്രീക്വന്റ്ലി ടെയിൽ ഗേറ്റിംഗ് അതർ ഡ്രൈവർ, നിങ്ങൾ മറ്റു വണ്ടിയായിട്ട് ടെയിൽ ഗേറ്റ് ചെയ്തുകൊണ്ട് പോയി തൊട്ടടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതുമേൽ എന്തുണ്ടാവും? ആക്സിഡന്റ് ഉണ്ടായേക്കാം. ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്രാഷ്. ദർ ഇസ് സീറോ ടോളറൻസ് ഫോർ ഡ്രിങ്കിങ് ഡ്രൈവിംഗ് ഇൻ ദുബായ്. പറഞ്ഞ വണ്ടി വെള്ളം അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് സീറോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്, പാടെയല്ല. അതുമൂലം എന്ത് സംഭവിക്കും? ഫൈൻ, ജയിൽ ഓർ ലൈസൻസ് കോൺഫിസ്കേറ്റഡ്. സ്പീഡ് ടിക്കറ്റ് കിട്ടും, ഇല്ലീഗൽ ആണ്. ഫൈൻ, jail, or license confiscated. It is not safe to use a mobile phone while driving, even with hand free kit, because നിങ്ങൾ വണ്ടി ഓടിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഈവൻ ഹാൻഡ് ഫ്രീ കിറ്റ് പറഞ്ഞാൽ ഈ ബ്ലൂടൂത്ത് പോലും ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ദിസ് ഹെൽപ്സ് ദ ഡ്രൈവേഴ്സ് ഫോക്കസ് മോർ ഓൺ ദ ഡ്രൈവിംഗ് ടാസ്ക്. പറയാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ദിസ് റിഡ്യൂസ് ദ ഡ്രൈവേഴ്സ് കോൺസെൻട്രേഷൻ ഫ്രം ദ ഡ്രൈവിംഗ് ടാസ്ക്. പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തേക്കാം, അല്ലെങ്കിൽ കുറയും. അപ്പൊ അതാണ് ആൻസർ. ഇറ്റ് ഹെൽപ്സ് യു ടു സ്റ്റേ ഇൻ കൺട്രോൾ. നല്ല രീതി കൺട്രോൾ ചെയ്ത് ഓടിക്കും, റിഡ്യൂസ് ആവും. ക്രാഷ് റിസ്ക് ഇൻക്രീസ് ഇഫ് യു ഡു നോട്ട് യൂസ് യുവർ ഇൻഡിക്കേറ്റേഴ്സ് വൈൽ ചേഞ്ചിങ് ദ ലെയിൻ, ബിക്കോസ് ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ ക്രാഷ് റിസ്ക് കൂടും. ഓൾഡർ ഡ്രൈവർ നാച്ചുറലി സ്ലോ ടു റിയാക്ട്. ഈ വയസ്സായ ഡ്രൈവർമാർക്ക് റിയാക്ട് ചെയ്യാൻ കുറവാണ്. അതർ ഡ്രൈവർ ആൾറെഡി നോ ദ അൺഎക്സ്പെക്ടഡ് ലെയിൻ ചേഞ്ച്. മറ്റു ഡ്രൈവറിന് അറിയാം ഇത്. അതർ ഡ്രൈവർ ആർ നോട്ട് പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ് ലെയിൻ ചേഞ്ച്. പറയാം, നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? മറ്റു ഡ്രൈവർക്ക് ഇത് അറിയാൻ സാധിക്കത്തില്ല, എങ്കിൽ നിങ്ങൾ ലെയിൻ ചേഞ്ച് ചെയ്യാൻ പോകും, അതുമൂലം ആക്സിഡന്റ് ഉണ്ടായേക്കാം. ഇന്റൻഷനലി പുഷിംഗ് ഓർ ബ്ലോക്കിംഗ് അതർ ഡ്രൈവർ സിഗ്നലിംഗ് ടു ടേൺ ഓർ ചേഞ്ച് ദ ഡയറക്ഷൻ ഈസ്. പിന്നെ മറ്റു ഡ്രൈവർ ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ സിഗ്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ വരിക, അല്ലെങ്കിൽ അവർ വഴി ബ്ലോക്ക് ചെയ്യുക. അതൊരു നല്ല ഡ്രൈവിംഗ് പ്രാക്ടീസ് ആണ്. അതൊരു നോർമൽ ബിഹേവിയർ ആണ്. ആൻഡ് അൺഅക്സെപ്റ്റബിൾ ഡ്രൈവിംഗ് ബിഹേവിയർ. ഈ ബിഹേവിയർ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതന്നെയാണ് ആൻസർ. സ്ലിപ്പ് റോഡ് ഓൺ ഹൈവേസ് പ്രൊവൈഡ് എ ഗുഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ്. വൈ? നമ്മൾ ഹൈവേയിൽ ഒരു സ്ലിപ്പ് റോഡ് ഉണ്ട്, അതിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ. എന്തുകൊണ്ട്? ടു അലോവിംഗ് മെർജ് വെഹിക്കിൾസ് ടു ആക്സിലേറ്റ് ആൻഡ് ജോയിൻ ദ ട്രാഫിക്. എന്തുകൊണ്ട് അങ്ങനെ സ്ലിപ്പ് ലൈൻ? സ്ലിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ലെയിൻ ഉണ്ട്, അതിന് നല്ല വലിപ്പമുണ്ട്. എന്തുകൊണ്ട്? അതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുമൂലം എന്താ
എന്ത് പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ട് മെർജ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ ഹൈവേ ആയിട്ട് കൂട്ടിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നീളത്തിലുള്ള സ്ലിപ്പ് ലൈൻ ഉള്ളത്. അപ്പം വേറെ ആൻസർ വായിച്ചു നോക്കണ്ട, അതാണ് ആൻസർ. വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് യു സ്റ്റാർട്ട് ആക്സിലേറ്റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ലിപ്പ് റോഡ്? പറഞ്ഞാൽ സ്ലിപ്പ് റോഡിന്റെ അവസാനം ചെന്ന് നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്താൽ എന്ത്? ട്രാഫിക് ഫ്ലോ വിൽ ഫ്ലോ ഫ്രീലി. നല്ല രീതിയിൽ ട്രാഫിക് ഫ്ലോ നടത്താൻ. ദിസ് മേ ഡിസ്റപ്റ്റ് ഫ്ലോ ഓഫ് ട്രാഫിക്. പറഞ്ഞാൽ ആ ട്രാഫിക്കിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് നിങ്ങൾ മൂലം ഡിസ്റപ്റ്റ് ആവും. ഡിസ്റപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ട്രാഫിക് ഫ്ലോ ഫ്രീലി പറയുന്നത്, ഫ്രീ ആയിട്ട് ട്രാഫിക് ഫ്ലോ പോകും. യു മേ ഡിസ്റപ്റ്റ് ദ ഫ്ലോ ഓഫ് ട്രാഫിക്. നിങ്ങൾ മൂലം ട്രാഫിക് ഡിസ്റപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പറഞ്ഞാൽ അലങ്കോലപ്പെടാൻ ചാൻസ് ഉണ്ട്. ട്രാഫിക് ഫ്ലോ വിൽ നോട്ട് ബി അഫക്റ്റഡ്. ഒന്നും സംഭവിച്ചിട്ടുണ്ട് അല്ല, നിങ്ങൾ മൂലം ട്രാഫിക് അലങ്കോലപ്പെടാൻ ചാൻസ്. വൈൽ മെർജിംഗ് ഇൻ ടു ദ മെയിൻ റോഡ്, സം ഓഫ് ദ വെഹിക്കിൾസ് ഓൺ ദ മെയിൻ റോഡ് സ്വേർഡ് ടു അവോയ്ഡ് കൊല്യൂഷൻ. വാട്ട് ജസ്റ്റ് ഹാപ്പൻ? പറഞ്ഞാൽ നിങ്ങൾ മെർജ് ചെയ്യുമ്പോൾ, മെയിൻ റോഡായിട്ട് മെർജ് ചെയ്യുമ്പോൾ ചില വണ്ടികൾ സ്വർവ് ചെയ്യും, ആക്സിഡന്റ് ആവാതിരിക്കാം, സൈഡിലോട്ട് അങ്ങ് മാറും. അന്നേരം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേക്കുന്നത്? ഡ്രൈവർ മേ ഹാവ് സ്റ്റാർട്ടഡ് ആക്സിലേറ്റിംഗ് ഫ്രം ദ എൻഡ് ഓഫ് ദ സ്ലിപ്പ് റോഡ്. പറഞ്ഞാൽ ഡ്രൈവർ സ്ലിപ്പ് റോഡിന്റെ ഏറ്റവും അവസാനം എത്തിയിട്ടായിരിക്കും അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മൂലം ആക്സിഡന്റ് പറ്റായിരിക്കാം മറ്റു വണ്ടികൾ സ്വർവ് ചെയ്യും. അപ്പൊ അതാണ് ആൻസർ. സർവേ എന്ന് പറഞ്ഞാൽ മാറും. ടു സേഫ്ലി മെർജ് യു മസ്റ്റ് ട്രൈ ടു മാച്ച് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ആൾറെഡി ഓൺ ദ മെയിൻ റോഡ് ആൻഡ്. പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേ ആയിട്ട് മെർജ് ചെയ്യുമ്പോൾ, കൂട്ടിച്ചേരുമ്പോൾ നമുക്ക് ആ സ്പീഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പോകണം. എങ്ങനെ? സ്വിച്ച് ആൻഡ് ഹസാർഡ് ലൈറ്റ് സ്വിച്ച് ചെയ്യണം, സ്ലോ ചെയ്യണം. കൺഫേം സേഫ്റ്റി ബൈ ചെക്കിംഗ് ദ ബ്ലൈൻഡ് സ്പോട്ട്. നമ്മൾ ബ്ലൈൻഡ് സെറ്റിനെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് merge ചെയ്യും. When merging into the main road, why is it important to match the speed of the vehicle on the main road? സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെർജ് ചെയ്യുമ്പോൾ, നമ്മൾ കൂടി ചേരുമ്പോൾ ഹൈവേ ആയിട്ട് നമ്മൾ അവരുടെ സ്പീഡിനെ നമ്മൾ നോക്കി ചെയ്യണം. എന്തുകൊണ്ട്? അവോയ്ഡ് ഡിലേഡ് അറൈവൽ, ഡെസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ, ടു അവോയ്ഡ് ഡിസ്റപ്റ്റിംഗ് ദ ഫ്ലോ ഓഫ് ട്രാഫിക്. അപ്പൊ അതാണ് ആൻസർ. ട്രാഫിക് ഡിസ്റപ്റ്റ് ആവാതിരിക്കാൻ. വെൻ മെർജിംഗ് ഇൻ ടു ദ മെയിൻ റോഡ്, സിഗ്നൽ യുവർ ഇന്റൻഷൻ ആൻഡ്. പറഞ്ഞാൽ നമ്മൾ ഹൈവേ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ റോഡായിട്ട് മെർജ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സിഗ്നൽ ഇട്ടുകൊണ്ട് ഇരിക്കണം. എന്തുകൊണ്ട്? അഡ്ജസ്റ്റ് ഫോർ അപ്രോപ്രിയേറ്റ് സ്പീഡ് വൺസ് യു എൻ്റർ ദ സ്ലിപ്പ് റോഡ്, അഡ്ജസ്റ്റ് യുവർ സീറ്റ് ബെൽറ്റ്, ബി അവെയർ ഓഫ് ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ്. ഇല്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്ലിപ്പ് റോഡിൽ എൻ്റർ ആവും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ടു ഡു ദിസ് ടു സേഫ്ലി ലീവ് ദ മെയിൻ സ്ട്രീം ഓഫ് ട്രാഫിക്. പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്രാഫിക്കിൽ നിന്ന് വെളിയിലോട്ട് പോവുക, അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല. എന്ത്? സിഗ്നൽ യുവർ ഇന്റൻഷൻ. പറയുന്ന നേരത്തെ സിഗ്നൽ കൊടുക്കാം, അല്ല അത് ചെയ്യണം. പിന്നെ ഡ്രൈവ് അവർ ദ ഷെവൻ. പറഞ്ഞു നിങ്ങൾ കട്ട് അടിക്കുകയും ഡ്രൈവ് ചെയ്യുകയും ചെയ്യും, അതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. റെഡ്യൂസ് ദ സ്പീഡ് വൺസ് സ്ലിപ്പ്. കട്ടിൻ ചെയ്യുന്നത് ഡ്രൈവർ ദ ഷെവൻ മാർക്കിംഗ്. ദിസ് ആക്ഷൻ ക്യാൻ ഡിസ്റ്റർബ് ദ സ്മൂത്ത് ഫ്ലോ ഓഫ് ദ ട്രാഫിക് ആൻഡ് എൻഡേഞ്ചർ ദ അതർ റോഡ്സ്. പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹൈവേയിൽ കൂടി ചേരുമ്പോൾ ഇതൊരു സ്മൂത്ത് ഫ്ലോയിങ് ട്രാഫിക്, പറയാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാഫിക്കിനെ ഡിസ്റ്റർബ് ഉണ്ട്. ലിവിംഗ് ദ മെയിൻ റോഡ് ബൈ കട്ടിംഗ് ഇറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ലിപ്പ്. പറഞ്ഞാൽ നിങ്ങൾ എൻഡ് ഓഫ് ദ സ്ലിപ്പിൽ ചെന്ന് കട്ടിൻ ചെയ്യുമ്പോൾ, കട്ടിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറുമ്പോൾ ട്രാഫിക്കിനെ അത് ഡിസ്റ്റർബ് ആവാൻ ചാൻസ് ഉണ്ട്. ഹൗ ഡു യു സേഫ്ലി എക്സിറ്റ് ദ മെയിൻ റോഡ് വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദ ഫ്ലോ? പറയാൻ നിങ്ങൾ ഹൈവേ അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ മറ്റു ട്രാഫിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിഗ്നൽ യുവർ ഇന്റൻഷൻ, കട്ടിൻ ആൻഡ് ദ എൻഡ് ഓഫ് ദ സ്ലിപ്പ്. നിങ്ങൾ ഇൻഡിക്കേറ്റർ കാണണം, പക്ഷെ എൻഡ് ഓഫ് ദ സ്ലിപ്പ് റോഡിൽ കട്ടിൻ ചെയ്യണം. സെക്കൻഡ്, സിഗ്നൽ യുവർ ഇന്റൻഷൻ, നിങ്ങൾ സിഗ്നൽ കൊടുക്കണം, എൻ്റർ ദ സ്ലിപ്പ് റോഡ് എയർലി. സ്ലിപ്പ് റോഡിൽ നേരത്തെ എത്തണം അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണം, വിത്തൗട്ട് യൂസിങ് ദ ഇൻഡിക്കേറ്റർ എൻ്റർ ദ സ്ലിപ്പ് റോഡ് എയർലി. അല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് സിഗ്നൽ കൊടുക്കണം, എത്രയും പെട്ടെന്ന് വേഗത്തിൽ എത്തിക്കൊണ്ട് നിങ്ങൾ വെളിയിലോട്ട്. യു ആർ ഡ്രൈവിംഗ് ഓൺ ഹൈവേ ആൻഡ് യു ജസ്റ്റ് മിസ് യുവർ എക്സിറ്റ്. വാട്ട് ഇസ് ദ സേഫസ്റ്റ് ആക്ഷൻ? നിങ്ങൾ ഒരു ഹൈവേയിൽ വണ്ടി ഓടിക്കുന്നു, നിങ്ങൾ എക്സിറ്റ് മിസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, നിർത്തണം, വണ്ടി നിർത്തി റിവേഴ്സ് ചെയ്യണം, മൂവ് ഓൺ ആൻഡ് ടേക്ക് ദ നെക്സ്റ്റ് എക്സിറ്റ്. അല്ല, നിങ്ങൾ മുന്നോട്ട് പോകണം, അടുത്ത എക്സിറ്റ് വഴി വരണം. സേഫ്ലി ഡീൽ വിത്ത് പെഡിസ്ട്രിയൻ ബൈ അപ്ലൈങ് ദ 3 SS. പറഞ്ഞാൽ നമ്മൾ പെഡിസ്ട്രിയന്റെ അടുത്ത് പോകുമ്പോൾ 3 SSS എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പറഞ്ഞാൽ ഈ 3 SS എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ്, സ്റ്റിയർ, സൗണ്ട്. സ്റ്റോപ്പ്, സ്പേസ്, സ്പീഡ്, സൗണ്ട്. അപ്പം ഏറ്റവും അനുയോജ്യമായ ആൻസർ ആണ് സ്പേസ് കൊടുക്കണം, സ്പീഡ് നിയന്ത്രിക്കണം, സൗണ്ട്. പറഞ്ഞാൽ വേണ്ടി വന്നാൽ പ്രേക്ഷകർ നമ്മളെ കാണുന്നില്ലെങ്കിൽ ഹോൺ ഓടിക്കും, സൗണ്ട്. ഇതാണ് അപ്ലൈങ് ദ പ്രിൻസിപ്പിൾ ഓഫ് 3 SS. വാട്ട് ഡു യു ഡു ടു എൻഷുർ ദ പെഡിസ്ട്രിയൻ നോസ് വെൻ യു ആർ? 3 SS നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം പെഡിസ്ട്രിയൻ പോകുമ്പോൾ? യൂസ് സൗണ്ട് ബൈ ലൈറ്റ്ലി ടാപ്പിംഗ് ഓൺ ദ ഹോൺ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ പ്രസന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെഡിസ്ട്രിയൻ ചിലപ്പോൾ നമ്മളെ കണ്ടെന്ന് വന്നേക്കില്ല, എന്നാൽ നമ്മൾ കൂടുതൽ വലിയ രീതിയിൽ ഹോൺ അടിക്കാതെ ചെറുതായിട്ട് നമുക്ക് ഹോൺ അടിക്കാം, നമ്മൾ വരുന്ന കാര്യം അവരെ അറിയിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചാടും. അപ്പൊ അതാണ് ആൻസർ. സെക്കൻഡ്, നമ്മൾ എൻജിൻ ഭയങ്കര രീതി നമ്മൾ പച്ച മലകളെ പോകുന്ന എൻജിൻ മൂപ്പിക്കണം, അങ്ങനെ പാടില്ല. ഫ്ലാഷ് യുവർ ഹെഡ്ലൈറ്റ്സ് റിപ്പീറ്റ്ലി, നമ്മൾ ഫ്ലാഷ് അടിക്കണം, ഇല്ല, ലൈറ്റ് ആയിട്ട് ഹോൺ അടിക്കാവുന്നതാണ്. വൈ ഷുഡ് ഡ്രൈവേഴ്സ് ബി മോർ കെയർഫുൾ വെൻ ഡ്രൈവിംഗ് നിയർ പെഡിസ്ട്രിയൻ? പെഡിസ്ട്രിയൻ അടുത്ത് വരുമ്പോൾ നമുക്ക് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം. സിം പെഡിസ്ട്രിയൻ ക്രോസിംഗ് ഓൺ ദ ജംഗ്ഷനിൽ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് സിം പെഡിസ്ട്രിയന്റെ ഇംപെയർഡ് ഹിയറിംഗ് ഓർ വിഷൻ. ചിലപ്പോൾ ചില പെഡിസ്ട്രിയന് കണ്ണ് കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പൊ അത് തന്നെ ആൻസർ. യു ആർ നോട്ട് വെരി ഷുവർ ഹൗ സം പെഡിസ്ട്രിയൻ വിൽ റിയാക്ട്. ഹൗ വുഡ് യു ഡീൽ വിത്ത് ദിസ് സേഫ്റ്റി? നിങ്ങളൊരു പെഡിസ്ട്രിയൻ ക്രോസിംഗ് എത്തി, നിങ്ങൾ അറിഞ്ഞുകൂടാ അവരെങ്ങനെ നിങ്ങളെ റിയാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ
സേഫ് ആയിട്ട് എങ്ങനെ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോവർ യുവർ സ്പീഡ്, എൻഷുർ യു ക്യാൻ ഗീവ് വേ ഓർ സ്റ്റോപ്പ് ഇഫ് നെസസറി. സെയിം ആൻസർ. നിങ്ങൾ സ്പീഡ് കുറയ്ക്കണം, വേണ്ടി വന്നാൽ നിങ്ങൾ വഴി കൊടുക്കണം, അവർക്ക് വേണ്ടി വണ്ടി നിർത്തണം. റെവ് അപ്പ് ഓർ സ്പീഡ് അപ്പ് പറഞ്ഞാൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുകയും അല്ലെങ്കിൽ സ്പീഡിൽ പെഡിസ്ട്രിയൻ ക്രോസിന്റെ അടുത്ത് അല്ലെങ്കിൽ ബിസി റോഡിൽ നിങ്ങൾ എത്തുന്നത് എന്താ? ദിസ് ഇസ് ഡിസൈറബിൾ ഡ്രൈവിംഗ് ബിഹേവിയർ. ഇത് നല്ലൊരു സ്വഭാവമാണ്. ഇറ്റ് ഈസ് ഫൈൻ ടു ഡു ഇത് ചെയ്യാം, ഫൈൻ ആണ്. ഡു നോട്ട് ഡു ദിസ്, ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ സ്പേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സേഫ്റ്റി ഡീൽ വിത്ത് പെഡിസ്ട്രിയൻ. ഹൗ ബിഗ് ഇസ് ദറ്റ് സ്പേസ്? സ്പേസ് പെഡിസ്ട്രിയൻ ക്രോസിംഗ് അല്ലെങ്കിൽ പെഡിസ്ട്രിയന്റെ അടുത്ത് എത്തുമ്പോൾ കൂടുതൽ സ്പേസ്. ഒരു സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന എത്ര മീറ്റർ? 1 മീറ്റർ, 1.5 മീറ്റർ, 5 മീറ്റർ. അപ്പൊ ആൻസർ 1.5 മീറ്റർ അറ്റ്ലീസ്റ്റ് വേണമെന്നാണ് അവർ പറയുന്നത്. വെൻ ഡീലിംഗ് വിത്ത് പെഡിസ്ട്രിയൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ്. പെഡിസ്ട്രിയന്റെ അടുത്ത് എത്തുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്? പെഡിസ്ട്രിയൻ ഹാവ് ദ പ്രയോറിറ്റി, അവർക്കാണ് പ്രയോറിറ്റി. പെഡിസ്ട്രിയൻ മസ്റ്റ് നോ ദ ട്രാഫിക്, അവർക്ക് എല്ലാം അറിയാം. ഓൾ പെഡിസ്ട്രിയൻ ക്രോസ് ഫ്രം ദ ഡെസിഗ്നേറ്റഡ്, അവർ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രമേ സഞ്ചരിക്കൂ. അല്ല, പെഡിസ്ട്രിയൻ ഹാവ് ദ പ്രയോറിറ്റി, അവർക്കാണ്, അല്ല നമുക്കില്ല. ടു എൻഷുർ സേഫ്ലി വെൻ ഡീലിംഗ് വിത്ത് പെഡിസ്ട്രിയൻ ഇറ്റ് ഈസ് ബെസ്റ്റ് നോട്ട്. നിങ്ങൾ പെഡിസ്ട്രിയന്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ? റിമെമ്പർ ദ പെഡിസ്ട്രിയൻ ഹാവ് ദ പ്രയോറിറ്റി, പെഡിസ്ട്രിയന് പ്രയോറിറ്റി ഉണ്ട്. അസ്യൂം ദ പെഡിസ്ട്രിയൻ ഹാസ് സീൻ യു, സ്ലോ ഡൗൺ ആൻഡ് ഗീവ് വേ. അല്ല, അസ്യൂം ദ പെഡിസ്ട്രിയൻ ഹാസ് സീൻ യു, നിങ്ങളെ കണ്ടത് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളെ കണ്ടെന്ന് വന്നേക്കില്ല. വൺ വേ ടു ഡ്രൈവ് സേഫ്ലി അറൌണ്ട് പെഡിസ്ട്രിയൻ ഈസ്, നിങ്ങൾ സേഫ് ആയിട്ട് വണ്ടി ഓടിക്കണം. പെഡിസ്ട്രിയൻ്റെ അറൌണ്ട് പോകുമ്പോൾ 1 മീറ്റർ സ്പേസ് വെക്കണം, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സ്പെൻഡ് സഡൻ മൂവ്മെന്റ് ഓർ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. പെട്ടെന്ന് പെഡിസ്ട്രിയൻ കുതിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നേക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ആകാം. അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോകണം. വെൻ ഡ്രൈവിംഗ് നിയർ പെഡിസ്ട്രിയൻ യു മേ നീഡ് ടു ഗീവ് വേ ഓർ സ്റ്റോപ്പ് ഇഫ് നെസസറി. നിങ്ങൾ വണ്ടി നിർത്തണം, വഴി കൊടുക്കണം. എന്തുകൊണ്ട്? പെഡിസ്ട്രിയൻസ് നീഡ് ടു ഗീവ് വേ ടു അതർ വെഹിക്കിൾ, മറ്റുള്ളവർക്ക് വഴി കൊടുക്കാൻ. പെഡിസ്ട്രിയൻ മസ്റ്റ് നോ ദ ട്രാഫിക് റൂൾ അറിയാവുന്നതുകൊണ്ട് പെഡിസ്ട്രിയൻ ഹാവ് ദ പ്രയോറിറ്റി. എന്തുകൊണ്ട്? പെഡിസ്ട്രിയന് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് വഴി കൊടുക്കുകയും വണ്ടി നിർത്തി എടുക്കണം. വെൻ ഡ്രൈവിംഗ് നിയർ പെഡിസ്ട്രിയൻ വാട്ട് ഷുഡ് ബി റെഡി ടു ഡു അറ്റ് എനി മൂവ്മെന്റ്. പെഡിസ്ട്രിയന്റെ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റെഡിയായി പോകണം? സ്റ്റോപ്പ് യൂസിങ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. ഗീവ് യുവർ സ്റ്റോപ്പ് ഇഫ് നെസസറി. നിങ്ങൾ എന്ത് റെഡി ആവണം? നിങ്ങൾ വഴി കൊടുക്കാനും നിർത്താനും റെഡിയായി പോകണം. വൈ ഷുഡ് യു ലുക്ക് കെയർഫുള്ളി ഇഫ് പാസിംഗ് എ സ്റ്റോപ്പ് വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ്. പറയാം, നിങ്ങൾ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തി വെച്ചിരിക്കുന്നു, എന്നാൽ അതിലേ കൂടെ നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയോടെ കൂടും. എന്തുകൊണ്ട്? ദാറ്റ് വെഹിക്കിൾ ഹാസ് ഇറ്റ് ഓൺ ബ്ലൈൻഡ് സ്പോട്ട്, അവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത്. യു മേ നോട്ട് കീപ് ഇറ്റ്, അവർക്ക് വഴി കൊടുക്കാവുന്നതുകൊണ്ട്. ഫസ്റ്റ് ആൻസർ എന്താണ്? ദാറ്റ് വെഹിക്കിൾ മേ ബി ഗിവിംഗ് വേ ടു പെഡിസ്ട്രിയൻ ഹു ഈസ് ട്രൈങ് ടു ക്രോസ് റോഡ്. ചിലപ്പോൾ അവർ പെഡിസ്ട്രിയന് വഴി കൊടുക്കുന്നുണ്ടായിരിക്കും, ക്രോസ് ചെയ്യുന്ന, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ പോകണം. സ്കൂളിന്റെ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ചിൽഡ്രൻ ഉള്ള സ്ഥലത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ വണ്ടി ഓടിക്കണം. എന്തുകൊണ്ട്? സ്കൂൾ ചിൽഡ്രൻ ക്യാൻ ഈസിലി ജഡ്ജ് ട്രാഫിക്. അവര് നല്ല രീതിയിൽ ട്രാഫിക് സ്പീഡിനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, അവര് ബസ്സിൽ ബോർഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദർ സൈസ് ദേ മേ ഡിഫിക്കൽട്ടി, ക്യോങ്കി അവർ ചെറുതായിരിക്കും, അവരുടെ സൈസ് ഒക്കെ ചെറുതായിരിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ സൈസ് അല്ലെങ്കിൽ നീളം കുറവായിരിക്കും, എന്നാൽ അവരെ കാണാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് പോകണം, ജാഗ്രതയോട് കൂടി പോകണം. ഡ്യൂ ടു ദ സൈസ്, അവരുടെ സൈസ് മൂലം സ്കൂൾ ചിൽഡ്രൻ ആർ മോസ്റ്റ് വൾണറബിൾ ഇൻ കേസ് ഓഫ് കൊളൈഡിംഗ് വിത്ത് വെഹിക്കിൾ. അതുകൊണ്ട് സൈസ് മൂലം അവർ പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിക്കുക. എങ്ങനെ? ഇപ്പർ പാർട്ട് ഓഫ് ദർ ബോഡി കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ വെഹിക്കിൾ വിച്ച് ക്യാൻ ബി ഫ്ലാറ്റർ. ക്യോങ്കി അവരുടെ നീളം കുറവായതുകൊണ്ട് അവരുടെ തല വന്ന് നമ്മുടെ വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ കഴുത്ത് വന്ന് വണ്ടി ഇടിക്കുക, അതുമൂലം മേ ബി ഫാറ്റ് പറഞ്ഞാൽ ഡെത്ത് ഉണ്ടായേക്കാം, മേ ബി മരിച്ചേക്കാം. അതുമൂലം അവരുടെ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. വെൻ ഡ്രൈവിംഗ് അറൗണ്ട് സ്കൂൾ ചിൽഡ്രൻ ഡു നോട്ട്. സ്കൂൾ ചിൽഡ്രൻ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഡു നോട്ട്, ഇത് പാടില്ല. ഗീവ് യുവർ സ്റ്റോപ്പ്, വഴി കൊടുക്കുന്നത്. അസ്യൂം ദേ നോ ഹൗ ടു ബിഹേവ് ഇൻ ട്രാഫിക്. പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അവർക്ക് ട്രാഫിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് നമ്മൾ ചിന്തിക്കണം, അത് പാടില്ല, അസ്യൂം ചെയ്യാൻ പാടില്ല. വൺ ഓഫ് ദ വേസ് ടു സേഫ്ലി ഡ്രൈവ് സ്കൂൾ ചിൽഡ്രൻ ഈസ് ടു. അങ്ങനെ സ്കൂൾ ചിൽഡ്രൻ്റെ അടുത്ത് വണ്ടി ഓടിക്കും, സേഫ് ആയിട്ട് വണ്ടി ഓടിക്കും. ഹോൺ അടിക്കണം. ആന്റിസിപ്പേറ്റ് സഡൻ മൂവ്മെന്റ് എസ്പെഷ്യലി അറൌണ്ട് ദ സ്കൂൾ. ആന്റിസിപ്പേറ്റ്, ഈ ഒരു വേർഡ് പലതവണയും വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ കാണുന്ന രീതിയിൽ, മുൻകൂട്ടി പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പയ്യെ വണ്ടി ഓടിച്ച് പോകണം. വിത്ത് യുവർ സ്പീഡ് ലോ വെൻ ക്യാൻ യു യൂസ് എ ഹോൺ അറൌണ്ട് സ്കൂൾ ചിൽഡ്രൻ. പറഞ്ഞാൽ നിങ്ങൾ പെതുക്കെയാണ് പോകുന്നത്, എപ്പോൾ നിങ്ങൾക്ക് ഹോൺ അടിക്കാം. ഈ പിള്ളേരുടെ അടുത്ത് വരുമ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ഹോൺ അടിക്കാമെന്ന് തോന്നാം. ദ മോമെന്റ് യു സീ ദം ടാപ്പ് യുവർ ഹോൺ ലൗഡ്ലി. പിള്ളേരെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറക്കത്തിൽ ഹോൺ അടിക്കണം. ദ മോമെന്റ് യു സീ ദം ടാപ്പ് യുവർ ഹോൺ ലൈറ്റ്ലി. നിങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ ലൈറ്റ് ആയിട്ട് ഹോൺ അടിക്കണം. ഒൺലി ഇഫ് യു ഫീൽ ചിൽഡ്രൻ മേ കം ഇൻ യുവർ പാത്ത്. ഇപ്പോൾ ഹോൺ അടിക്കണം നിങ്ങളുടെ ഫ്രണ്ടിൽ അവര് വരും എന്ന് കാണുമ്പോൾ മാത്രം നിങ്ങൾ ഹോൺ അടിക്കാവുന്നതാണ്. ചിൽഡ്രൻ ആർ നാച്ചുറൽ പ്ലേഫുൾ ആൻഡ് കെയർഫുൾ. കുട്ടികളാണെങ്കിൽ അവർ ഭയങ്കര കളിയും അവർക്കൊരു കെയറിംഗ് ആണ്. പറഞ്ഞാൽ അവർ ചുറ്റുമുള്ളതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ല.
സോ വെൻ ഡ്രൈവിംഗ് നിയർ ദ, അതുകൊണ്ട് നിങ്ങൾ അവരുടെ വണ്ടി അടുത്ത് ഓടിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഏബിൾ ടു അവോയ്ഡ് ടേക്കിംഗ് മെഡിസിൻ വെൻ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നത്, ഏബിൾ ടു പ്ലാൻ ദ റൂട്ട് വെൽ ഉണ്ട്, നേരത്തെ പ്ലാൻ ചെയ്യുന്നത്, ഏബിൾ ടു ഗിവ് യുവർ സ്റ്റോപ്പ് ഇഫ് നെസസറി, നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി വഴി കൊടുക്കണം, വണ്ടി നിർത്തി കൊടുക്കണം. ദിസ് ഗ്രൂപ്പ് ഓഫ് വൾണറബിൾ റോഡ് യൂസർ ആർ നോട്ട് യെറ്റ് ഏബിൾ ടു ജഡ്ജ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ. പറഞ്ഞ ഈ കാണുന്നതിൽ ഇവർ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, അവരെ കൊണ്ട് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. ആരാണ്? സ്കൂൾ ചിൽഡ്രൻ. അഡ്ജസ്റ്റ് യുവർ ഡ്രൈവിംഗ് ആൻഡ് ലോവർ സ്പീഡ്സ് അറൌണ്ട് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. പിന്നെ നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം ആൾക്കാർ പോകുമ്പോൾ നിങ്ങൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ഡ്യൂ ടു ദർ കണ്ടീഷൻ ദേ മേ ബി സ്ലോവർ. അപ്പൊ അത് തന്നെ ആൻസർ. അവരുടെ കണ്ടീഷൻ അങ്ങനെയാണ്, മേ ബി അവർ ചിലപ്പോൾ സ്ലോ ആയിട്ട് പോകും, അതുകൊണ്ട് അവരുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. When dealing with vulnerable road user, why is it important to remember? What is to be important? നിങ്ങൾ vulnerable road user പറഞ്ഞാൽ ഡിസ്റ്റിനാവാം, ഹാൻഡിക്യാപ്ഡ് ആൾക്കാരാവാം, അവരുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ഓർത്തിരിക്കണം? ദേ ഡു നോട്ട് ഹാവ് എനി പ്രൊട്ടക്ഷൻ അൺലൈക്ക് ഡ്രൈവേഴ്സ് ഓർ പാസഞ്ചർ ഇൻ ദ കാർ. അല്ലെങ്കിൽ പാസഞ്ചർ ഒരു വണ്ടിക്കകത്തിരിക്കുമ്പോൾ അവർ ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ട്, കാറിന്റെ ബോഡി ഉണ്ട്, പക്ഷെ ഒരു പെഡിസ്റ്റിയറിന് അങ്ങനെ ഉണ്ടോ? ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. വെൻ റിവേഴ്സിംഗ് ഇൻ എ പാർക്കിംഗ് ലോട്ട്, ഡ്രൈവർ നീഡ് ടു ബി എക്സ്ട്രാ കെയർഫുൾ ആൻഡ് ലുക്ക് ഫോർ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ റിവേഴ്സ് എടുക്കണം. എന്തുകൊണ്ട്? മേ ബി അവിടെ എന്താ വന്നേക്കാം, മറ്റേ ഡ്രൈവർ വന്നേക്കാം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പറഞ്ഞാൽ അംഗവൈകല്യമുള്ള ആൾക്കാർ വന്നേക്കാം, വണ്ടികൾ വന്നു, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഹൗ ക്യാൻ ത്രോയിങ് ആൻഡ് ഡെബ്രീസ് ഓർ ഗാർബേജ് ഓൺ ദ റോഡ് മേ ബി ഡേഞ്ചറസ്. ഇപ്പോൾ നമ്മൾ റോഡിൽ എന്തെങ്കിലും എടുത്ത് എറിയുമോ, ഗാർബേജോ ഗ്ലാസോ കുപ്പിയോ എടുത്ത് എറിയുമോ, അത് ഡേഞ്ചറസ് ആയിരിക്കും. അങ്ങനെ സം റോഡ് യൂസർ മേ റിയാക്ട് ഇൻ അൺപ്രഡിക്റ്റബിൾ മാനർ. ലാർജ് വെഹിക്കിൾ ആർ നോട്ട് എഫക്റ്റീവ്. സം റോഡ് യൂസർ മേ റിയാക്ട് ഇൻ അൺപ്രഡിക്റ്റബിൾ മാനർ. പറഞ്ഞാൽ മറ്റ് ആൾക്കാർ മുൻകൂട്ടി കാണത്തില്ല, നിങ്ങൾ എന്തെങ്കിലും കുപ്പി എടുത്ത് എറിഞ്ഞാൽ മുൻകൂട്ടി കാണത്തില്ല, അവർ അതിന്റെ മേളിൽ കൂടെ പോകും, ചിലപ്പോൾ വണ്ടി മറിഞ്ഞേക്കാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് അനദർ റോഡ് യൂസർ ത്രോസ് ഗാർബേജ് ഓർ ഡെബ്രീസ് ഓൺ ദ റോഡ് വേ. പറഞ്ഞാൽ വേറൊരു വണ്ടിക്കാരെങ്കിലും കുപ്പിയോ ഗാർബേജോ റോഡിൽ വലിച്ചെറിയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതർ ഡ്രൈവർ വിൽ ഡു ദ സെയിം. മറ്റൊരു ഡ്രൈവർ അതുപോലെ ചെയ്യണം. എ ചെയിൻ കൊലീഷൻ പറഞ്ഞാൽ തുറതുറ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് ആക്സിഡന്റ് ഉണ്ടായേക്കാം, ചാൻസ് ഉണ്ട്. ഓൾ വെഹിക്കിൾ വിൽ സ്റ്റോ, എല്ലാ വണ്ടി നിർത്തി, ആക്സിഡന്റ് ഉണ്ടായേക്കാം. നിങ്ങൾ വണ്ടി റോഡിൽ നിന്ന് വേസ്റ്റ് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിഴ? ഫൈൻ എന്താണ്? വാർണിംഗ് ടിക്കറ്റ്, ഫൈനേ ഇല്ല, 500 ദിറം 4 ബ്ലാക്ക് പോയിന്റ്. ആൻസർ ആണ് 500 ദിറം 4 ബ്ലാക്ക് പോയിന്റ്. എ സിമ്പിൾ ആക്ട് ഓഫ് ഫ്ലിക്കറിംഗ് എ സിഗരറ്റ് ബട്ട് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. പറഞ്ഞ റോഡിൽ നിങ്ങൾ സിഗരറ്റ് കുടിച്ചുകൊണ്ട് പോവുക, ചിലപ്പം ബട്ടെടുത്ത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ അതിന്റെ തീപ്പൊരികൾ. ഇറ്റ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് കാറിന്റെ റൂഫിൽ വന്നേക്കാം. ഇറ്റ് ലാൻഡ്സ് ഓൺ ദ സാൻഡി ഏരിയ, മണലുള്ള ഏരിയയിൽ വന്നേക്കാം. ഇറ്റ് ലാൻഡ്സ് ഓൺ ദ മോട്ടോർ സൈക്കിൾ. ഇപ്പൊ അടുത്തൂടെ പോകുന്ന സൈക്കിളിന്റെയോ മോട്ടോർ സൈക്കിളിന്റെ ദേഹത്ത് വന്ന് വീണേക്കാം. അതാണ് ആൻസർ. ഡ്രൈവിംഗ് ഇൻ ഹെവിലി കൺജസ്റ്റഡ് ഏരിയ ക്യാൻ ബി പർട്ടിക്കുലർലി ഡേഞ്ചറസ്. ബി മോർ സേഫ് ബൈ. നമ്മൾ വളരെ ബിസി ഏരിയ പോകാം, കൺജസ്റ്റഡ് ഏരിയ പോവാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി വണ്ടി ഓടിക്കണമെങ്കിൽ സ്ലോയിങ് ഡൗൺ ആൻഡ് വാച്ചിങ് ഫോർ ഹസാർഡ്സ്. വേറെ ആൻസർ ഞാൻ വായിച്ചു നോക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ വണ്ടി ഓടിക്കണം, അപകടത്തിനെ നോക്കിക്കൊണ്ട് പോകണം. വൈ ഷുഡ് യു നോട്ട് ട്രൈ ടു ഓവർടേക്ക് എ സ്കൂൾ ബസ് ദാറ്റ് സ്റ്റോപ്പ് ജസ്റ്റ് അഹെഡ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ സ്കൂൾ ബസ് നിർത്തിയേക്കുക, നിങ്ങൾ അവനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വൈ? ബിക്കോസ് സ്കൂൾ ബസ്സിന് പ്രയോറിറ്റി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സ്റ്റുഡൻസ് നീഡ് സൂപ്പർവൈസൺ ഇൻസൈഡ് ദ സ്കൂൾ ബസ്. സൂപ്പർവൈസൺ വേണ്ടതുണ്ട്. ബിക്കോസ് സ്റ്റുഡൻസ് മേ സഡൻലി ക്രോസ് ദ റോഡ്. അപ്പൊ അതാണ് ആൻസർ. സ്റ്റുഡൻസ് അല്ലെങ്കിൽ പിള്ളേർ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തേക്കാം, അതുകൊണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. യു ഷുഡ് നോട്ട് ട്രൈ ടു ഓവർടേക്ക് എ ട്രക്ക് ദാറ്റ് ഇസ് സിഗ്നൽ ടു ടേൺ. ബിക്കോസ് ഒരു ട്രക്ക് നിങ്ങളുടെ സൈഡിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ സിഗ്നൽ ചെയ്തുകൊണ്ടിരിക്കുക വളയാൻ വേണ്ടി, അന്നേരം നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. എന്ത്? ദ ട്രക്ക് നീഡ് മോർ സ്പേസ് ടു സ്റ്റോപ്പ്. ദ ട്രക്ക് നീഡ് ടു സ്റ്റോപ്പ് ഫസ്റ്റ്. ദ സ്മാൾ കാർ ഡു നോട്ട് ഡ്രൈവ്. അപ്പം അവർക്ക് കൂടുതൽ സ്പേസ് വേണം, അതുകൊണ്ട് അവർക്ക് വളയുന്ന ട്രക്കിന്റെ സൈഡിൽ കൂടെ പോയി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആക്സിഡന്റ് വരും. വെൻ യു സീ എ ട്രക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പൊസിഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രക്ക് പൊസിഷൻ ചെയ്യുകയാണ്, പക്ഷേ അവ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന റൈറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സമയം മനസ്സിലായല്ലോ. ഓവർടേക്ക് ഫ്രം ഇൻസൈഡ്, അതിന്റെ ഇൻസൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യും. വെയിറ്റ് ഫോർ ദ ട്രക്ക് ടു ടേൺ. ട്രക്ക് വളയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സൗണ്ട് യുവർ ഹോൺ അടിക്കും, വെയിറ്റ് ചെയ്യണം. ഡ്രൈവിംഗ് നിയർ ഓർ അലോങ് സൈഡ് എ സ്കൂൾ ബസ്, വൈ ഷുഡ് യു ഗീവ് ഇറ്റ് ഡ്യൂ ടു കൺസിഡറേഷൻ സ്കൂൾ ബസ് ഡ്രൈവർ. നമ്മൾ സ്കൂൾ ബസിന്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ അടുത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൺസിഡറേഷൻ കൊടുക്കണം സ്കൂൾ ബസ് ഡ്രൈവറിന്. എന്തുകൊണ്ട്? ടു അവോയ്ഡ് എനി സഡൻ ആക്ഷൻ ദാറ്റ് കൻ സ്റ്റാർട്ടിൽ ദ സ്കൂൾ ബസ് ഡ്രൈവർ, സോ ദ സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് കൻ ഗിവൻ പ്രയോറിറ്റി സോ ദാറ്റ് സ്കൂൾ ബസ് ഡ്രൈവർ ക്യാൻ റീച്ച് ഹോം. അല്ല, എന്ത് സംഭവിക്കാം, എന്തെങ്കിലും ആക്ഷൻ പെട്ടെന്ന് സംഭവിക്കാം, അതുകൊണ്ട് നമ്മൾ അവർക്ക് കൺസിഡറേഷൻ കൊടുക്കണം. ഡു നോട്ട് ഓവർ സ്പീഡ് ഓർ മേക്ക് സഡൻ സ്റ്റോപ്പ് നിയർ ദ സ്കൂൾ ബസ്. ബിക്കോസ് നമ്മൾ ഓവർ സ്പീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയോ സ്കൂൾ ബസിന്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഓവർ സ്പീഡ് ഓർ സഡൻ സ്റ്റോപ്സ് മേ സ്കെയർ ഓഫ് സ്റ്റുഡന്റ്. അതിനകത്ത് ആരായിരിക്കുന്ന കുട്ടികൾ, അവർ അതുമൂലം പെട്ടെന്ന് അവർക്ക് പേടി സംഭവിച്ചേക്കും. ഇൻ ഡീലിംഗ് വിത്ത് എമർജൻസി വെഹിക്കിൾ, വിച്ച് വൺ യു ഷുഡ് ഗിവ് വെയിറ്റ്. നമ്മൾ എമർജൻസി വെഹിക്കിളിനെ ഡീൽ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ അവർ വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യും, അല്ലെങ്കിൽ അവർ ഏത് എമർജൻസി വെഹിക്കിളിന് വഴി കൊടുക്കും? മിലിറ്ററി വെഹിക്കിൾ, പോലീസ് പെട്രോൾ കാർ, an ambulance with sirens and lights on. ആംബുലൻസ് സൈറൺ ലൈറ്റ് ഓൺ ആയിരിക്കുന്ന ആംബുലൻസ് നമ്മൾ വഴി കൊടുക്കും. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സ് ഹാവ് ടു റിയലൈസ് ദാറ്റ് ദർ ഇസ് എ ബ്ലൈൻഡ് സ്പോട്ട് ഫോർ ലാർജ് കൺട്രസ്റ്റേഴ്സ്. പിന്നെ ഈ ചെറിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എപ്പോഴും ട്രക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ ബസ്സിന്റെ അടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. 5 മീറ്റർ ഫ്രണ്ടില്, 15 മീറ്റർ സൈഡിൽ, ഇമ്മീഡിയറ്റ്ലി ഇൻ ഫ്രണ്ട്. വെൻ ടോയിങ് എ ട്രെയിലർ, ദിസ് ഈസ് വൺ ഓഫ് ദ തിങ്സ് യു ഷുഡ് അവോയ്ഡ്. നമ്മൾ ട്രെയിലറിനെ ടോയ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണം. എന്ത്? ഡ്രൈവിംഗ് ഇൻ ദ ഫാസ്റ്റ് ലൈൻ നമ്മൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. വെൻ ടോയിങ് എ ട്രെയിലർ കൊച്ചു ട്രെയിലർ എങ്ങാണോ നമ്മുടെ വണ്ടിയുടെ പുറകെ ടോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ സഡൻ ലെയിൻ ചേഞ്ചോ സ്വർവിംഗ് ക്യാൻ, പെട്ടെന്ന് വണ്ടി ലെയിൻ ചേഞ്ച് ചെയ്യുകയോ വളയോ ചെയ്താൽ എന്താ, സേഫ് ഓവർടേക്ക് ചെയ്യാം. അൺകൺട്രോൾ സൈഡ് വേ മൂവ്മെന്റ്, പെട്ടെന്ന് അത് വളഞ്ഞേക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ അനങ്ങിയേക്കാം, അതുമൂലം ആക്സിഡന്റ് ഉണ്ടാവും. അതാണ് ആൻസർ. ബിക്കോസ് ട്രക്സ് ആൻഡ് ബസ്സസ് ആർ ഹെവിയർ ആൻഡ് ടേക്സ് ലോങ് ടൈം ടു സ്റ്റോപ്പ്, ഇറ്റ് ഈസ് ബെസ്റ്റ്. ട്രക്ക് കൂടുതൽ സമയം എടുക്കും വണ്ടി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് കൂടുതൽ ഭാരമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൂടുതൽ സ്പേസ് അത് നിർത്താൻ വേണ്ടി കൂടുതൽ സ്പേസ്. നമുക്ക് മുമ്പിൽ നമ്മൾ നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെൻ large truck or bus are stopping, how can you do to help ensure safely on the road? അന്നേരം സ്റ്റോപ്പ് ഫോർ പെഡിസ്ട്രിയൻ വണ്ടി നിന്നും ഡ്രൈവ് ഫാസ്റ്റ് ആൻഡ് കട്ട് ഇൻ ദ ഫ്രണ്ട്, തൊട്ട് ഫ്രണ്ടിൽ തന്നെ കട്ട് ഇൻ ചെയ്യണം. ഡു നോട്ട് കട്ട് ഇൻ ദ ഫ്രണ്ട് ഓഫ് ട്രക്ക് ഓർ ബസ്, അവരുടെ ഫ്രണ്ടിൽ പെട്ടെന്ന് പോയി കട്ടും ചെയ്യാൻ പാടില്ല. When driving on a busy streets, be particularly alert for people trying to cross and walking from. നമ്മൾ ബിസി സ്ട്രീറ്റിൽ വണ്ടി ഓടിക്കുകയാണ്, ബിഹൈൻഡ് ദ ടോൾ ബിൽഡിംഗ്, ഫ്രണ്ട് ഓർ ബിഹൈൻഡ് വെഹിക്കിൾ ദർ സ്റ്റോപ്പ് ഓൺ മൂവിംഗ് സ്ലോലി, അന്നേരം അത് ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിക്കണം. ലുക്ക് ഔട്ട് ഫോർ ആൻഡ് ഗീവ് വേ ടു ദ പെഡിസ്ട്രിയൻ, സൈക്ലിസ്റ്റ് ആൻഡ് ടാക്സിസ്, ബസ്സസ്, ടാക്സി നമ്മൾ ഈവൻ ഇഫ് ദേ ഡു നോട്ട് ഹാവ് പ്രയോറിറ്റി, ബിക്കോസ് നമ്മൾ എപ്പോഴും പെഡിസ്ട്രിയനെയും സൈക്കിളിനെയും ടാക്സിയും ബസ് ട്രക്ക് എല്ലാം നോക്കി വണ്ടി ഓടിക്കണം. എന്തുകൊണ്ട്? ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദ ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആൻഡ് അവോയ്ഡ് ക്രാഷ് അറ്റ് ഓൾ. പറഞ്ഞാൽ ഇതൊരു ഡിഫെൻസീവ് ഡ്രൈവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആക്സിഡന്റ് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടോപ്പിക്കിന്റെ പേരാണ് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് യു ആർ ഡ്രൈവിംഗ് എ, ബിഫോർ യു മൂവ് ഇൻ ടു ദ ലെഫ്റ്റ് ലൈൻ. പറയാം നിങ്ങൾ എ വണ്ടിയാണ്, നിങ്ങൾ ലെഫ്റ്റ് ലൈനിൽ വരുന്നതിന് മുമ്പിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഹോൺ അടിക്കണം, ഹെഡ് ചെക്ക് ചെയ്യണം, ഇവിടെ സ്ഥലം ഉണ്ടോ നോക്കണം, ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ വരണം. അങ്ങനെ സിമ്പിൾ ആൻസർ ആണ്, ഹെഡ് ചെക്ക് ചെയ്യണം. വാട്ട് കുഡ് ബി ദ റീസൺ വൈ ദിസ് കൊല്യൂഷൻ ഒക്യൂർഡ്? ഈ ആക്സിഡന്റ് പറ്റാനുള്ള എന്തുകൊണ്ട് ഈ ആക്സിഡന്റ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്. എ ഡിഡ് നോട്ട് ഒബേ ദ ട്രാഫിക് റൂൾ, ബി ഡിഡ് നോട്ട് ഒബേ ദ ട്രാഫിക് റൂൾ, ബോത്ത് രണ്ടുപേരും ട്രാഫിക് റൂൾ ഒബേ ചെയ്തില്ല. എയുടെ തെറ്റാണ്, അന്നേരം എ കണ്ടോട്ട് ഒബേ. ബിയും സിയും ഇവിടെ ആക്സിഡന്റ് ആയി. എന്തുകൊണ്ട്? എ പെട്ടെന്ന് നിർത്തിയുണ്ട്, സി പെട്ടെന്ന് പോയതുകൊണ്ട്, ബി റൈറ്റ് സൈഡിൽ നോക്കിയതേ ഇല്ല, ക്ലിയർ സ്പേസ് ഉണ്ടോ നോക്കാതെ റൈറ്റിലോട്ട് ടേൺ ചെയ്തുകൊണ്ട്. അപ്പൊ അതാണ് ആൻസർ. നിങ്ങൾ ബി എ ഓവർടേക്ക് ചെയ്യണം, പക്ഷെ മുന്നിലൊരു കുന്ന് വരുന്നുണ്ട്, ഹില്ല്. നിങ്ങൾ എന്ത് ചെയ്യും? ഓവർടേക്ക് ബി ബിഫോർ യു ടോപ്പ് ഓഫ് ദ ഹിൽ. കുന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓവർടേക്ക് ചെയ്യും. സ്റ്റേ ബിഹൈൻഡ് ബി, ബിയുടെ പുറകിൽ നിൽക്കണം. കുന്ന് പോയതിനു ശേഷം സേഫ് ആണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യണം, ബിയുടെ റൈറ്റ് സൈഡിൽ കൂടെ. സിമ്പിൾ ആൻസർ ആണ്. നിങ്ങളുടെ വണ്ടി എ, നിങ്ങൾ എങ്ങനെ റൈറ്റ് സൈഡിൽ ടേൺ ചെയ്യണം. ഇവിടെ പെട്ടെന്ന് തന്നെ ഒരു ഐ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം ബി ഇവിടെ വളഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ ബി ഇവിടെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്, ബി ചിലപ്പോൾ മൂഡ് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം ബി ഇവിടെ വളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. എ വണ്ടി ബി എ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രം ബി റൈറ്റിലോട്ട് മൂവ് ആയതിനു ശേഷം, ഇല്ല, റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രം ഇവിടെ ബ്രോക്കൺ ലൈൻ ആണ്. ഇതിൽ ഏത് വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റും? എ, ബി രണ്ടും. എന്നാലും ബിന് ചെയ്യാൻ പറ്റത്തില്ല, ബിയുടെ സൈഡ് സ്ട്രൈറ്റ് ലൈൻ. എക്ക് ചെയ്യാൻ പറ്റുമോ? അതെ, ബ്രോക്കൺ ലൈൻ. അപ്പം എന് ചെയ്യാം. രണ്ട് മഞ്ഞ വരകൾ റോഡിന്റെ നടുക്കുണ്ടെങ്കിൽ ആർ യു പെർമിറ്റഡ് ടു ക്രോസ് ദ ലൈൻ? നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആൻസർ ആണ്, വേറെ ആൻസർ ഒന്നും വായിച്ചു നോക്കണ്ട. എസ്, നോ എന്ന് ഇല്ല. വിച്ച് വെഹിക്കിൾ മസ്റ്റ് ഗിവ് വേ? ഏത് വണ്ടികൾ വഴി കൊടുക്കണം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോണം, ഏത് വണ്ടികൾ നിർത്തി വഴി കൊടുക്കണം. ഓക്കെ, ഏത് വണ്ടികൾ നിൽക്കണം? ഇവിടെ ഗിവ് വേ സൈൻ ഉണ്ട്, ഗിവ് വേ സൈൻ ഉണ്ട്. എ, സി, എ, ബി, ബി, സി. എ, സി, എയും ബി, എയും സിയും നിർത്തി വഴി കൊടുക്കണം. ആർക്ക്? ബി. ബി നേരെ പോകും, അത് വേറൊരു കാരണം. ഓക്കെ, ലുക്കിംഗ് അറ്റ് ദ ഡയഗ്രാം, വിച്ച് വെഹിക്കിൾ ക്യാൻ ടേൺ ഫസ്റ്റ്? ഈ ഡയഗ്രാം നോക്കിക്കൊണ്ട് ഏത് വണ്ടിയാണ് ഫസ്റ്റ് തിരിയേണ്ടത്? ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ കൺഫ്യൂഷൻ വരും. ഇവിടെ ബ്രോക്കൺ വൈറ്റ് ലൈൻ ഉണ്ട്, സ്റ്റോപ്പ് ലൈനും ഉണ്ട്, ഇതിനെ ഗിവ് വേ ലൈൻ പറഞ്ഞത് എ വഴി കൊടുക്കണമെന്നാണ്. അപ്പം ബി ആദ്യം പോകണം. ഈ ഡയഗ്രാമിൽ നിങ്ങൾ നോക്കുമ്പോൾ ഏത് ലേനിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ ഇത് എന്ന് വെച്ചാൽ പോകാൻ പറ്റും, ഇത് പോകാൻ പറ്റില്ല. അന്നേരം എനി ലൈൻ എവിടെയും പോകാം, എക്സിന്റെ അടിയിലോ പോകാം, അല്ല വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനിന്റെ അടിയിലോ പോകാം. അതാണ് ആൻസർ. നിങ്ങൾ എ വണ്ടി നിങ്ങളുടെ ബിയുടെ റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ഇവിടെ ഒരു ക്രോസ് സൈനും ഉണ്ട്. ആൻസർ നോ. ഇട്ട ആൻസർ ഒന്നും ഞാൻ വായിച്ചു പോകുന്നില്ല. ഹു മസ്റ്റ് ഗിവ് വേ? മസ്റ്റ് ഗിവ് വേ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി നിർത്തി വഴി കൊടുക്കണം? ബി വണ്ടി നിർത്തണം.
നോക്കി ഇവിടെ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. സോ ബി മസ്റ്റ് ഗീവ് വേ ടു വെഹിക്കിൾ. ബി എക്ക് വേണ്ടി വഴി കൊടുക്കും. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ ആർക്കെങ്കിലും വഴി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾ നേരെ പോവുക, നിങ്ങൾ ആർക്കും വഴി കൊടുക്കണ്ട. എങ്കിലും നമുക്ക് നോക്കാം, ബിക്ക് വഴി കൊടുക്കണോ? ഇല്ല. സ്റ്റോപ്പ് ലൈനും ഉണ്ട്, സ്റ്റോപ്പ് സൈനും ഉണ്ട്. സി വളയുക. പക്ഷെ എ നേരെ പോകും. നേരെ പോകുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി, അവരാണ് ആദ്യം പോകുന്നത്. എന്നാലും നൈദർ ബി നോർ സി ആർക്കും കൊടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? മുമ്പ് സ്റ്റോപ്പ് ലൈനും ഉണ്ട്, സ്റ്റോപ്പ് സൈൻ, രണ്ടുപേർക്കും വഴി കൊടുക്കും. ബിയും സിക്കും. നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? പെഡിസ്ട്രിയനും ഉണ്ട്, ബൈസൈക്കിളും ഉണ്ട്, രണ്ടുപേർക്കും. മോട്ടോർ സൈക്കിളും ഉണ്ട്, രണ്ടുപേർക്കും. സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ. നിങ്ങൾ രണ്ടുപേർക്കും വഴി കൊടുക്കണം. നിങ്ങൾ എ എ എന്തിന് ബിക്ക് വഴി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ട്? സ്റ്റോപ്പ് ലൈൻ. നോക്കാം നമുക്ക്. എ ഇസ് ഫേസിങ് സ്റ്റോപ്പ് ലൈൻ. എയുടെ ഫ്രണ്ടിൽ എന്തുണ്ട്? സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ സേഫ് ആയിട്ട് എങ്ങനെ റൗണ്ട് ബോട്ട് വിട്ട് വെളിയിലോട്ട് പോകും? ഗീവ് വേ ടു ബി ബിഫോർ യു ലീവ്. ബിക്ക് വഴി കൊടുക്കണോ? അല്ല. ബിയുടെ ഫ്രണ്ട് സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, അത് മാത്രമേ നിങ്ങൾ ആൾറെഡി റൗണ്ട് ബോട്ടിലാണ്. റൈറ്റ് ലൈനിൽ പോകണം, അല്ല റൗണ്ട് ബോട്ട് അങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സ്റ്റേ ഇൻ ദ ലെഫ്റ്റ് ലൈൻ. അത് നിങ്ങൾ ലെഫ്റ്റ് ലൈനിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പ്. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? ബിയും സിയും. അല്ല, ബിയുടെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിലും ഉണ്ട്, പക്ഷെ ആരുടെ മുമ്പിൽ ഇല്ല? സി. അങ്ങനെ നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? സിക്ക് മാത്രം വഴി കൊടുക്കണം. എയും ബിയും ഇത് ആർക്കാണ് പ്രയോറിറ്റി? തീർച്ചയായും ബിക്കാണ്. ബിക്കോസ് എ ഈസ് ഫേസിങ് സ്റ്റോപ്പ് സൈൻ. സ്റ്റോപ്പ് സൈൻ ഉണ്ടതുകൊണ്ട്. വിച്ച് വെഹിക്കിൾ മസ്റ്റ് ഗീവ് വേ? ആര് നിന്ന് വഴി കൊടുക്കണം? ബി നിന്ന് വഴി കൊടുക്കണം. ബിയുടെ ഫ്രണ്ട് സ്റ്റോപ്പ് ലൈൻ ഉണ്ടതുകൊണ്ട്. സെയിം ക്വസ്റ്റ്യൻ, സെയിം ആൻസർ. ബി നിന്ന് വഴി കൊടുക്കണം. വിച്ച് വെഹിക്കിൾ മസ്റ്റ്. ഇങ്ങനെ എയും ബിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം ബി ആണ്. ഇതിലും എങ്കിലും നിങ്ങൾ നോക്കാവുന്നതാണ്. ബിയുടെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും മുമ്പിൽ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ നേരെ പോകുന്ന ആരാ? എ. അന്നേരം ആര് നിന്ന് വഴി കൊടുക്കണം? ബി നിന്ന് വഴി കൊടുക്കണം. നിങ്ങൾ വേണ്ട എ നിങ്ങൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ബിയുടെ സൈഡിൽ നോക്ക്, റെഡ് ലൈറ്റ്. സി റെഡ് ലൈറ്റ്. ഇവിടെ എയുടെ സൈഡിൽ ഒരു ഗ്രീൻ സിഗ്നൽ. അപ്പൊ ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. കണ്ടിന്യൂ ടു മേക്ക് ടു ടേൺ ഇഫ് ഇറ്റ് ഇസ് സേഫ്. സേഫ് ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാം. ബി പോകുന്നവരെ വെയിറ്റ് ചെയ്യണം, സി പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. ആൻസർ എന്താണ്? നിങ്ങൾ സേഫ് ആണെങ്കിൽ മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഗ്രീൻ ലൈറ്റ്, അങ്ങനെ നിങ്ങൾക്ക് പോകാം. ഇതിൽ ആര് ആദ്യം പോകും? ബി. എന്താന്ന് വെച്ചാൽ ബി സ്ട്രൈറ്റ് ആണ് പോകുന്നത്. നിങ്ങൾ എ വണ്ടി നിങ്ങൾ ആർക്ക് വഴി കൊടുക്കും? നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്തായാലും ബിക്ക്, നിങ്ങൾ എ വണ്ടി നിങ്ങൾ ആർക്ക് വഴി കൊടുക്കും? എന്തായാലും നിങ്ങൾക്ക് ബിക്ക് വഴി കൊടുക്കും. ബിക്ക് സ്റ്റോപ്പ് ലൈൻ നിങ്ങൾ ആർക്ക് വഴി കൊടുക്കും? സിന് വഴി കൊടുക്കും. അത് നേരെ. നിങ്ങൾ വണ്ടി എ നിങ്ങൾ പാർക്കിംഗിലാണ്, നിങ്ങൾ ആർക്ക് വഴി കൊടുക്കണം? രണ്ടുപേർക്കും. രണ്ടുപേരും റോഡിലാണ്. അന്നേരം ബൈക്ക് ബി രണ്ടുപേരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ എങ്ങനെ ടേൺ ചെയ്യും? അപ്പൊ നിങ്ങളുടെ സൈഡിൽ എന്താണ് നോക്കുന്നത്? ഗ്രീൻ ലൈറ്റ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാം. യു ഷുഡ് എൻ്റർ ദ ഇന്റർസെക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ടു ലെഫ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ ടേൺ ചെയ്യാം. യു ഷുഡ് എൻ്റർ ദ ഇന്റർസെക്ഷൻ സ്ലോലി ആൻഡ് ഗീവ് ഇറ്റ് ടു ദ പെഡിസ്ട്രിയൻ. നിങ്ങൾ പെതുക്കെ എൻ്റർ ചെയ്യണതനുസരിച്ച് അവന് വഴി കൊടുക്കും. യു മസ്റ്റ് നോട്ട് എൻ്റർ ദ ഇന്റർസെക്ഷൻ അൺടിൽ ദ പെഡിസ്ട്രിയൻ കംപ്ലീറ്റ്ലി. നിങ്ങൾ ഈ പെഡിസ്ട്രിയൻ ക്രോസ് ആവുന്നവരെയും നിങ്ങൾ അകത്ത് കടക്കാൻ പാടില്ല. നിങ്ങൾ ഗ്രീൻ ലൈറ്റ് ഉണ്ട്. അപ്പൊ ആൻസർ എന്താണ്? നിങ്ങൾ പതുക്കെ മുമ്പോട്ട് പോകണം, അവന് വഴി കൊടുത്തിരിക്കണം. ഈ റൗണ്ട് ബോട്ടിൽ രണ്ടുപേരും എയും ബിയും റൈറ്റിലോട്ട് തിരിയുക. പക്ഷെ ഇതിൽ ഏറ്റവും സേഫും കറക്റ്റ് ആയിട്ടും തിരിയുന്ന വണ്ടി ഏതാണ്? ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്ക ആൾക്കാരും ലാസ്റ്റ് ആൻസർ ആണ് കൊടുക്കുന്നത്, എയും ബിയും. പക്ഷെ ആൻസർ ഇതിന്റെ ബി ആണ്. ബിക്കോസ് എയുടെ സൈഡിൽ ആരുണ്ട്? ബി. മേ ബിയും ബിയുടെ മൂഡ് ചേഞ്ച് ആവും, ബി ഇങ്ങനെ വരാം. പക്ഷെ ബിയുടെ സൈഡിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടോ? ദൂരെ വരെ ഒരു വണ്ടിയില്ല. അന്നേരം ഏറ്റവും സേഫ് ആരാണ്? ബി വണ്ടി. ഇതിൽ ഏറ്റവും സേഫ് ആയിട്ട് പോകുന്ന വണ്ടി ഏതാണ് റൗണ്ട് അബൌട്ടിലൂടെ? ആൻസർ എ. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബിക്ക് നേരെ ലെയിൻ ചേഞ്ച് ചെയ്യാതെ പോകണം, പക്ഷെ അവൻ ലെയിൻ ചേഞ്ച് ചെയ്യുന്നു. സിയും ലെയിൻ ചേഞ്ച് ചെയ്യുന്നു, പക്ഷെ എ അതേ ലൈനിൽ തന്നെ എക്സിറ്റ് ആവും. അതിന് ഏറ്റവും സേഫ് ആണ് പോകുന്നത് എ. ഇതിൽ ഏത് വണ്ടികൾ റൈറ്റിൽ തിരിയാം? ചില ആൾക്കാർ എ മാത്രം കൊടുക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ആരെ നോക്കിയാൽ ശ്രദ്ധിക്കാം, എ വണ്ടിയും റൈറ്റിൽ തിരിക്കാം, ബി നേരെയും പോകാം, ബി റൈറ്റ്. നിങ്ങൾ എ വണ്ടി നിങ്ങൾ ഏത് ലൈനിൽ പോകണം ലെഫ്റ്റിലോട്ട് പോകാൻ? ലെയിൻ 1, 2, 3. പക്ഷെ ഇത് ഏത് ലൈനാ? ലൈനിന്റെ പേരുന്ന ലെയിൻ 3. ആൻസർ 3. നിങ്ങൾ എ വണ്ടി നിങ്ങൾ എങ്ങനെ ഹൈവേയിലോട്ട് എൻ്റർ ആവും? സ്റ്റോപ്പ് ചെയ്യണം, സ്ലോ ആയി പോകണം, നിങ്ങളുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ആൻസർ അഡ്ജസ്റ്റ് സ്പീഡ് ടു മാച്ച് ദ ഫ്രീവേ. നിങ്ങളൊരു ഹൈവേയിൽ ലെഫ്റ്റ് ലൈൻ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഓവർടേക്ക് ചെയ്യാൻ, സ്പീഡിൽ പോകാൻ, എല്ലാ സമയവും. രണ്ടുപേരും റൗണ്ട് അബൌട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകും. അന്നേരം ആര് സിഗ്നൽ ഇടണമെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് വെഹിക്കിൾ ഷുഡ് സിഗ്നൽ ടു ലീവ് ദ റൗണ്ട് അബൌട്ട്? എ, ബി, ബോത്ത്. രണ്ടുപേരും സിഗ്നൽ. യു ആർ എ, ഹൗ ക്യാൻ യു ടേൺ സേഫ്ലി? നിങ്ങൾക്ക് ഇവിടെ വളയണം, നേരം ഉണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? 30 മീറ്റർ മുമ്പ് സിഗ്നൽ കൊടുക്കണം. നിങ്ങൾ വണ്ടി നിർത്തണം, ബിക്ക് വഴി കൊടുക്കണം. അല്ല, അങ്ങനെ പറ്റത്തില്ല. ബിയുടെ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, സ്റ്റോപ്പ് സൈൻ ഉണ്ട്. സോ ആൻസർ സ്ലോ ഡൗൺ, ഡ്രൈവ് പാസ്റ്റ് ബി, ദെൻ സിഗ്നൽ. ഇവിടെ സിഗ്നൽ ഇട്ട ബി ആയിരിക്കും ഇവിടെ വളയാൻ. അതുകൊണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സിഗ്നൽ ഇട്ടിട്ട് നിങ്ങൾ വളയാം. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ ബി എങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും? ബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബി റൈറ്റ് ലേനിൽ പോയതിനു ശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യണം. ബിയുടെ റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. ഹോൺ അടിക്കുക, ഫ്ലാഷ് അടിക്കുക, വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പം ആറ് സ്പീഡിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബിയുടെ സ്പീഡ് അല്ല, ബി ഫ്രണ്ടിലാണ്. സിയുടെ സ്പീഡ് ഫ്രണ്ടിൽ നിന്ന് വരികയാണ്. നിങ്ങളുടെ സ്പീഡ് അല്ല, സിയുടെ സ്പീഡ് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നിങ്ങളുടെ വണ്ടി എ നിങ്ങൾ എങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും? ഇതൊരു വളവാണ്. സി പോയി കഴിഞ്ഞാൽ ഉടൻ ഫ്രണ്ടിലത്തെ റോഡ് ക്ലിയർ ആവുമ്പോൾ ബി സിഗ്നൽ തന്നാൽ ഉടൻ ഇല്ല.
റോഡ് ക്ലിയർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഔട്ട് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും 120 കിലോമീറ്റർ സ്പീഡിൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കണം. അന്നേരം എ വണ്ടിക്ക് ലെയിൻ ചേഞ്ച് ചെയ്യണം. അന്നേരം എങ്ങനെ സേഫ് ആയിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യാം? നിങ്ങൾക്ക് ബിക്ക് വഴി കൊടുക്കണം. ബി ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം, ഹോൺ അടിക്കണം. അല്ല, നിങ്ങൾ ബിക്ക് വഴി കൊടുക്കണം. ബി പോയതിനു ശേഷം നിങ്ങൾ ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. സോറി, ലെയിൻ ചേഞ്ച് ചെയ്യണം. നിങ്ങൾ വണ്ടി എ, നിങ്ങൾ എങ്ങനെ സേഫ് ആയിട്ട് ഈ ജംഗ്ഷൻ കടന്നു പോകും? താഴെ മുതൽ നോക്കാം. സ്റ്റോപ്പ് ആൻഡ് ലെറ്റ് ബി വെഹിക്കിൾ ടേൺ ഫസ്റ്റ്. നിങ്ങൾ അവിടെ നിർത്തണം, ബി പോകണമെന്ന്. അല്ല, ബി നേരെ എ നേരെയാക്കുമെന്ന്. സ്പീഡ് അപ്പ് എവിടെ കണ്ടാലും ആൻസർ കൊടുക്കല്. മേക്ക് ഐ കോൺടാക്ട് വിത്ത് അതർ ഡ്രൈവർ ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് ബി വിൽ ഡു. ഒരു ഐ കോൺടാക്ട് വേണം. ബി എന്ത് ചെയ്യുമെന്ന് അറിയുന്ന ശേഷം നിങ്ങൾ മുമ്പോട്ട് പോകും. നിങ്ങളുടെ വണ്ടി എ, ബിയും ഉണ്ട്. ആർക്കാണ് ഇവിടെ പ്രയോറിറ്റി? നേരെ പോകുന്ന വണ്ടി. അന്നേരം ആരാണ്? എ ഹാസ് പ്രയോറിറ്റി. നിങ്ങളൊരു ഹെവി ട്രാഫിക്കിലാണ്, നിങ്ങളുടെ ലെയിൻ ബ്ലോക്ക് ആയി, ലെഫ്റ്റ് ലെയിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം. ലെയിൻ ക്ലിയർ ആവുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളെ ഇവർക്ക് എന്തിന് വഴി കൊടുക്കണം? ക്योंकि അവർ നേരത്തെ വന്നതുകൊണ്ട് അവർക്ക് അസിസ്റ്റൻസ് എന്തോ വേണ്ടതുണ്ട്. ലോ റിക്വയർസ്, പറഞ്ഞാൽ UAE ലോ അങ്ങനെ പറയുന്നുണ്ട്. അതാണ് സേഫ് ആൻസർ ആൻഡ് ലോ. നിങ്ങളൊരു ആക്സിഡന്റിൽ അകന്നു പെട്ടു, പോലീസ് അവിടെ ഇല്ല, ഒരാൾ ഇഞ്ചേർഡ് ആയി, നിങ്ങൾ എന്ത് ചെയ്യണം? 6 ഇഞ്ചേർഡ് ആയ അവനെ നോക്കും, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. പ്രോപ്പർട്ടി ഡാമേജ് ആയാൽ മാത്രം പോലീസ് റിപ്പോർട്ട്. ഒന്നും വേണ്ട, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾ എന്ത് ചെയ്യണം? ഹസാർഡ് ലൈറ്റ് വേണം, പോലീസിനെ വിളിക്കണം, വണ്ടി വിട്ടിട്ട് അങ്ങനെ പോകണം. അല്ല, ഹസാർഡ് ലൈറ്റ് വേണം, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ്. പുറകിലത്തെ സീറ്റിൽ എപ്പോഴും കൊച്ചു പിള്ളേരെ ഇരുത്തണം. അത് സേഫ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഫ്രണ്ടിലത്തെ പാസഞ്ചർ സീറ്റിൽ എന്തുണ്ട്? എയർ ബാഗ് ഉണ്ട്. ഇപ്പൊ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ എയർ ബാഗ് വീർത്ത് വരും. അതുമൂലം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചുറി പറ്റാൻ, മുറിവുകൾ പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അന്നേരം ഈ എയർ ബാഗ് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ വേറെ ആൻസർ. നിങ്ങളൊരു ഡ്രൈവറാണ്. യുവർ ഡ്രൈവിംഗ് മസ്റ്റ് നോട്ട് എക്സ്പോസ് പെഡിസ്ട്രിയൻ ടു എനി ഡേഞ്ചർ. അങ്ങനെ പെഡിസ്ട്രിയനിൽ നിങ്ങൾ ഡേഞ്ചർ ആവാതെ പോകണം. എന്ത് ചെയ്യണം? യു ഷാൽ എക്സ്പെക്ട് പെഡിസ്ട്രിയൻ ടു അവോയ്ഡ് യു. You shall stop whenever required in order to avoid danger. The pedestrian must only cross that pedestrian. പറഞ്ഞാൽ നിങ്ങൾ ഏത് സമയം നിർത്താൻ വേണ്ടി റെഡി ആയിരിക്കണം, അപകടത്തിനെ ഒഴിവാക്കാൻ. ഒരു എമർജൻസി വെഹിക്കിൾ റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഡ്രൈവർ എങ്ങനെ വഴി വിടും? നിങ്ങൾ വണ്ടി നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് മാറി സ്പീഡ് കുറച്ചതിന് ശേഷം നിർത്തണം. വേണമെങ്കിൽ നിങ്ങൾ റോഡിന്റെ നടുക്ക് തന്നെ നിൽക്കണം. റൈറ്റ് സൈഡിലോട്ട് മാറണം, സ്പീഡ് കുറയ്ക്കുക, വേണമെങ്കിൽ നിർത്തണം. ലെയിനിൽ നിൽക്കുന്നത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് കാര്യമാണ്. ലെയിൻ ഡിസിപ്ലിൻ ആണ്. നിങ്ങൾ വയലേഷൻ ഓഫ് ലെയിൻ ഡിസിപ്ലിൻ ചെയ്താൽ എന്താണ്? നിങ്ങൾ ലെയിൻ ചേഞ്ച് ചെയ്തു പാർക്കിംഗ് സ്പോട്ടിൽ, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം? യൂസ് യുവർ ഇൻഡിക്കേറ്റർ പ്രോപ്പർലി, പെർഫോം ദ ആക്ഷൻ ക്വിക്ലി. ഹസാർഡ് ലൈറ്റ്, നിങ്ങൾ ഇൻഡിക്കേറ്റർ വേണം. നിങ്ങൾ പെട്ടെന്ന് ലെയിൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടോ അങ്ങോട്ട് ലെയിൻ ചേഞ്ച് ചെയ്യണം. സേഫ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് ചെയ്യണം. ഫംഗ്ഷൻ ഓഫ് ദ ബ്രേക്ക് ഇസ് സ്ലോ ഡൗൺ ആൻഡ് സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഹൗ ക്യാൻ യു ടെൽ ഇഫ് ദ വെഹിക്കിൾ അഹെഡ് ഓഫ് യു സ്ലോയിങ് ഡൗൺ? പറഞ്ഞാൽ ബ്രേക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വണ്ടി നിർത്തണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ദ ഡ്രൈവർ ഓഫ് ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഷുഡ് വാൺ വിത്ത് ഹിസ് ഹാൻഡ്. അവൻ വണ്ടിയുടെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആളുടെ കൈ നോക്കി നമുക്ക് മനസ്സിലാവണം. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് നോക്കി നമുക്ക് മനസ്സിലാവണം. അവന്റെ സൗണ്ട്, ടയറിൽ നിന്ന് സൗണ്ട് മൂലം നമുക്ക് മനസ്സിലാവണം. അല്ല, അവന്റെ ബ്രേക്ക് ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് നിർത്താൻ പോവുകയാണ്. ബ്രേക്കിംഗ് എയർലി വെൻ സ്റ്റോപ്പിംഗ് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ഗാഡ്ജറ്റ് സ്ലോ ഡൗൺ ഇറ്റ് ഇസ് അപ്പ്. പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, നമ്മൾ ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആവുന്നു എന്ന് അറിയാൻ വേണ്ടി അതിന്റെ അർത്ഥം എന്താണെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് കയറി വണ്ടി ഓടിക്കുമ്പോൾ മുമ്പിലത്തുള്ള വണ്ടിക്ക് വാർണിംഗ് കിട്ടാൻ പുറകിലത്തുള്ള വണ്ടികൾക്ക് വാർണിംഗ് കിട്ടാൻ. ഇപ്പൊ നമ്മൾ ബ്രേക്ക് അടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പുറകിലത്തുള്ള വണ്ടിക്ക് വാർണിംഗ് കിട്ടും. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ വണ്ടി നിർത്തുന്നേരം ഫ്രണ്ടല്ല ബിഹൈൻഡ് നോ ഗീവ്സ് ലോട്ട് ഓഫ് വാർണിംഗ് ടു ദ വെഹിക്കിൾ ബിഹൈൻഡ്. നിങ്ങളുടെ വണ്ടി മെക്കാനിക്കൽ പ്രോബ്ലം മൂലം വണ്ടി മൂവ് ആവുന്നില്ല. അത് നിങ്ങൾ എങ്ങനെ വാൺ ചെയ്യും? മറ്റു ഡ്രൈവേഴ്സിനെ എങ്ങനെ വാൺ ചെയ്യും അല്ലെങ്കിൽ അറിയിക്കും? ടേൺ ഓൺ യുവർ ഹസാർഡ് ലൈറ്റ്സ് ഓർ ലിഫ്റ്റ് യുവർ ബോണറ്റ്. പിന്നെ ഹസാർഡ് ലൈറ്റ് ഇടിയും ബോണറ്റ് ചെയ്യും. വൈ ഇസ് ഇമ്പോർട്ടന്റ് ടു യൂസ് ദ എർലി വാർണിംഗ് ഡിവൈസ് ഇഫ് യുവർ വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ? നമ്മൾ വണ്ടി കേടാവുകയാണെങ്കിൽ നമ്മൾ വാർണിംഗ് ഡിവൈസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഒക്കെ വെക്കും. എന്തുകൊണ്ട്? ബിക്കോസ് ഡ്രൈവർ നീഡ് എ പ്ലെന്റി ഓഫ് വാർണിംഗ് ദർ ഇസ് എ ബ്രോക്കൺ ഡൗൺ വെഹിക്കിൾ ഹെഡ്. പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഇങ്ങനെ ഈ വാർണിംഗ് സൈൻ വെച്ചത് മൂലം നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് പെട്ടെന്നൊരു വാർണിംഗ് കിട്ടും, ഇന്ന വണ്ടി കേടായിരുന്നു. അതാണ് ഉദ്ദേശം. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിന് പോകാം. ഇപ്പൊ ഒരു സ്പീഡ് ഹമ്പ് റോഡിലുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കണം. അതുമൂലം എന്താണ്? വഴി കൊടുക്കാൻ വേണ്ടി പെഡിസ്ട്രിയൻ മേ യൂസ് ദ വിഷയം, ചിലപ്പോൾ അവിടെ ക്രോസ് ചെയ്തേക്കാം, മറ്റു വണ്ടികൾ ക്രോസ് ചെയ്യും. അപ്പൊ സ്പീഡ് ഹമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സ്ലോ ചെയ്യണം? പെഡിസ്ട്രിയൻ അവിടെ ക്രോസ് ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫീച്ചർ ഓഫ് ദ റോഡ് കോസസ് ദ ഡ്രൈവേഴ്സ് ടു ഫീൽ സ്ട്രോങ് വൈബ്രേഷൻ ഇഫ് ദേ ഡ്രൈവ് ഓവർ ദം? പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും.
അതിന്റെ പേരെന്താണ്? നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സംഭവമാണ് കോമൺ ക്വസ്റ്റ്യൻസിൽ. എങ്കിലും നമുക്ക് നോക്കാം. ലെയിൻ മാർക്കിംഗ്, ലെയിൻ സപ്പോർട്ട് സിസ്റ്റം, റംബിൾ സ്ട്രിപ്പ്. ആൻസർ ആണ് റംബിൾ സ്ട്രിപ്സ്. ദിസ് ക്യാൻ ആക്ട് ആസ് വാർണിംഗ് ഫോർ ഡ്രൈവർ ഹൂ മേ ബി ഫീലിംഗ് ടയർഡ് ഓർ സ്ലീപ്പി. നമ്മൾ ടയർഡ് ആണെങ്കിലോ ഫീൽ ആണെങ്കിലോ ഇത് ഒരു വാർണിംഗ്സ് എന്താണ്? നമുക്ക് കോഫി ബ്രേക്ക് എടുക്കണം. വൈബ്രേഷൻ when the vehicle drives on the rumble strip. റംബിൾ സ്ട്രിപ്പിന്റെ വെളിയിൽ കൂടുമ്പോൾ ഒരു വൈബ്രേഷൻ മൂലം നമുക്ക് ടയർഡ് ആണെങ്കിലോ സ്ലീപ്പ് ആണെങ്കിലോ നമുക്ക് വാർണിംഗ് സൈൻ, വാർണിംഗ് റോഡ് മാർഗം. അപ്പൊ അത് തന്നെയാണ് റംബിൾ സ്ട്രിപ്പ്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ അത് അതിന്റെ മേളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഡ്രൈവിംഗ് ഈസ് മോർ ഡേഞ്ചറസ് ഇഫ് യു. ഡ്രൈവിംഗ് ഡേഞ്ചറസ് ആവാം, അപകടകാരിയാവാം. ഹാവ് എ നോയ്സി പാസഞ്ചർ ഇൻ യുവർ കാർ. നിങ്ങളുടെ വണ്ടിയിൽ കൂടുതൽ സംസാരിക്കുന്ന ആളുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടി വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ, അതാണ് നോയ്സി പാസഞ്ചർ. പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാസഞ്ചർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോകും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഡ്രൈവർ ആർ മോർ ലൈക്ലി ടു ക്രാഷ് ബിക്കോസ് ദേ ഓഫൻ ഡ്രൈവ്. പുതിയ ഡ്രൈവർ എപ്പോഴും ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് മറ്റു വണ്ടിയുടെ അടുത്ത് ഓടിക്കുന്നതുകൊണ്ട്, സ്ലോ ഓടിക്കുന്നുണ്ട്, എല്ലാ റോഡിലും ഓടിക്കുന്നുണ്ട്. അല്ല, സ്ലോ മറ്റു വണ്ടികളുടെ അടുത്ത് ഓടിക്കും, ഗ്യാപ്പ് വിടാതെ ഓടിക്കുമ്പോഴാണ് ആക്സിഡന്റ് പറ്റാൻ ചാൻസ് കൂടുതൽ. വെൻ യു ഡെവലപ്പ് ദ സ്കിൽ ഓഫ് കൺട്രോൾ യുവർ കാർ യു വിൽ ദെൻ നോ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ കാറിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്ന്? നിങ്ങൾ എല്ലാം അറിയുമ്പോൾ, സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഇത് പല കഴിവുകളിൽ ഒരു കഴിവ് മാത്രമാണ്. വണ്ടി കൺട്രോൾ ചെയ്യുന്നത് പല കഴിവുകൾ ഒരു കഴിവും. അപ്പൊ അതാണ് ആൻസർ. നിങ്ങൾ ഇന്റർസെക്ഷനിൽ എത്തി, അവിടെ റെഡ് ട്രാഫിക് ലൈറ്റ് ആണ്. നിങ്ങൾ മൊബൈൽ ഫോൺ വണ്ടിക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? അതേ പറ്റും. ഇല്ല. ഗ്രീൻ സിഗ്നൽ ആവുന്നവരെയും പറ്റും. അല്ല. എന്റെ ആൻസർ സിമ്പിൾ ആണ്, നോ. മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഇതിൽ ഏത് എക്സാമ്പിൾ ആണ് ശരി? നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്പീഡിൽ പോവും, സ്റ്റോപ്പ് ചെയ്യും, സ്പീഡിൽ പോവും. നിങ്ങൾ വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണവുമില്ലാതെ നിങ്ങൾ സ്പീഡിൽ പോവും, സ്ലോയിൽ പോവും. അപ്പൊ അതാണ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നിങ്ങൾക്ക് ഉറക്കം വരുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുക. ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ മരുന്ന് കഴിക്കണം, നിങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടും നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണം. അപ്പൊ ആൻസർ എന്താണ്? നിങ്ങൾക്ക് ഉറക്കം വരുക, നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കണം. ഡ്രൈവിംഗ് വെൻ ടയർഡ് ക്യാൻ കോസ് യു സ്ലീപ്പ് അറ്റ് ദ വീൽ ആൻഡ്. പറഞ്ഞാൽ നിങ്ങൾ ഉറക്കം വന്നു, നിങ്ങൾ സ്റ്റിയറിംഗ് വീലിലോട്ട് വീഴുക. അതുമൂലം എന്ത് സംഭവിക്കും? ക്യാൻ റിസൾട്ട് ടു എ ക്രാഷ്. ആക്സിഡന്റ് സംഭവിച്ചേക്കാം, ഫോക്കസ് പോയേക്കാം, സ്റ്റിയറിംഗ് വീൽ പോയേക്കാം, ആക്സിഡന്റ് സംഭവിച്ചേക്കാം. നിങ്ങൾ ആൽക്കഹോൾ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ അതൊരു വളരെ അപകടകാരിയാണ്. എന്തുകൊണ്ട്? ആൽക്കഹോൾ ഈസ് നോട്ട് അലൗഡ് അറ്റ് ഓൾ. ആൽക്കഹോൾ പാടില്ല. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന അപകടമാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡിസ്റ്റൻസ് കുറവായിരിക്കും, നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അപകടത്തിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അതാണ് ആൻസർ. ഇൻ കേസ് ഓഫ് ക്രാഷ്, നിങ്ങളുടെ ആക്സിഡന്റ് പറ്റി, നിങ്ങൾ വണ്ടിയിൽ നിന്ന് വെളിയിൽ തെറിക്കപ്പെട്ടു. ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ, തെറിച്ചു വീണ് പോകാതെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ എയർ ബാഗ് ഉണ്ടായിരിക്കണം, ഡാഷ് ബോർഡിൽ മുറുകെ പിടിച്ചിരിക്കണം, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. എന്നൊരു ആൻസർ, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. എയും ബിയും ആക്സിഡന്റ് ഉണ്ടായി. ഇത് ആക്സിഡന്റ് ആയത് എന്തുകൊണ്ട്? ബിക്കോസ് ബി വളരെ അടുത്ത് ഓടിച്ചതുകൊണ്ട്, എ പെട്ടെന്ന് പോയതുകൊണ്ട്, എ പെട്ടെന്ന് നിർത്തിയതുകൊണ്ട്, പിന്നെ ഗ്യാപ്പ് ഇല്ലാതെ ഓടിച്ചതുകൊണ്ട്. ഇത് ഈ 3 പടത്തിലും 2 സെക്കൻഡ് റൂള് വെച്ചാണ് വണ്ടികൾ പോകുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഏതാണ്? ഇതൊരു ക്രേസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറയാം. ഈ പടം നിങ്ങൾ നോക്കണം. ഇവിടെ ടച്ച് ആവുന്നുണ്ട്, ഇവിടെയും ടച്ച് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഇനി പടത്തിന്റെ സെന്ററിലോട്ട് ഒന്ന് നോക്കിയേ. ഈ 2 വണ്ടി മരവും ഇനി സെന്റർ. ഇത് ഏറ്റവും സെന്റർ ആയിട്ടിരിക്കുന്ന ഏത് പിക്ചറാണ്? ഇത്. ഈ ഗ്യാപ്പ് നോക്കിയാൽ മതി. അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. പക്ഷെ ഒരു ക്രേസി ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഞാൻ പറയാം. എ വണ്ടി ഈ ഡയഗ്രാമിൽ എന്താണ് ഡിസ്റ്റൻസിനെ പറ്റി പറയുന്നത്? ഇതൊരു നല്ല കണ്ടീഷനാണ്. വണ്ടി തമ്മിൽ 1 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇത് നല്ല ഡിസ്റ്റൻസ് ആണ്. 2 സെക്കൻഡ്. ഇതിനകത്ത് 1 സെക്കൻഡ് 2 സെക്കൻഡ് നോക്കണം. 2 സെക്കൻഡ് ഗ്യാപ്പാണ് നമുക്ക് വേണ്ടി. അപ്പം 2 സെക്കൻഡ് ആൻസർ കൊടുക്കണം. നല്ല കണ്ടീഷനിൽ എപ്പോഴും 2 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കണം. പക്ഷെ എപ്പോഴാണ് കൂടുതൽ ഗ്യാപ്പ് കൊടുക്കേണ്ടത്? എല്ലായ്പ്പോഴും ട്രാഫിക് ഉള്ളപ്പോൾ. ഡ്രൈവിംഗ് കണ്ടീഷൻ ആർ പുവർ സച്ച് എ സാൻഡ് സ്റ്റോം ഓർ റെയിൻ. ഡ്രൈവിംഗ് കണ്ടീഷൻ മോശമാകുമ്പോൾ, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ. അപ്പൊ അതാണ് ആൻസർ. നിങ്ങൾ എ വണ്ടി, ബി വണ്ടി നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റോഡിന്റെ നടുക്ക് വന്നിക്കണം, ഹസാർഡ് ലൈറ്റ് കാണണം, നിങ്ങൾ സ്ലോ ആയി കുറച്ച് റൈറ്റിലോട്ട് മാറണം. അതിനുശേഷം അവൻ പോയിക്കോളും. ഹൗ ഡു യു അവോയ്ഡ് അക്വ പ്ലാനിങ്? അക്വ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. റോഡിൽ വെള്ളമാണ്. വെള്ളമാകുമ്പോൾ നിങ്ങളുടെ വണ്ടി സ്വാഭാവികമായിട്ട് സ്കിഡ് ആവും. അന്നേരം അവര് ചോദിക്കുന്നത് എങ്ങനെ സ്കിഡ് അവോയ്ഡ് ചെയ്യാം? ടയറിൽ പ്രഷർ കൂട്ടണം, റോഡിന് നടുക്ക് പോകാൻ പാടില്ല. സെക്കൻഡ്, ബൈ സ്ലോയിങ് ഡൗൺ, പതുക്കെ പോകണം, കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കണം, റോഡിന്റെ നടുക്ക് പയ്യെ പോകണം. അപ്പൊ അതാണ് ആൻസർ. നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പോകും? ആക്സിഡന്റ് ആവാതെ എങ്ങനെ പോകും? സ്ലോ ഡൗൺ ആസ് സേഫ്ലി ആസ് യു ക്യാൻ മൂവ് ദ റോഡ് ടു ദ റൈറ്റ് ഇഫ് പോസിബിൾ. എത്രയും പെട്ടെന്ന് വണ്ടി സ്ലോ ആയിക്കൊണ്ട് കുറച്ച് റൈറ്റിലോട്ട് മാറണം. അവൻ വരുന്നുണ്ടോ? സെക്കൻഡ്, ഹെഡ്ലൈറ്റ് കാണണം, അല്ല നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകണം.
അല്ല, ഫസ്റ്റ് ആണ് ആൻസർ. എ വണ്ടിയാണ് നിങ്ങളുടെ, ബി വണ്ടി ഒരു ട്രക്കാന്ന് തോന്നുന്നു, അതിൽ നിന്നൊരു ലോഡ് താഴെ വീഴുന്നു, എന്തെങ്കിലും സാധനം താഴെ വീഴുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്പീഡിൽ തന്നെ പോകണം, ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണം, നിങ്ങൾ പുറകിൽ തിരിഞ്ഞു നോക്കണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യണം. തേർഡ്, നിങ്ങൾ അതേ സ്പീഡിൽ പോകണം ട്രക്കിന്റെ പുറകിൽ. അല്ല, എത്രയും പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് പുറകിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടി സ്ലോ ചെയ്യും. ഹു ഇസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു ഡിസൈഡ് വെദർ എ മെഡിസിൻ മൈറ്റ് അഫക്ട് യുവർ ഡ്രൈവിംഗ്? ആരാണ് ഒരു മെഡിസിനെ പറ്റി കൂടുതൽ പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ, നിങ്ങളുടെ ഇൻസ്ട്രക്ടർ, നിങ്ങളുടെ ഡോക്ടർ, അല്ലെങ്കിൽ ചില ആൾക്കാർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിനെ കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കും. അല്ല, ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്. വെൻ മസ്റ്റ് യു ഡ്രൈവ് വിത്ത് ലൈറ്റ്സ് ഓൺ? ലൈറ്റ്സ് ഓൺ ചെയ്തുകൊണ്ട് എപ്പം വണ്ടി ഓടിക്കണം? എല്ലാ പ്രാവശ്യവും 8 മുതൽ 5 മണി വരെ. ഫ്രം സൺസെറ്റ് ടു സൂര്യാസ്തമയത്തിന്റെയും സൂര്യ ഉദയത്തിന്റെയും ഇടയ്ക്കുള്ള സമയം. എക്സ്ട്രാ കെയർ മസ്റ്റ് ബി ടേക്കൺ വൺ ഡ്രൈവിംഗ് നിയർ സ്കൂൾ, ബിക്കോസ് സ്കൂളിന്റെ അടുത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർ, ബിക്കോസ് യങ് കിഡ്സ് മേ ക്രോസ് ദ റോഡ് വിത്തൗട്ട് ലുക്കിംഗ്. അവർ റോഡ് ഒന്നും നോക്കാതെ ക്രോസ് ചെയ്യും, അതുകൊണ്ട്. സിമ്പിൾ ആൻസർ. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഷുഡ് എ സീറ്റ് ബെൽറ്റ് ബി വോൺ ഓൺ? സീറ്റ് ബെൽറ്റ് ഇടുന്ന ഏത് ബോഡി പാർട്ടിലാണ്? ഓൺ ദ ബോണി സ്ട്രക്ചർ ഓഫ് ദ ബോഡി അക്രോസ് ദ ഫ്രണ്ട് ഓഫ് ദ പെൽവിസ്, ചെസ്റ്റ് ആൻഡ് ഷോൾഡർ. ഓൺ ദ സോഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി, ബെല്ലി, നെക്ക് ആൻഡ് ലെഗ്സ്. ഓൺ ദ ബോണി സ്ട്രക്ചർ ഓഫ് ദ ബോഡി അക്രോസ് ദ ചെസ്റ്റ് ആൻഡ് ഷോൾഡർ. അല്ല, ഇതിന്റെ ആൻസർ അതാണ്. Bony structure of the body across the front of the pelvis, chest and shoulder. Okay. How does seat belt keep you safe in a case of crash? ക്രാഷ് നടക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് നമ്മളെ എങ്ങനെ സേഫ് ആയിട്ട് എത്തും? സീറ്റ് ബെൽറ്റ്സ് ഹോൾഡ് യു സെക്യൂർ ഇൻ. സീറ്റ് ബെൽറ്റ് ഒരു സ്ഥലത്ത് തന്നെ നിങ്ങളെ പിടിച്ചിരുത്തും, നിങ്ങൾ കാണാത്ത പക്കം പിടിച്ചിരുത്തും. സീറ്റ് ബെൽറ്റ് ക്രാഷിനെ അബ്സോർവ് ചെയ്യും. അല്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചിരുത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ഇൻ എ ക്രാഷ്, സീരിയസ് ഇഞ്ചുറീസ് ഓഫൻ റിസൾട്ട് വെൻ പീപ്പിൾ ആർ ത്രോൺ ഇൻ ടു ഈച്ച് അതർ ഓർ പാർട്സ് ഓഫ് ദ വെഹിക്കിൾ. ഹൗ ഡു യു പ്രിവെന്റ് ദിസ് ഫ്രം ഹാപ്പനിങ്? ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴുകയോ, ഇത് അങ്ങനെ ആവാതിരിക്കാൻ, അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഹത്ത് വീഴാതിരിക്കാൻ എന്ത് ചെയ്യണോ? സിമ്പിൾ, ആ സീറ്റ് ബെൽറ്റ് വേണം, അത്രേ ഉള്ളൂ. The driver should be wearing a seat belt. ഡ്രൈവർ മാത്രം സീറ്റ് ബെൽറ്റ് വേണം. The driver and the passenger should be wearing seat belt properly. ഡ്രൈവറും പാസഞ്ചേഴ്സും സീറ്റ് ബെൽറ്റ് വേണം. പാസഞ്ചർ ഷുഡ് ബി സീറ്റ് ബെൽറ്റ്. അങ്ങനെ അതിന്റെ ആൻസർ വെറും സിമ്പിൾ ആണ്, രണ്ടുപേരും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ഐഡിയലി ചിൽഡ്രൻ ഷുഡ് റൈഡ് ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദ വെഹിക്കിൾ അൺടിൽ. എപ്പോൾ വരെയും നമുക്ക് പിള്ളേരെ ബാക്ക് സീറ്റിൽ ഇടാം? 10 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താവുന്നതാണ്. വെൻ ഷുഡ് യു സ്റ്റാർട്ട് വിയറിംഗ് സീറ്റ് ബെൽറ്റ്? സീറ്റ് ബെൽറ്റ് എപ്പോൾ ഇടണം? വണ്ടി മൂവ് ആവുമ്പോൾ, സീറ്റിൽ ഇരുന്നാൽ ഉടൻ, ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പിട്ട്. സീറ്റിൽ ഇരുന്നാൽ ഉടൻ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഹൗ ഇസ് ദ സീറ്റ് ബെൽറ്റ് ഡിഫറെന്റ് ഫ്രം എയർ ബാഗ്? എയർ ബാഗിൽ നിന്ന് സീറ്റ് ബെൽറ്റ് എങ്ങനെ ഡിഫറെന്റ് ആണ്? സീറ്റ് ബെൽറ്റ് ഹെൽപ്പ് പ്രിവെന്റ്സ് ഓക്യുപ്പൻസ് ഫ്രം ബി ത്രോൺ ഔട്ട് ഓഫ് ദ വെഹിക്കിൾ. സീറ്റ് ബെൽറ്റ് ഇടുവാണെങ്കിൽ ഓക്യുപ്പൻസ് പറഞ്ഞ പാസഞ്ചേഴ്സ് വെളി വീഴാതെ സഹായിക്കും. എയർ ബാഗ് ഹെൽപ്പ് പ്രിവെന്റ് ഓക്യുപ്പൻസ് ഫ്രം ബീങ് ത്രോൺ. എയർ ബാഗ് മൂലം ആളുകൾ വെളി വീഴാതിരിക്കാൻ സഹായിക്കും. എയർ ബാഗ് റിലീവ് ദ പാസഞ്ചർ, സീറ്റ് ബെൽറ്റ് ഹോൾഡ്. എയർ ബാഗ് റിലീസ് ആകുമ്പോൾ സീറ്റ് ബെൽറ്റ് അവരെ ഹോൾഡ് ചെയ്യും. അല്ല, സീറ്റ് ബെൽറ്റ് മൂലം ആളുകൾ വെളിയിൽ വീഴാതിരിക്കാൻ സാധിക്കും. ആസ് എ ഡ്രൈവർ, ഹൗ ഡു യു ഹെൽപ്പ് കീപ് യുവർ പാസഞ്ചർ സേഫ്? പറഞ്ഞാൽ ഞാനൊരു ഡ്രൈവർ ആണെങ്കിൽ എന്റെ പാസഞ്ചറിനെ എങ്ങനെ സുരക്ഷിതമായി ഇരുത്തും വണ്ടിയിൽ? മേക്ക് ഷുവർ ദ കാർ സീറ്റ്സ് ആർ അവൈലബിൾ. സീറ്റ് വേണമെന്ന്, സീറ്റ് ഉണ്ടായിരിക്കണം. മേക്ക് ഷുവർ ഓൾ സൈഡ്സ് ഓഫ് ദ വെഹിക്കിൾ ഹാവ് എയർ ബാഗ്. എല്ലാ സൈഡിലും എയർ ബാഗ് ഉണ്ടായിരിക്കണം. എൻഷുർ ഓൾ യുവർ പാസഞ്ചേഴ്സ് ആർ വിയറിംഗ് സീറ്റ് ബെൽറ്റ്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. അപ്പൊ അതാണ് ആൻസർ. ഇൻ കേസ് ഓഫ് എ സിവിയർ ആക്സിഡന്റ്, ദ സ്റ്റിയറിംഗ് വീൽ ക്യാൻ കോസ് യു സീരിയസ് ഇഞ്ചുറി അൺലെസ്. പിന്നെ ഒരു നല്ലൊരു ആക്സിഡന്റ് പറ്റുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നമ്മുടെ തല ചെന്ന് ഇടിക്കുകയോ അതുമൂലം ഇഞ്ചുറി പറ്റാൻ സാധിക്കുന്നുണ്ട്. തലേന്ന് ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പറയുക, സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റാൻ സാധിക്കുന്നുണ്ട്. അന്നേരം അതിന്റെ ആൻസർ നോക്കാം. യുവർ സ്റ്റിയറിംഗ് വീൽ ഈസ് റിട്രാക്റ്റബിൾ. സ്റ്റിയറിംഗ് വീൽ നല്ല രീതിയിരിക്കണം. യുവർ സ്റ്റിയറിംഗ് വീൽ സീറ്റ് belt properly. You are wearing a seat belt properly. അന്നേരം അതാണ് ആൻസർ. യു ആർ വിയറിംഗ് ഐ ഗ്ലാസ് ഇട്ടിരിക്കണം. സോ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ഹൗ ഡസ് വിയറിംഗ് എ സീറ്റ് ബെൽറ്റ് പ്രിവെന്റ് ഇഞ്ചുറീസ് ഓൺ ഡെത്ത് ഡ്യൂറിംഗ് സിവിയർ ആക്സിഡന്റ്? പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് മൂലം ഇഞ്ചുറി അല്ലെങ്കിൽ മരണം അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സീറ്റ് ബെൽറ്റ് ഹെൽപ്പ് കീപ് കാർ ടു സ്റ്റോപ്പ് ആവാതെ സീറ്റ് ബെൽറ്റ് നിയന്ത്രിക്കും. വെഹിക്കിൾ ഓക്യുപ്പൻസ് ആർ റിസ്ട്രെയിൻഡ് ആൻഡ് റിപ്ലേസ്ഡ് ബൈ ദ സീറ്റ് ബെൽറ്റ്. പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ പാസഞ്ചർ ഉണ്ടോ അവിടെ തന്നെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ. സീറ്റ് ബെൽറ്റ് ഹെൽപ്പ് ദ എയർ ബാഗ് ടു വർക്ക്. സീറ്റ് ബെൽറ്റ് മൂലം എയർ ബാഗ് വർക്ക് ചെയ്യുന്നു. അല്ല, ആളുകൾ മൂവാതെ നിയന്ത്രിക്കും. ഇൻ എ കൊല്യൂഷൻ, വാട്ട് ഇസ് ദ ഡേഞ്ചർ ടു ഡ്രൈവർ ഓർ പാസഞ്ചർ ഹു ആർ നോട്ട് വിയറിംഗ് എ സീറ്റ് ബെൽറ്റ്? സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ പാസഞ്ചറും ആക്സിഡന്റും, പാസഞ്ചർ അല്ലെങ്കിൽ ഡ്രൈവർ ആക്സിഡന്റിൽ എന്ത് പറ്റുമെന്ന് ചോദിക്കുന്നത്. ദ വെഹിക്കിൾ മേ സ്റ്റോപ്പ് സഡൻലി ബട്ട് അൺബെൽറ്റഡ് പാസഞ്ചർ കണ്ടിന്യൂ ടു മൂവ്. അത് തന്നെയാണ് ആൻസർ. പറഞ്ഞ വണ്ടി നിർത്തുമ്പോൾ ബെൽറ്റ് ഇല്ലാത്ത പാസഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാൻ ചാൻസ് ഉണ്ട്. ദ വെഹിക്കിൾ മേ സ്റ്റോപ്പ് സഡൻലി അൺബെൽറ്റഡ് പാസഞ്ചർ ആൾസോ. പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നിർത്തുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ, അൺബെൽറ്റഡ് എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാത്ത ആളുകൾ സ്റ്റോപ്പ് ആവും.
അൺബെൽറ്റഡ് പാസഞ്ചർ റിമെയിൻ ഇൻസൈഡ് ദ വെഹിക്കിൾ, അവർ അകത്ത് തന്നെ ഇരിക്കും. അല്ല, ഫസ്റ്റ് ആണ് ആൻസർ. ഓക്കെ. വൺ ഓഫ് ദ മെനി വേസ് ടു എൻഷുർ യുവർ ചൈൽഡ് റൈഡ്സ് യുവർ കാർ സേഫ്റ്റി ഈസ്. പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പിള്ളേരെ വണ്ടിയിൽ ഇരുത്തുന്നുണ്ട്, അന്നേരം സേഫ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. യൂസ് ദ ബെസ്റ്റ് സേഫ്റ്റി റിസ്ട്രെയിൻ ഫോർ യുവർ ചൈൽഡ് സൈസ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സീറ്റ്, ചൈൽഡ് സീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുകയും അതിന് നല്ല രീതി അവരെ സീറ്റ് ബെൽറ്റ് ഇട്ട് വെക്കുകയും ചെയ്യണം. യൂസ് ദ അഡൽട്ട് സീറ്റ് ബെൽറ്റ് ഫോർ ചൈൽഡ്. അഡൽട്ട് ബെൽറ്റ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഹോൾഡിംഗ് ദ ചൈൽഡ് ഫാമിലി ഓൺ യുവർ ലാപ്പ്. നമ്മുടെ മടിയിൽ കുട്ടിയെ മുറുകെ പിടിച്ചിരിക്കണം. ഫസ്റ്റ് ആണ് ആൻസർ. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് റിയർ ഫേസിംഗ് കാർ സീറ്റ്സ് ഫോർ യുവർ ഇൻഫാന്റ്? പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പുറയിലാണ് ഇരുത്തുന്നത്. അതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് പറഞ്ഞ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ എയർ ബാഗ് വെളി വരികയും അതുമൂലം കുട്ടികൾക്ക് ഇഞ്ചുറി പറ്റാൻ ചാൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമ്മൾ പിള്ളേരെ ബാക്ക് സീറ്റിൽ ഇരുത്തുന്നത്? ഇൻഫൻസ് നീഡ് മോർ അറ്റൻഷൻ കമ്പയർഡ് ടു ടോഡ്ലേഴ്സ്. പറഞ്ഞാൽ ചെറിയ കുട്ടികളെക്കാളും കൂടുതൽ അറ്റൻഷൻ ആവശ്യമുള്ളതുകൊണ്ട്. റിയർ ഫേസിംഗ് കാർസ് ഡിസ്ട്രിബ്യൂട്ട് ദ ക്രാഷ് ഫോഴ്സ് ഓൺ ദ എൻറ്റയർ ബോഡി. പറഞ്ഞാൽ പുറകിൽ ഇരിക്കുമ്പോൾ ഈ ആക്സിഡന്റ് പറ്റുമ്പോൾ ആ ആക്സിഡന്റ് ഫോഴ്സ് അത് ഡിസ്ട്രിബ്യൂട്ട് ആവും. പറഞ്ഞാൽ വേർതിരിക്കും. ഇൻഫാൻസ് നീഡ് മോർ സ്പേസ്, കൂടുതൽ സ്പേസ് വേണം. അല്ല, സെക്കൻഡ് ആണ് ആൻസർ. Some of the key points, key safety points for car seats. Car seat വേണ്ടി എന്താണ് സേഫ്റ്റി പോയിന്റ്സ്? ബാക്ക് സീറ്റ്സ് ആർ എക്സ്ക്ലൂസീവ് ഫോർ ചിൽഡ്രൻ, അഡൽട്ട്സ് ഇൻ ഫ്രണ്ട് ഓൺലി. കുട്ടികൾക്ക് പുറകിലത്തെ സീറ്റും അഡൽട്ടിന് ഫ്രണ്ടിൽ സീറ്റ്. അഡൽട്ട് മേ സിറ്റ് ഓൺ ദ ബാക്ക് സീറ്റ് അലോങ് വിത്ത് ദ ചിൽഡ്രൻ. അഡൽട്ട് കുട്ടിയുടെ കൂടെ ഇരിക്കാം. റിസ്ട്രെയിൻ യുവർ ചൈൽഡ് ഓൺ എവറി ടൈം ആൻഡ് കീപ് ഇൻ ദ ബാക്ക് സീറ്റ്. പറഞ്ഞാൽ കുട്ടികളെ എല്ലാ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ബാക്ക് സീറ്റിൽ തന്നെ ഇരുത്തുക. അപ്പം അതാണ് ആൻസർ. ടു പ്രോപ്പർലി വിയർ എ സീറ്റ് ബെൽറ്റ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ട്വിസ്റ്റഡ് ആൻഡ് മസ്റ്റ്. പറഞ്ഞാൽ നല്ല ഇത് സീറ്റ് ബെൽറ്റ് ഇടുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വളഞ്ഞിരിക്കാൻ, പറഞ്ഞാൽ ട്വിസ്റ്റ് ആയിരിക്കില്ല, ഒരുക്കിയിരിക്കല്. എന്നിട്ട് റീസ്ട്രെയിൻ ഓൺലി വൺ ഓക്യുപ്പന്റ്. പറഞ്ഞാൽ ഒരാൾ മാത്രമേ ധരിക്കാവൂ. വി യൂസ് ഫോർ ലോങ് ട്രിപ്പിൽ പോകുമ്പോൾ വേണം. വി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ദാറ്റ് ആർ കൺജസ്റ്റഡ്. ബിസി ആയിരിക്കുന്ന റോഡിൽ നമ്മൾ വേണം. അല്ല, ഒരാളെ ധരിക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ദ സീറ്റ് ബെൽറ്റ് ക്യാൻ ബി പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഇറ്റ് മസ്റ്റ് ബി ഫേംലി അഡ്ജസ്റ്റ് ഹാൻഡ്. പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒരാൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? മസ്റ്റ് ബി വോൺ പ്രോപ്പർലി. നല്ല രീതി നമ്മൾ ധരിക്കണം. മസ്റ്റ് ബി യൂസ്ഡ് ഈവൻ ഫോർ ഇൻഫാന്റിന് ധരിക്കാനുള്ളതാണ്. മസ്റ്റ് ബി യൂസ് ഡ്യൂറിങ് ലോങ് ട്രിപ്പിൽ മാത്രം ധരിക്കണം. അല്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ ധരിക്കണം. ഇതൊക്കെ ഈസി ആൻസേഴ്സ് ആണ്. ഇൻ എ ക്രാഷ് ഡ്രൈവർ വിയറിംഗ് എ സീറ്റ് ബെൽറ്റ് ഹാസ് എ ചാൻസ് ടു കൺട്രോൾ ദ വെഹിക്കിൾ ബിക്കോസ്. പറഞ്ഞാൽ ഒരു ആക്സിഡന്റിൽ ഡ്രൈവറിന് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രൈവറിന് നമ്മളെ വണ്ടികൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഓൾ പാസഞ്ചർ മസ്റ്റ് വിയർ ദ സീറ്റ്. എല്ലാ പാസഞ്ചറും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. സീറ്റ് ബെൽറ്റ്സ് ഹോൾഡ്സ് യു സെക്യൂർലി ഇൻ പ്ലേസ്. പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് നമ്മളെ അനങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചിരുത്തും. സീറ്റ് ബെൽറ്റ് ഇസ് റിക്വയർഡ് ബൈ ലോ ഉണ്ടായതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ആണ്. അല്ല, അതിന്റെ ആൻസർ എന്താണ്? അനങ്ങാതിരിക്കണമെങ്കിൽ ആക്സിഡന്റ് പറ്റുമ്പോൾ വെഹിക്കിൾ കൺട്രോൾ വേണമെങ്കിൽ നമ്മൾ അനങ്ങാതിരിക്കണം. അതിന്റെ അർത്ഥം സീറ്റ് ബെൽറ്റ് ഹോൾഡ്സ് യു സെക്യൂർലി ഇൻ ദ പ്ലേസ്. ആസ് എ റിക്വയർമെന്റ് പ്രഗ്നന്റ് വുമൻ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്. ആർ ഓൾസോ റിക്വയർഡ് ടു വിയർ എ സീറ്റ്. അത് തന്നെയാണ് ആൻസർ. എങ്കിലും നമുക്ക് വായിക്കാൻ അടുത്ത് ആർ നോട്ട് റിക്വയർഡ്, വേണ്ട, ഫ്രണ്ട് സീറ്റ് ഇരിക്കണം. അല്ല, പ്രഗ്നന്റ് വുമനും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. സിൻസ് യു ആർ ഡ്രൈവിംഗ് ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ദർ ഈസ്. പറയാം, നിങ്ങൾ വളരെ കുറവ് ദൂരത്തേക്ക് പോവുകയാണ്, അന്നേരം സീറ്റ് ബെൽറ്റ് വേണോ വേണ്ടായോ? നോ നീഡ് ഓഫ് വിയർ. ഒരു ആവശ്യമില്ല. എ നീഡ് ടു വിയർ എ സീറ്റ് ബെൽറ്റ്. അല്ല, ആവശ്യമുണ്ട്, സീറ്റ് ബെൽറ്റിന് ആവശ്യമുണ്ട്. എ ചാൻസ് ടു വിയർ, ചാൻസ് ആണ്. അല്ല, എ നീഡ്, ആവശ്യമുണ്ട്. യുവർ കാർ ഇസ് എക്വിപ്ഡ് വിത്ത് എൻ എയർ ബാഗ്. വൈ ഡു യു സ്റ്റിൽ നീഡ് ടു വിയർ എ സീറ്റ് ബെൽറ്റ്? നമ്മൾ എയർ ബാഗ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ, എങ്കിലും എന്തിനുകൊണ്ട് സീറ്റ് ബെൽറ്റ് വേണം? അതാണ് ക്വസ്റ്റ്യൻ. ബിക്കോസ് എയർ ബാഗ് ഡസ് നോട്ട് റീപ്ലേസ് ദ സീറ്റ് ബെൽറ്റ്. പറഞ്ഞാൽ എയർ ബാഗ് സീറ്റ് ബെൽറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് സീറ്റ് ബെൽറ്റ് ഈസ് മസ്റ്റ് ഫോർ റിയർ പാസിംഗിന് മാത്രമാണ് സീറ്റ് ബെൽറ്റ്. ബിക്കോസ് എയർ ബാഗ് നീഡ് സീറ്റ് ബെൽറ്റ് ടു ഫംഗ്ഷൻ. സീറ്റ് ബെൽറ്റ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എയർ ബാഗ് വേണം. അല്ല, നമ്മൾ ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ടു വർക്ക് പ്രോപ്പർലി ദ സെൻസർ നീഡ് ടു ബി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ലക്ഷറി കാറിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം വരുന്ന വണ്ടികൾക്ക് മിക്കവാറും സെൻസർ, ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രൈവറിന് എങ്ങനെ കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാം. എക്സാമ്പിൾ, ക്രൂസ് കൺട്രോൾ ഉണ്ട്, ആന്റി ബ്രേക്കിംഗ് സിസ്റ്റംസ് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. എന്നാൽ അതിനെ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫോർ ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ടു വർക്ക് പ്രോപ്പർലി ദ സെൻസർ നീഡ് ടു ബി. പറഞ്ഞ ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം വർക്ക് ആവണമെങ്കിൽ സെൻസർ എങ്ങനെ ഇരിക്കണമെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. ക്ലീൻ, അൺഒബ്സ്ട്രക്റ്റഡ് ആൻഡ് അൺഡാമേജ്. ഇത് തന്നെയാണ് ആൻസർ. സെക്കൻഡ് നോക്കാം. ക്ലീൻ, മോഡേൺ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ആണ്. ക്ലീൻ ആൻഡ് പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ വെഹിക്കിൾ. അല്ല, അങ്ങനെ വരത്തില്ല. ക്ലീൻ, വൃത്തിയുള്ളതായിരിക്കണം. അൺഒബ്സ്ട്രക്റ്റഡ്, ഒബ്സ്ട്രക്റ്റ് പാടില്ല.
അൺഡാമേജ്ഡ്, കേടുപാടുകൾ ഇല്ലാതായിരിക്കും. സോ അതാണ് ആൻസർ. ദ വെഹിക്കിൾ ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആർ പറഞ്ഞാൽ വണ്ടിയുടെ വെഹിക്കിൾ ഡ്രൈവർ അസിസ്റ്റം അതെന്താണ്? ഓൾ ദ സെയിം ഫോർ ഡിഫറെന്റ് മാനുഫാക്ചർ. ഈ ഡിഫറെന്റ് മാനുഫാക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിസാൻ വേറൊരു മാനുഫാക്ചർ ആണ്, ടൊയോട്ട വേറൊരു മാനുഫാക്ചർ ആണ്, കിയ, സുസുക്കി. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഓൾ ദ സെയിം ഫോർ എല്ലാ മാനുഫാക്ചറിലും അത് സെയിം ആണ്. ഡിഫറെന്റ് ഫ്രം മാനുഫാക്ചർ ടു മാനുഫാക്ചർ പറഞ്ഞാൽ പല വണ്ടികളും പല രീതിയിലാണ്. മാനുഫാക്ചർ ടു മാനുഫാക്ചർ ഡിഫറൻസ് ഉണ്ട്. ഡിഫറെന്റ് എവറി ഇയർ ഓഫ് എല്ലാ വർഷവും ഡിഫറെന്റ് ആണ് അല്ലേ. ഡിഫറെന്റ് ഫ്രം മാനുഫാക്ചർ ടു പറഞ്ഞാൽ എല്ലാ വണ്ടികളിലും ഒരുപോലെ അല്ലായിരിക്കത്തില്ല, ഡിഫറെന്റ് ആയിരിക്കും. ഇഫ് എ കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ ഈസ് എൻഗേജ്ഡ് ഓൺ ക്രൂസിംഗ് മോഡ് മേ ബി ഡിസ്എൻഗേജ് ബൈ. ക്രൂസ് കൺട്രോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ അത് മനസ്സിലാക്കും. എനിക്കിപ്പോൾ ഹൈവേയിൽ എനിക്ക് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകണം, അല്ലെങ്കിൽ റാസൽ കൈമ പോകണം, അല്ലെങ്കിൽ ഫുജേറ അലൈൻ പോകണം. റോഡ് ബിൽക്കുൽ നേരെയാണ്, ഹൈവേയിൽ യാത്ര ചെയ്യണം. പക്ഷെ ഞാൻ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 100, 150, 200 കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ദൂരം എത്തുമ്പോൾ എനിക്ക് ജസ്റ്റ് എനിക്കൊന്ന് റിലാക്സ് ആവണം. എനിക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണം. നേരെയുള്ള റോഡാണ്, ആരുമില്ല, ആക്സിലേറ്ററിൽ കാലെടുക്കണം. പിന്നെ കാലെടുത്തുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാം. അതിനെയാണ് പറയുന്നത് ആ ഒരു ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റംസ് ഞാൻ പറയുന്നത് ക്രൂസ് കൺട്രോൾ. ഓക്കെ, സോ രണ്ട് തരം ക്രൂസ് കൺട്രോൾ ഉണ്ട്, കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അതായത് ഇഫ് എ കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ എൻഗേജ്ഡ് ഓൺ എ ക്രൂസിംഗ് മോഡ് പറഞ്ഞാൽ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ്, അതെങ്ങനെ ഡിസ്എൻഗേജ് ചെയ്യും പറഞ്ഞാൽ ക്രൂസ് കൺട്രോൾ എങ്ങനെ മാറ്റും, അതാണ് ക്വസ്റ്റ്യൻ. സ്റ്റെപ്പിംഗ് ഓൺ ദ ബ്രേക്ക്, ബ്രേക്കിൽ ചവിട്ടിക്കൊണ്ട്. സ്റ്റെപ്പിംഗ് ഓൺ ദ ആക്സിലേറ്റർ, ആക്സിലേറ്ററിൽ ചവിട്ടിക്കൊണ്ട്. അഡ്ജസ്റ്റിംഗ് ദ ഗിയർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. അല്ല, ബ്രേക്കിൽ ചവിട്ടിക്കൊണ്ട്. ബ്രേക്കിൽ ചവിട്ടുമ്പോൾ അത് ഡിസ്എൻഗേജ് ആവുന്നതാണ്. ഇഫ് യു വാണ്ട് യുവർ വെഹിക്കിൾ ടു ട്രാവൽ ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്, ഒരേ സ്പീഡിൽ യാത്ര ചെയ്യണമെങ്കിൽ യു മേ യൂസ് ദിസ് സേഫ്റ്റി സിസ്റ്റം. ഈ സേഫ്റ്റി സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇന്റലിജന്റ് സ്പീഡ് സിസ്റ്റം, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ. അപ്പം അതിന്റെ ആൻസർ എന്താണ്? കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ. ഓക്കെ, വിച്ച് ഡ്രൈവർ അസിസ്റ്റം സിസ്റ്റം ഇസ് ഡിസൈൻ ടു ഇൻക്രീസ് ദ ഡ്രൈവർ കംഫർട്ട് ആൻഡ് ഡിക്രീസ് വർക്ക്. ഏത് അസിസ്റ്റൻസ് സിസ്റ്റമാണ് ഒരു വണ്ടിക്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കംഫോർട്ടിന്? അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ സപ്പോർട്ട് സിസ്റ്റം, ബ്ലൈൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം. അതിന്റെ ആൻസർ ആണ് അഡാപ്റ്റീവ്. നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് സിസ്റ്റം അലർട്ട് ദ ഡ്രൈവേഴ്സ് വെൻ വെഹിക്കിൾ അൺഇൻറ്റൻഷനലി ലീവ് ദ ലൈൻ. പറഞ്ഞ ഒരു ലെയിൻ വിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് അലർട്ട് തരും. അത് എന്താണ്? എക്സലേഷൻ ലെയിൻ, ലെയിൻ സെൻറ്ററിംഗ് സെൻസർ, ഓർ ലെയിൻ സപ്പോർട്ട് സിസ്റ്റം. അതിന്റെ ആൻസർ ആണ് ലെയിൻ സപ്പോർട്ട് സിസ്റ്റം. ലെയിൻ സപ്പോർട്ട് സിസ്റ്റം വിൽ വർക്ക് ബെസ്റ്റ് ഇഫ്. ലെയിൻ സപ്പോർട്ട് സിസ്റ്റം എപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് ചോദ്യം. ലെയിൻ ആർ സം വാട്ട് ഫേഡഡ്, കുറച്ച് ഫേഡ് പറഞ്ഞാൽ ലെയിൻ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ. ലെയിൻസ് ആർ ക്ലിയർലി മാർക്ക്, നല്ല രീതിയിൽ മാർക്ക് ആണെങ്കിൽ മാത്രം. ലെയിൻസ് ആർ റേസ്ഡ് ഓർ മേഡ് ഓഫ് ഡോട്ട്സ്, ലെയിൻ കുറച്ച് മുഴച്ചിരിക്കുകയാണെങ്കിൽ, ഡോട്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അല്ല. ലെയിൻസ് ആർ ക്ലിയർലി മാർക്ക്, നല്ല രീതിയിൽ മാർക്ക് ചെയ്തുള്ള ലെയിൻ ആണെങ്കിൽ ലെയിൻ സപ്പോർട്ട് സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇഫ് യു ആർ ഡ്രൈവിംഗ് ഓൺ ഹൈവേ എക്സിറ്റ്, ദ ലെയിൻ സപ്പോർട്ട് സിസ്റ്റം മേ. ഹൈവേ എക്സിറ്റിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ലെയിൻ സപ്പോർട്ട് സിസ്റ്റം ചിലപ്പോൾ ഒക്കേഷണലി പ്രൊവൈഡ് എ ഫാൾസ്, ചിലപ്പോൾ ഒരു തെറ്റായ അലർട്ട് തന്നേക്കാം. ഓൾവേസ് പ്രൊവൈഡ് അക്യുറേറ്റ് സിഗ്നൽ, എപ്പോഴും നല്ല സിഗ്നൽ തന്നേക്കാം. തേർഡ് ഫെയിൽ ആയേക്കാം, അല്ല ചിലപ്പോൾ അത് ഫാൾസ് അലർട്ട് തന്നേക്കാം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ നേരം. ഇതാണ് സേഫ്റ്റി സിസ്റ്റം ഈസ് ഡിസൈൻ ടു വാൺ ഓഫ് ദ വെഹിക്കിൾ ദാറ്റ് കനോട്ട് ബി ഈസിലി സീൻ യൂസിംഗ് ദ മിറർ. പറഞ്ഞ ഈ സേഫ്റ്റി സിസ്റ്റം നമുക്ക് കണ്ണാടിയിൽ കണ്ടില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണാടിയിൽ കാണാത്ത സാധനത്തിന് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്നാ പറയുന്നത്. അന്നേരം ഇതിൽ ഏത് സിസ്റ്റം നമുക്ക് കണ്ണാടിയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ നമുക്കൊരു വാർണിംഗ് ആയിട്ട് വണ്ടി തരും. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ പേര് എന്തോന്നാ അവർ ചോദിച്ചിരിക്കും. ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, ലെയിൻ സപ്പോർട്ട് സിസ്റ്റം. സോ അതിന്റെ ആൻസർ ആണ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്. അതുമൂലം നമുക്ക് അറിയാൻ പറ്റും ആ സൈഡിൽ വണ്ടിയുണ്ട്. ദിസ് സേഫ്റ്റി സിസ്റ്റം ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ വെഹിക്കിൾ ബൈ റെഡ്യൂസിങ് ദ ലോസ് ഓഫ് ട്രാക്ക്. പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് പറയുന്ന സംഭവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. പറഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റിനകത്ത് തന്നെ ഉണ്ട് ഈ സ്റ്റെബിലിറ്റി ഉണ്ടാവും. സിമ്പിൾ ആൻസർ. ഇൻ കേസ് ഓഫ് ലോസ് ഓഫ് ട്രാക്ഷൻ ഡ്യൂ ടു സ്കിഡിങ്, നമ്മൾ സ്കിഡ് പറ്റുക, പെട്ടെന്ന് വണ്ടി കൺട്രോൾ അല്ലാതായി പോകുന്നു. ദിസ് സിസ്റ്റം മേ അപ്ലൈ ബ്രേക്ക് ടു ഇൻഡിവിജ്വൽ വീൽസ് ടു ക്രിയേറ്റ് ടോർക്ക്. നമ്മളൊരു സ്കിഡിൽ അകപ്പെട്ടു, നമ്മുടെ ട്രാക്ഷൻ പോയി, നമ്മൾ അല്ലെങ്കിൽ കൺട്രോൾ പോയി. അന്നേരം ഇതിൽ ഏത് സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് എല്ലാം വീലിലും അടിക്കപ്പെടുന്നത്? പിന്നെ ഈ സിസ്റ്റത്തിന്റെ പേരെന്താണ് ചോദിക്കുന്നത്? ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, പാർക്കിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഓക്കെ,
If the system is activated during harsh braking, the driver will feel brake pedal pulsation. പറഞ്ഞാൽ ഇതൊരു ഹാർഷ് ബ്രേക്കിംഗ് സമയത്ത് ഡ്രൈവറിന് പെട്ടെന്ന് ബ്രേക്കിൽ ഒരു പൾസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ പോലെ ഒരു സംഭവം ഫീൽ ചെയ്യും. ഇതിന് ഏത് സിസ്റ്റം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു? ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ. ഇതിന്റെ ആൻസർ ആണ് ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ഹാർഷ് ബ്രേക്കിംഗ് വേണ്ടിയിട്ട് ആന്റി ലോക്ക് ഓർത്ത് വെച്ചു. When electronic stability program gets activated, the system may also slow down the vehicle by പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ആക്ടിവേറ്റ് ആകുമ്പോൾ വണ്ടി സ്ലോ ആവും. അപ്ലൈങ് ദ ബ്രേക്ക് അടിച്ചുകൊണ്ട്, റെഡ്യൂസ് ദ എഞ്ചിൻ പവർ കുറച്ചുകൊണ്ട്, മോണിറ്ററിംഗ് ഫോർവേഡ് വ്യൂ, ഫ്രണ്ടിലുള്ള വ്യൂ. അങ്ങനെ സിമ്പിൾ ആൻസർ ആണ് റെഡ്യൂസിംഗ് ദ എഞ്ചിൻ പവർ കുറച്ചുകൊണ്ട് വണ്ടി സ്ലോ ആവും. ദിസ് സേഫ്റ്റി സിസ്റ്റം പ്രിവെന്റ് ദ വീൽ ഫ്രം ലോക്കിംഗ് വിച്ച് ഹെൽപ്പ് ഇൻക്രീസ് ദ വെഹിക്കിൾ കൺട്രോൾ. ഈ ഒരു സിസ്റ്റം വീൽ ലോക്ക് ആവാതെ വെഹിക്കിളിനെ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ സഹായിക്കും. അതിന്റെ പേരെന്താണ്? ലെയിൻ സപ്പോർട്ട് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ആന്റി ബ്രേക്ക് സിസ്റ്റം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ആന്റി ബ്രേക്ക് സിസ്റ്റം, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. സോറി. പാർക്കിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം enables the car park on its own. പറഞ്ഞ ഈ പാർക്കിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ പാർക്ക് ചെയ്യും വണ്ടി. ഡ്യൂറിംഗ് പാർക്കിംഗ് മെനുവർ ദ ഡ്രൈവർ ഷുഡ്, പാർക്കിംഗ് മെനുവർ ചെയ്യുമ്പോൾ ഡ്രൈവർ എന്ത് ചെയ്യണമെന്നാണ്? മോണിറ്റർ ദ സേഫ്റ്റി ഓഫ് ദ മെനുവർ ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർവെൻ ഇഫ് റിക്വയർഡ്. പിന്നെ നമ്മൾ അത് സ്വയമായിട്ട് പാർക്ക് ചെയ്യും എങ്കിലും നമ്മൾ അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യണം. അതിന്റെ എൻവയോൺമെന്റ് ഓക്കെ ആണെന്ന് നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. പറഞ്ഞാൽ നമ്മൾ തന്നെ സ്റ്റിയറിംഗ് ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ. റിലാക്സ് ആൻഡ് ലീവ് ദ പാർക്കിംഗ് മെനുവർ ടു സിസ്റ്റം. പറഞ്ഞ പാർക്കിംഗ് മെനുവറിനെ വിട്ടു കൊടുത്തിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് അവിടുന്ന് പോവുക. റെസ്റ്റ് ദ സിസ്റ്റം ബൈ കൺട്രോളിംഗ് ദ സ്റ്റിയറിംഗ് ആൻഡ് ദ ബ്രേക്ക് പെഡൽ. സ്റ്റിയറിംഗും ബ്രേക്ക് പെഡലും വെച്ച് നമ്മൾ അസിസ്റ്റ് ചെയ്യണം. അല്ല, ഫസ്റ്റ് മോണിറ്റർ ചെയ്യണം, എൻവയർമെന്റ് ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് ആവശ്യമെങ്കിൽ അതിന് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാവുന്നതാണ്. ദിസ് സേഫ്റ്റി സിസ്റ്റം ഡിസൈൻ ടു പ്രിവെന്റ് കൊല്യൂഷൻ വിത്ത് വെഹിക്കിൾ ഇൻ ഫ്രണ്ട്. പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി പോകുന്നുണ്ട്, എന്നിട്ടും ഈ സിസ്റ്റം മൂലം നമുക്ക് ആക്സിഡന്റ്, ഫ്രണ്ടിലത്തെ വണ്ടിയായിട്ട് ആക്സിഡന്റ് ആവാതെ ഈ സിസ്റ്റം നമുക്ക് അലർട്ട് തരും. അതെന്താണ്? ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രണ്ട് ഉണ്ട്, അന്നേരം ഇതിനകത്ത് തന്നെ ഉണ്ട് ഫോർവേഡ്. സോ ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ. സേഫ്റ്റി സിസ്റ്റം is designed to support the drivers keep within recommended speed limit. ഒരേ സ്പീഡ് ലിമിറ്റഡ്, റെക്കമെൻഡഡ് ആയുള്ള സ്പീഡ് ലിമിറ്റഡ് വണ്ടി ഓടിക്കുന്നത്. ഇതിൽ ഏത് സിസ്റ്റമാണ് പറയുന്നത്? അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റൻസ്, കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ. അതിന്റെ ആൻസർ ആണ് ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റൻസ്. പുവർ വിസിബിലിറ്റി ഡ്യൂ ടു അഡ്വേഴ്സ് കണ്ടീഷൻ ലൈക്ക് ഹെവി റെയിൻ ഓർ ഫോഗ് മേ അഫക്ട് ദ എഫിഷ്യൻസി ഓഫ് സേഫ്റ്റി സിസ്റ്റം. പറഞ്ഞാൽ പ്യുവർ വിസിബിലിറ്റി ആണ്, ഒന്നും കാണുന്നില്ല, മെൽപ്പോൾ നല്ല മഴയായിരിക്കും അല്ലെങ്കിൽ ഫോഗ് ആയിരിക്കും. ഈ സിസ്റ്റം എഫിഷ്യൻസി നല്ല ഇത് വർക്ക് ചെയ്യത്തില്ല. എന്താണത്? ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ, കൺവെൻഷൻ ക്രൂസ് കൺട്രോൾ, ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ഇതിന്റെ ആൻസർ ആണ് ഫോർവേഡ്. നമുക്ക് ഫ്രണ്ടിലൊന്നും കാണത്തില്ല, അന്നേരം ഈ ഫോർവേഡ് പറഞ്ഞ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ ആക്സിഡന്റ് ആവാതിരിക്കണമെങ്കിൽ ഈ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഇല്ല. ദിസ് ടൈപ്പ് ഓഫ് സേഫ്റ്റി സിസ്റ്റം enables the vehicle to slow down and speed up automatic. പറഞ്ഞ ഈ സാധാരണ നമ്മൾ ഒരേ സ്പീഡിൽ പോകുമ്പം ഈ സിസ്റ്റം വണ്ടി സ്ലോ ചെയ്യുകയും സ്പീഡ് കൂട്ടുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്? ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റൻസ്, കൺവെൻഷൻ ക്രൂസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. സോ അതിന്റെ പേരാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ദ ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ സിസ്റ്റം മേ നോട്ട് പെർഫോം വെൽ അണ്ടർ ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഫോർവേഡ് കൊല്യൂഷൻ മിറ്റിഗേഷൻ സിസ്റ്റം വർക്ക് ആവും. എങ്ങനെയുള്ള കണ്ടീഷൻ? ഇൻക്രീസ് വിസിബിൾ, നല്ല രീതിയിൽ കാണാവുന്ന പക്കത്തിൽ, ഷാർപ്പ് ബെൻഡ്സ് ഓൺ ദ റോഡ്, വളരെ അധികം ഷാർപ്പായ വളവുകൾ ഉണ്ടെങ്കിൽ, ബ്രൈറ്റ് ലൈറ്റ് ഫ്രം വെഹിക്കിൾ ബിഹൈൻഡ്, പുറകിലത്തുള്ള വണ്ടിയുടെ ലൈറ്റ് ബ്രൈറ്റ് ആണെങ്കിൽ. സോ എന്റെ ആൻസർ ആണ് ഷാർപ്പ് ബെൻഡ്സ്. പറഞ്ഞ വലിയ വളവുകളിൽ ഈ സിസ്റ്റം വർക്ക് ആവും. വൺസ് ദ കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ ഇസ് എൻഗേജ്, ദ ഡ്രൈവർ മേ. പറഞ്ഞ ഒരു കൺവെൻഷണൽ ക്രൂസ് കൺട്രോൾ നമ്മൾ എൻഗേജ് ആയി, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഡ്രൈവർ എന്ത് ചെയ്യണം? ടേക്ക് ഓഫ് ഹിസ് ഹർ. പറഞ്ഞ ഡ്രൈവർ തന്റെ കാലുകൾ ആക്സിലേറ്റർ പെഡലിൽ നിന്ന് എടുക്കാവുന്നതാണ്, ബ്രേക്ക് പെഡലിൽ നിന്ന് എടുക്കാവുന്നതാണ്, സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാവുന്നതാണ്. സോ ആൻസർ ആണ് ആക്സിലേറ്റർ പെഡലിൽ നിന്ന് നമ്മുടെ കാലെടുക്കാവുന്നതാണ് ഒരേ സ്പീഡിൽ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. വിത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എൻഗേജ് ദ ഡ്രൈവർ. പറഞ്ഞ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എൻഗേജ് ആണെങ്കിൽ ഡ്രൈവർ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? സ്റ്റിൽ നീഡ്സ് ടു ബ്രേക്ക് ടു അവോയ്ഡ് കൊല്യൂഷൻ വിത്ത് വെഹിക്കിൾ ഇൻ ദ ഫ്രണ്ട്. ചിലപ്പോൾ ഫ്രണ്ടിൽ പെട്ടെന്ന് വണ്ടി വന്നേക്കാം, അന്നേരം എന്ത് ചെയ്യണം? സ്റ്റിൽ നീഡ്സ്. പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ബ്രേക്ക് ചവിട്ടണം. പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഇന്റലിജന്റ് അല്ല. സോ അതാണ് ആൻസർ. Just don't need to brake to avoid collision. അല്ല, ഒരു ആവശ്യമില്ല ബ്രേക്ക് ചവിട്ടാൻ. സ്റ്റിൽ നീഡ്സ് ടു മാനുവലി സ്ലോ ഡൗൺ ദ വെഹിക്കിൾ. മാനുവലി വണ്ടികൾ സ്ലോ ചെയ്യണം. അല്ല, the lane support system typically starts to engage at the speed of lane support system. എത്ര സ്പീഡിൽ പോയാൽ മാത്രമേ അത് എൻഗേജ് ആവും? പറഞ്ഞാൽ വർക്ക് ആവത്തുള്ളൂ. 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ. ആൻസർ ആണ് 50 കിലോമീറ്റർ. What should you do if your vehicle drifts near or over the lane marking and this system provides audible warning? പറഞ്ഞാൽ നമ്മുടെ വണ്ടി
ഡ്രിഫ്റ്റ് ആവുകയോ ലെയിൻ മാർക്കിന്റെ മേളിൽ തെന്നുകയോ ഡ്രിഫ്റ്റ് ആവുകയോ ചെയ്താൽ ഈ ഒരു ഓഡിബിൾ വാണിംഗ് പറഞ്ഞാൽ ശബ്ദം തരും, ഒരു വാണിംഗ് ശബ്ദം തരും. എന്നാൽ എന്ത് ചെയ്യണം? ക്യാൻസൽ ഓൾ ദ സിസ്റ്റം സേഫ്റ്റി സിസ്റ്റം, എല്ലാ സേഫ്റ്റി സിസ്റ്റം ക്യാൻസൽ ചെയ്യണം. സ്റ്റെപ്പ് ഓൺ ദ ബ്രേക്ക് അമർത്തണം. സ്റ്റിയർ ബാക്ക് ടു ദ മിഡിൽ ഓഫ് ദ ലെയിൻ, പറഞ്ഞ മിഡിൽ ലെയിൻ സെൻട്രൽ ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ ഏത് ലെയിൻ മാർക്കിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റിയർ ബാക്ക് ടു ദ മിഡിൽ ഓഫ് ദ റോഡിന്റെ നടുക്ക് വീണ്ടും ലെയിന്റെ നടുക്ക് വീണ്ടും കൊണ്ടുവരണം. ഇൻ ഓർഡർ ഫോർ ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റൻസ് ടു വർക്ക് എഫിഷ്യന്റ്ലി, ദിസ് ഈസ് എ റിക്വയർമെന്റ്. ഇന്റലിജന്റ് സ്പീഡ് അസിസ്റ്റൻസ് വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു റിക്വയർമെന്റ് ആണ്. എന്താണ് റിക്വയർമെന്റ് നോക്കാം. നമ്മൾ താഴെ മുതൽ നോക്കാം. ക്ലിയർ റോഡ് സ്പീഡ് സൈൻ, നല്ല സ്പീഡ് സൈൻ ഉണ്ടെങ്കിൽ മാത്രം വർക്കാവും. ക്ലിയർ ആൻഡ് പ്രോപ്പർലി വർക്കിംഗ് ഹെഡ്ലൈൻ, നല്ല ഹെഡ്ലൈറ്റിന് മാത്രം ഉണ്ടെങ്കിൽ വർക്കാവും. പ്രിസൈസ് GPS ഡേറ്റ ആൻഡ് ദ റോഡ് സ്പീഡ് ഇൻഫർമേഷൻ, റോഡ് സ്പീഡ് ഇൻഫർമേഷനും വേണം, GPS ഡാറ്റയും പ്രോപ്പർ ആയിട്ടും. ഇത് തന്നെയാണ് ആൻസർ. ഇംപ്രൂവ് സേഫ്റ്റി വെൻ ഡ്രൈവിംഗ് ടു ആൻ അൺഫെമിലിയർ ഡെസ്റ്റിനേഷൻ ഇറ്റ് ഈസ് ബെസ്റ്റ്. നമുക്ക് ഒരു സ്ഥലത്തിനെ പറ്റി അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അന്നേരം നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ലൈ ഓൺ ദ സ്ട്രീറ്റ് സൈൻ, എപ്പോഴും സ്ട്രീറ്റ് സൈൻ നോക്കി പോകാം. പ്ലാൻ എഹെഡ് ഓഫ് ടൈം, സമയത്തിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. യൂസ് ദ ഫെമിലിയർ റോഡ്സ് ഓൺലി, അറിയാവുന്ന റോഡിൽ മാത്രം പോകണം. പ്ലാൻ ചെയ്യണം, അറിയാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം മുൻപോട്ട്. വെൻ ഡ്രൈവിംഗ് ലുക്ക് വെൽ ഇൻ ടു ദ ഡിസ്റ്റൻസ് ടു ബോത്ത് സൈഡ്സ് ആൻഡ് യുവർ മിറേഴ്സ് യു ആൾസോ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലും നോക്കണം, രണ്ട് സൈഡിലും നോക്കണം, നമ്മൾ കണ്ണാടിയിലും നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീഡ് ടു തിങ്ക് അബൌട്ട് വാട്ട് അതർ റോഡ് യൂസർ മേ ബി. എന്നിട്ട് നമുക്ക് ചിന്തിക്കണം മറ്റ് റോഡ് യൂസേഴ്സ് എന്ത് ചെയ്യാം എന്ന് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. നീഡ് ടു ഇൻക്രീസ് യൂട്ട്സ്, നമ്മുടെ സ്പീഡ് വർദ്ധിക്കണം. നീഡ് ടു വാച്ച് ഔട്ട് ഫോർ ലോഡഡ് വെഹിക്കിൾ, ലോഡുള്ള വണ്ടികളെ നോക്കില്ല. മറ്റ് ഡ്രൈവർ എന്ത് ചെയ്യും അതും നമ്മൾ മനസ്സിൽ ഇരിക്കണം. പ്ലാൻ അഹെഡ് ഇഫ് യു ട്രാവലിംഗ് സംവെയർ ദാറ്റ് ഈസ് നോട്ട് ഫെമിലിയർ ടു യു, ഇറ്റ് ഹെൽപ്സ്. പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ, അന്നേരം നമ്മൾ പ്ലാൻ ചെയ്യണം. അതുമൂലം എന്ത് ഹെൽപ്പാവും? ഇൻ പ്ലാനിങ് യുവർ ട്രിപ്പ്, പ്ലാൻ ചെയ്യാൻ വേണ്ടി reduce the distraction inside the car, distraction കുറയ്ക്കാൻ വേണ്ടി reduce the stress of driving. സോ എന്താണ്, നമുക്ക് കൂടുതൽ സ്ട്രെസ് വരാതിരിക്കാൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. വെൻ യു ടെയിൽ ഗേറ്റിംഗ് another vehicle, it means നമ്മൾ ടെയിൽ ഗേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം എന്താണ്? യു ആർ ഡ്രൈവിംഗ് വിത്ത് സേഫ് ഫോളോയിങ്, നമ്മൾ സുരക്ഷിതമായ സേഫ് ഫോളോയിങ് ഡിസ്റ്റൻസിലാണുള്ളത്. യു ആർ ഡ്രൈവിംഗ് ടു ക്ലോസ് ടു ദ വെഹിക്കിൾ, മറ്റ് ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ട് നമ്മൾ വളരെ അടുത്താണ് വണ്ടി ഓടിക്കുന്നത്. യു ആർ ഒബ്സർവിംഗ് ഓൾ അറൌണ്ട് സേഫ്റ്റി കുഷൻ, നമ്മൾ സേഫ്റ്റി സുരക്ഷിതമായ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചാണ് ഒബ്സർവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വണ്ടി പോകുന്നു. അപ്പൊ ആൻസർ എന്താണ്? ടു ഡ്രൈവിംഗ് ടു ക്ലോസ്. ടെയിൽ ഗേറ്റിംഗിന്റെ അർത്ഥമാണ് മറ്റു വണ്ടിയുടെ ഫ്രണ്ടിൽ പിന്നാലെ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയാണ് ടെയിൽ ഗേറ്റിംഗ്. ഇഫ് യു ഫൈൻഡ് യുവർ സെൽഫ് ടെയിൽ ഗേറ്റിംഗ് അനദർ വെഹിക്കിൾ, ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇപ്പം നമുക്ക് തോന്നുകയാണ് ഓക്കെ ഞാൻ തന്നെ ട്രെയിൽ ഗേറ്റിംഗ് ചെയ്യുന്നു, എന്താണ് ബെസ്റ്റ്? നമ്മൾ എന്ത് ചെയ്യണം? ഹോൺ അടിക്കണം, മറ്റു ഡ്രൈവറിനെ സ്പീഡിനെ പറ്റി പറയാം. സ്പീഡ് അപ്പ് ആൻഡ് ലെറ്റ് ദ അതർ വെഹിക്കിൾ മൂവ് ടു അനദർ ലെയിൻ, നമ്മൾ സ്പീഡിൽ പോകണം, എന്നിട്ട് മറ്റു വണ്ടി പോകാൻ പറയണം സൈഡിലോട്ട്. സ്ലോ ഡൗൺ ആൻഡ് ഇൻക്രീസ് ദ ഫ്ലോ, നമ്മൾ എത്രയും പെട്ടെന്ന് വേഗത കുറയ്ക്കുകയും കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അതാണ് ആൻസർ. വൈ ഇസ് ടെയിൽ ഗേറ്റിംഗ് ഡേഞ്ചറസ്? എന്തുകൊണ്ട് ടെയിൽ ഗേറ്റിംഗ് അപകടകാരിയാണ്? കുഡ് കോസ് എ വെരി സീരിയസ് ക്രാഷ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ വെഹിക്കിൾ, അതുമൂലം നല്ല വലിയ ആക്സിഡന്റ് ആവുകയും ചെയ്യാം, അനേക വണ്ടികൾ അതിൽ അകപ്പെടുകയും ചെയ്യാം. അതർ വെഹിക്കിൾ ഡു നോട്ട് സ്റ്റോപ്പ് അറ്റ് സ്റ്റോപ്പ് ലൈൻ മറ്റു വണ്ടികൾ നിർത്താൻ പറ്റി. ടെയിൽ ലൈറ്റ് ഓഫ് ദ അതർ വെഹിക്കിൾ മേഡ്, ടെയിൽ ലൈറ്റ് മറ്റു വണ്ടികളുടെ വർക്ക് ആവത്തില്ല. അപ്പൊ ഫസ്റ്റ് ആണ് ആൻസർ. വെൻ യു ആർ ഒബ്സർവിംഗ് ദ 2-second റൂൾ വൈൽ ഫോളോയിങ് അനദർ വെഹിക്കിൾ, ഇറ്റ് മീൻസ് നമ്മൾ 2 സെക്കൻഡ് റൂൾ ഇട്ടുകൊണ്ട് നടുവിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? യു ആർ ടെയിൽ ഗേറ്റിംഗ്, നമ്മൾ ടെയിൽ ഗേറ്റ് ചെയ്യുന്നു. യു ആർ നോട്ട് ടെയിൽ ഗേറ്റിംഗ്, നമ്മൾ ടെയിൽ ഗേറ്റ് ചെയ്യുന്നില്ല. അനദർ വെഹിക്കിൾ ഇസ് ടെയിൽ ഗേറ്റിംഗ്, പുറകിൽ വരുന്ന വണ്ടി നമ്മളെ ടെയിൽ ഗേറ്റിംഗ് ചെയ്യുന്നു. അല്ല, യു ആർ നോട്ട് ടെയിൽ. അലോയിങ് ഫോർ ലോങ്ങർ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ വെഹിക്കിൾ ആൻഡ് അനദർ വെഹിക്കിൾ മീൻസ് നമ്മുടെ വണ്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അലോ ഫോർ അൺഎക്സ്പെക്ടഡ് ആക്ഷൻ ഓഫ് അതർ ഡ്രൈവർ, പറഞ്ഞാൽ മറ്റൊരു ഡ്രൈവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അതിനെ പ്രതികരിക്കാൻ സാധിക്കും. അലോ മോർ സ്പേസ് ഫോർ മോർ പാസഞ്ചറിന് കൂടുതൽ സ്പേസ് കൊടുക്കാൻ സാധിക്കും. അലോ അതർ വെഹിക്കിൾ ടു പാസ് ഓൺ ദ റൈറ്റ്, മറ്റ് ആളുകൾ റൈറ്റ് സൈഡിലേക്ക് പാസ് ആവാൻ അലോ ചെയ്യും. ഫസ്റ്റ് ഓൺ ആൻസർ. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, അൺഎക്സ്പെക്ടഡ് ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് യുവർ സ്ട്രെസ് വെൽ ഡ്രൈവിംഗ്, ഇതുമൂലം നമുക്ക് നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈവിംഗ് ഡ്യൂറിംഗ് റഷ് അവർ, കൂടുതൽ ട്രാഫിക് ഉള്ള സമയത്ത് വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവിംഗ് ഫാസ്റ്റ് ആൻഡ് അറൈവിംഗ് എയർലി, നമ്മൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് പെട്ടെന്ന് എത്തുകയും ചെയ്യുന്നതിന് വേണ്ടി. പ്ലാനിങ് യുവർ ട്രിപ്പ് ഇൻ അഡ്വാൻസ്, നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതുമൂലം നമുക്ക് സ്ട്രെസ് കുറയ്ക്കാവുന്നതാണ്. As you drive, you look well ahead into distance. How else can you ബി മോർ സേഫ്? ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലോട്ട് നല്ലൊരു ഡിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധയോടെ നോക്കണം, അതുമൂലം നമുക്ക് സേഫ് ആകാം. എന്നിട്ട് എന്ത് ചെയ്യണം? എൽസ് ലുക്കിംഗ് സ്ട്രെയിറ്റ് അഹെഡ്, മുന്നോട്ട് നോക്കണം. സ്കാൻ ബോത്ത് സൈഡ്സ് ആൻഡ് യുവർ മിറേഴ്സ്,
രണ്ട് സൈഡിലെ മിററും ചെക്ക് ചെയ്യണം, രണ്ട് സൈഡിലും നോക്കണം. അഡ്ജസ്റ്റിംഗ് യുവർ സീറ്റ് വൈൽ ഡ്രൈവിംഗ്, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല, രണ്ട് സൈഡിലും നമ്മൾ നോക്കിയും വേണം, മിററും ചെക്ക് ചെയ്യണം. ഹൗ ഈസ് ഡ്രൈവിംഗ് അറ്റ് ദ നൈറ്റ് ഡിഫറെന്റ് ഫ്രം ഡ്രൈവിംഗ് ഡ്യൂറിംഗ് ദ, പറയാ പകല് വണ്ടി ഓടിക്കുന്നതിലും രാത്രി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമുള്ളത്, ഡിഫറെന്റ് ആയുള്ളത്. പെഡിസ്ട്രിയൻ ദാറ്റ് ക്യാൻ ഈസിലി ക്രോസ് ഡ്യൂറിംഗ് ദ ഡേ ടൈമിൽ പെഡിസ്ട്രിയൻ ഈസി ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു. പെഡിസ്ട്രിയൻസ് എസ്പെഷ്യലി ദോസ് വിയറിംഗ് ഡാർക്ക് ക്ലോത്തിങ് ആർ ഡിഫിക്കൽട്ട് ടു സീ. വെജിറ്റേറിയൻ വളരെ ഇരുണ്ട തുണികൾ, പറഞ്ഞ കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട തുണികൾ ഇട്ടുകൊണ്ട് പോയാൽ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അത് തന്നെയാണ് ആൻസർ. എങ്കിൽ മൂന്നാമത് നോക്കാം. വെജിറ്റേറിയൻ ദേ ആർ മച്ച് ഈസിയർ ടു റെക്കഗ്നൈസ് ഡ്യൂറിംഗ്, നല്ല രീതിയിൽ വെജിറ്റേറിയനെ രാത്രിയിൽ കാണാൻ സാധിക്കും. അല്ല, ഇരുണ്ട വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോയാൽ നമുക്ക് കാണാൻ പ്രയാസമാണ്. വെൻ ഡ്രൈവിംഗ് അറ്റ് നൈറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ജഡ്ജ് ദ സ്പീഡ് ആൻഡ്, രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സ്പീഡിനെ ജഡ്ജ് ചെയ്യാൻ പ്രയാസമാണ്. എന്നിട്ട് ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ അകലം, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, ഭാരം, ക്യാരിങ് കപ്പാസിറ്റി കൊണ്ടുപോകുന്ന കപ്പാസിറ്റി, അല്ല ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട്. പറഞ്ഞ മറ്റു വണ്ടിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടാവാം, അതിന്റെ ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കീപ് യുവർ സ്പീഡ് ഡൗൺ ആൻഡ് യു വിൽ ഹാവ് ടൈം ടു റിയാക്ട്. അങ്ങനെ നമ്മൾ സ്പീഡ് കുറച്ച് പോകണം, അതുമൂലം നമുക്ക് റിയാക്ട് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. ദിസ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് വാൻ, അത് എപ്പോഴാണ് ഇമ്പോർട്ടൻറ്റ്? ആംബുലൻസ് ഡ്രൈവ് ചെയ്യുമ്പോൾ, രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഫാസ്റ്റ് ലെയിൻ ഫ്രീ വേയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ല രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ. ബിക്കോസ് ദേ ആർ ഡിഫിക്കൽട്ട് ടു സീ, ബി എക്സ്ട്രാ കെയർഫുൾ വൈൽ ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ഇവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ. ആരെ? പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനെ, മോട്ടോർ സൈക്കിൾ ആൻഡ് സൈക്കിൾ വിത്ത് ഹെഡ്ലൈറ്റ് ഓൺ, മോട്ടോർ സൈക്കിളും സൈക്കിളും ഹെഡ്ലൈറ്റ് ഉള്ള വണ്ടികൾ, മോട്ടോർ സൈക്കിൾ ആൻഡ് സൈക്കിൾ ദാറ്റ് ആർ നോട്ട് യൂസിങ് ദിയർ ഹെഡ്ലൈറ്റ്. മോട്ടോർ സൈക്കിളോ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാതെ പോയാൽ ഇപ്പോൾ അവരെ കാണാനാണ് നോട്ട് യൂസിങ്. ഇഫ് യു ആർ ഡ്രൈവിംഗ് അറ്റ് നൈറ്റ് ഓൺ റൂറൽ റോഡ്സ് യു ക്യാൻ ക്ലിയർലി സീ ആസ് ഫാർ as, നമ്മൾ റൂറൽ റോഡ് പറഞ്ഞാൽ വളരെ അകത്തുള്ള റോഡിൽ, സിറ്റി അല്ല, റൂറൽ ഏരിയയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ യു ക്യാൻ ക്ലിയർലി സീ ആസ് ഫാർ as, നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും? റോഡ് 20 മീറ്റർ, 20 മീറ്റർ അകലം. റേഞ്ച് ഓഫ് യുവർ ഹെഡ്ലൈറ്റ്, നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ റേഞ്ച് മൂലം ലെങ്ത് ഓഫ് യുവർ വെഹിക്കിൾ, നമ്മുടെ വണ്ടിയുടെ നീളം മൂലം, അല്ല നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ റേഞ്ച് മൂലം നമുക്ക് കാണാൻ സാധിക്കും. ഹൈ ബീം ലൈറ്റ്സ് ഹെൽപ്സ് യു ടു സീ ക്ലിയർലി വെൻ ഡ്രൈവിംഗ് അറ്റ് നൈറ്റ്. ഡു നോട്ട് യൂസ് ഹൈ ബീം ഓൺ. പറഞ്ഞാൽ ഹൈ ബീം ലൈറ്റ് ഇട്ടുകൊണ്ട് പോയാൽ രാത്രി നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഹൈ ബീം ഇടാൻ പാടില്ല. എവിടെ? ഏരിയാസ് വിത്ത് സ്ട്രീറ്റ് ലൈറ്റിംഗ്, നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലം. ഏരിയാസ് വിത്തൗട്ട് സ്ട്രീറ്റ് ലൈറ്റിംഗ് ഇല്ലാത്ത സ്ഥലത്ത്, ഹൈവേ വിത്തൗട്ട് ലൈറ്റിംഗ് ഇല്ലാത്ത ഹൈവേയിൽ. സോ ആൻസർ ആണ് ഏരിയാസ് വിത്ത് സ്ട്രീറ്റ് ലൈറ്റിംഗ്. പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് എന്തിനാ നമ്മൾ ഹൈ ബീം ഇടുന്നത്? ഓക്കെ. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഡ്രൈവിംഗ് മോർ സ്ലോലി ഇൻ ഡ്യൂറിംഗ് നൈറ്റ് ടൈമിൽ നമുക്ക് പതിയെ വണ്ടി ഓടിക്കണം? അതിന്റെ മെയിൻ റീസൺ എന്താണ്? പെഡിസ്ട്രിയൻസ് ആർ ഹാർഡ് ടു സീ, എസ്പെഷ്യലി ദോസ് ആർ വെയറിംഗ് ഡാർക്ക് ക്ലോത്തിങ്. പെഡിസ്ട്രിയനെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ആര് ഇരുണ്ട തുണികൾ ഇടുന്നു ഇവരെ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു സീ ഡ്യൂറിംഗ് സൺഡൗൺ, സൂര്യൻ അസ്തമയ സമയത്ത് നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു സീ ദ ലൈൻസ് ഓൺ ദ റോഡ് കാണാൻ പ്രയാസമാണ്. സോ ആൻസർ ആണ് പെഡിസ്ട്രിയൻസ് ആർ ഹാർഡ് ടു സീ, എസ്പെഷ്യലി ദോസ് ആർ വെയറിംഗ് ഡാർക്ക് ക്ലോത്ത്. ഓക്കെ. യു നീഡ് ടു ഇൻക്രീസ് ഫോളോയിങ് ഡിസ്റ്റൻസ് വെൻ ഡ്രൈവിംഗ് ഡ്യൂറിംഗ് നൈറ്റ്. നൈറ്റിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കൂടുതൽ കൊടുക്കണം വണ്ടിയിൽ. എന്തുകൊണ്ട്? വൈ? സോ യു വിൽ ഹാവ് മോർ ടൈം ടു റിയാക്ട് ചെയ്യാനുള്ള കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി. യു വിൽ ഹാവ് മോർ ടൈം ടു റെസ്റ്റ് എടുക്കാൻ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡ്രൈവ് ഡ്യൂറിംഗ് ദ ഡേ ടൈമിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, അല്ല നമുക്ക് കൂടുതൽ റിയാക്ട് ചെയ്യാൻ സമയം കിട്ടാൻ. UA ട്രാഫിക് ലോ റിക്വയർസ് ഡ്രൈവർ ടു യൂസ് വെഹിക്കിൾ ലൈറ്റ്സ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം ആസ് വെൽ ആസ് ഡ്യൂറിംഗ് ദ ഡേ വേർ ദ വ്യൂ ഈസ് അൺക്ലിയർ. വൈ? UA ട്രാഫിക് ലോയിൽ നമുക്ക് നൈറ്റ് ടൈമിലും വണ്ടിയുടെ ലൈറ്റ് വേണം, ഡേ ടൈമിലും വണ്ടിയുടെ ലൈറ്റ് വേണം, അൺക്ലിയർ ആണെങ്കിൽ. എന്തുകൊണ്ട്? റോഡ്സ് ഇൻ ദ UAE ബെസ്റ്റ് ഫോർ ഡേ ടൈം യൂസ് ഓൺലി. UAE റോഡുകൾ ഡേ ടൈമിന് വേണ്ടി മാത്രമുള്ളതാണ്. റോഡ് യൂസേഴ്സ് ആർ ഹാർഡർ ടു സീ ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം, ബിക്കോസ് നൈറ്റ് ടൈമിൽ കൂടുതൽ പ്രയാസമാണ് മറ്റുള്ളവരെ കാണാൻ വേണ്ടി. റോഡ്സ് ഇൻ UAE ഹാവ് പുവർ ലൈറ്റിംഗ് ആണ് UAE. സെക്കൻഡ് ആണ് ആൻസർ. റോഡ് യൂസേഴ്സ് ഹാർഡർ ടു സീ നൈറ്റ്, രാത്രിയിൽ മറ്റു റോഡ് യൂസറിനെ കാണാൻ ബുദ്ധിമുട്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫിറ്റിംഗ് മെനി മോഡേൺ വെഹിക്കിൾസ് വിത്ത് നൈറ്റ് മിറർ? എന്തുകൊണ്ട് നമുക്ക് നൈറ്റ് മിറർ വേണം? പുതിയ വണ്ടികളിലെല്ലാം നൈറ്റ് മിറേഴ്സ് ഉണ്ട്. അതെന്താണ്? അതിന്റെ പർപ്പസ് എന്താണ്? ടു റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് ബി ഡാസിൽഡ് ബൈ ദ ലൈറ്റ്സ് ഓഫ് എൻ വെഹിക്കിൾ ബൺ. പിന്നെ പുറകിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മൾ സെൻട്രൽ മില്ലിൽ തട്ടുമ്പോൾ ഡാസിൽ ആവും, പറഞ്ഞാൽ കണ്ണ് ചിമ്മിപ്പോവും. അത് വരാതിരിക്കാൻ. ടു ഇൻക്രീസ് ദ വിസിബിലിറ്റി ഓഫ് വെഹിക്കിൾസ് അഹെഡ്, ഫ്രണ്ടിലത്തെ വണ്ടികൾ വിസിബിലിറ്റി കാണാൻ. ടു അവോയ്ഡ് ഡാസിൽ ബൈ ഓൺ കമ്മിങ് വെഹിക്കിൾ, ഫ്രണ്ടിലുള്ള വണ്ടിയിൽ നിന്ന് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് ആയിരിക്കും. ഫസ്റ്റ് വെൻ അബൌട്ട് ടു എക്സിറ്റ് ദ ബാൻഡ് ആക്സിലേറ്റ് ഓൺലി ആഫ്റ്റർ ട്രാഫിക് അഹെഡ് ഈസ് ക്ലിയർ. ആൻഡ് നമ്മളൊരു വളവിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ആക്സിലേറ്റ് ചെയ്യണം ക്ലിയർ ആണെങ്കിൽ. എന്നിട്ട് ദ ആക്സിലേറ്റർ പെഡൽ സ്റ്റാർട്ട്സ് ഫോർ ദ റിയർ വീൽസ് ആർ സ്ട്രൈറ്റനിങ്, ദ ഫ്രണ്ട് വീൽസ് ആർ സ്ട്രൈറ്റനിങ്. നമ്മളൊരു വളവിൽ വളഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് വീൽ സ്ട്രൈറ്റ് ആയിരിക്കണം.
വാട്ട് ക്യാൻ ഹാപ്പൻ ഇഫ് യു ഡ്രൈവ് ടു ഫാസ്റ്റ് വൈൽ എൻട്രിങ് എ ബെൻഡ്? നമ്മൾ ഒരു ബെൻഡിൽ ഒരു വളവിൽ ഭയങ്കര രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് വരിക, ഇപ്പൊ എന്ത് സംഭവിക്കും? വെഹിക്കിൾ വിൽ ബി പുഷ്ഡ് ഔട്ട്വേർഡ്. വണ്ടി വെളിയിലോട്ട് തള്ളിപ്പോകാം. The vehicle may stop suddenly. പെട്ടെന്ന് നിർത്താം. വെഹിക്കിൾ മേ ഓവർസ്റ്റിയർ ആവും. ആൻസർ, വണ്ടി ആ ലേനിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ അല്ലെങ്കിൽ ആ വളവിൽ നിന്ന് പുറകിലോട്ട് മറിയാൻ ചാൻസ് ഉണ്ട്. വെൻ ഡ്രൈവിംഗ് ഇൻ ടു എ ബെൻഡ്, വാട്ട് ഹസാർഡ് ഷുഡ് യു ലുക്ക് ഔട്ട് ഫോർ? നമ്മളൊരു വളവിൽ വളയുമ്പോൾ നമ്മൾ എന്തെല്ലാം ഹസാർഡ് ചിലപ്പോൾ കണ്ടെന്ന് വന്നേക്കാം. ഹസാർഡ് മാർക്കിംഗ്, ലെയിൻ മാർക്കിംഗ്, സ്പിൽഡ് ഓയിൽ, ലെയിൻ മാർക്കിംഗ് ആൻഡ് സ്റ്റോപ്പ് സൈൻ, സ്പിൽഡ് ഓയിൽ, സാൻഡ് ആൻഡ് ലീവ്സ്. സോ ആൻസർ ആണ് സ്പിൽഡ് ഓയിൽ. പറഞ്ഞ ഈ ഓയിലൊക്കെ സ്പിൽഡ് ആയി കിടക്കുന്ന ലെയിൻ മാർക്കിംഗ് ഹസാർഡ് ആവാം. അതിന് വേണ്ടി ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് സൈൻ തൊട്ട് ഫ്രണ്ട്ലി സ്റ്റോപ്പ് സൈൻ ആയിരിക്കും. ലുക്ക് ഔട്ട് ഫോർ ദ ട്രാഫിക് ഓർ ഹസാർഡ്സ് ബിഫോർ ആൻഡ് അറ്റ് ദ ബെൻഡ്. ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഈസ് എ സ്പേസ്. നമ്മൾ ഒരു ബെൻഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നോക്കണം, ഹസാർഡ് നോക്കണം. ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് സ്പേസും നോക്കണം. എവിടെ? ദ എൻഡ് ഓഫ് ദ റോഡിന്റെ എൻഡിൽ, ആഫ്റ്റർ ദ ബെൻഡ് വിച്ച് മേ നോട്ട് ബി ഈസിലി വിസിബിൾ. പറഞ്ഞാൽ ഒരു വളവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പ്രയാസമുള്ള സ്ഥലം, അറ്റ് ദ സൈഡ് ഓഫ് ദ റോഡ്. സോ ആൻസർ ഇതാണ്, ആഫ്റ്റർ ദ ബെൻഡ് വിച്ച് മേ നോട്ട് ഈസി. നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും. ഒരു വളവ് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലല്ലോ അവിടെ എന്താണെന്ന്. സോ അതാണ് കാണാൻ പ്രയാസമുള്ളത്. അങ്ങനെ നമ്മുടെ ലൈറ്റ് മോട്ടോർ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമൺ ക്വസ്റ്റ്യൻസും കാണണം, ഈ ലൈറ്റ് മോട്ടോർ ക്വസ്റ്റ്യൻസും കാണണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ആദ്യം ഇത് കാണുക, അതിന് ശേഷം മറ്റേത് കണ്ടാലും മതി, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ 2 ക്വസ്റ്റ്യൻ ആൻസറും 2 വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രമേ ടെസ്റ്റിന് പ്രയോജനമുള്ളൂ. നിങ്ങൾക്ക് പകുതി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രയോജനപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോയും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്